ഞാൻ പി കിഷോർ. അതായത് ഇപ്പോൾ മനോരമയിൽ ബിസിനസ് എഡിറ്ററാണ് കൊച്ചിയിൽ. അപ്പോൾ ഞാൻ ജേർണലിസം തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ കോട്ടയത്തു നിന്നും കണ്ണൂരിൽ നിന്നും ഒക്കെയാണ്. ഞാൻ യഥാർത്ഥത്തിൽ ജേർണലിസം പഠിച്ചിട്ടില്ല. ജേർണലിസം ത്തിലെനിക്ക് ഒരു ഡിപ്ലോമയോ പി ജിയോ അങ്ങനെയൊന്നുമില്ല. ഞാൻ അത് എഞ്ചിനീയറിംഗ് ആണ് ഞാൻ പഠിച്ചത്. കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ലെക്ചറായിട്ട് പോയി. അപ്പോൾ അത് 1989 അപ്പോൾ ഞാൻ ഈ കഥ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ കഥ ആയിട്ടാണ്. ഒരു 1999 മുതൽ ഈ 2025, ഇപ്പോൾ ഏകദേശം 36 വർഷമായി ഈ ജേർണലിസ്റ്റ് ആയതിനു ശേഷം. അപ്പോൾ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് വി പി സിംഗ് ആണ് പ്രധാനമന്ത്രി. അപ്പോൾ വളരെ വലിയ രാഷ്ട്രീയ അസ്ഥിരതകളുടെ ഒരു കാലമാണത്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വലിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്നൊരു കാലമാണ്. അപ്പോൾ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ലെക്ചറായിട്ടിരിക്കുമ്പോഴത്തേക്കാണ് മനോരമ ജേർണലിസ്റ്റ് ട്രെയിനികളെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു. എന്തുകൊണ്ട് അപ്ലൈ ചെയ്തു എന്ന് ചോദിച്ചാൽ, എനിക്കങ്ങനെ ലെക്ചറർ ജോലി അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. അവിടെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ എന്ന് മാത്രമല്ല, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എഞ്ചിനീയറിംഗ് വിഷയത്തെക്കാളും ഞാൻ പുസ്തക വായന, പ്രസംഗം, പിന്നെ ബെസ്റ്റ് ഡിബേറ്ററായിരുന്നു കോളേജിൽ. പിന്നെ ഈ ലേഖനങ്ങൾ എഴുതുമായിരുന്നു, ഫീച്ചറുകൾ എഴുതുമായിരുന്നു. അന്ന് തിരുവനന്തപുരത്ത് ഞങ്ങളുടെ കുടുംബ വീട് ശംഖുമുഖത്തായിരുന്നു. ശംഖുമുഖത്ത് അപ്പൂപ്പനും അമ്മമ്മയൊക്കെ താമസിച്ചിരുന്ന വീട് ശംഖുമുഖത്തുണ്ട്. അപ്പോൾ അവിടെ സ്കൂൾ കാലം ഇവിടെ സെൻറ്റ് ജോസഫ് സ്കൂളിലും സെൻറ്റ് റോക്സിലും പിന്നീട് SMVയിലും ഒക്കെ ആയിട്ട് അവിടെ ശംഖുമുഖത്ത് ഒരുപാട് കാലം ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ശംഖുമുഖം എന്ന് പറയുന്ന ആ തീരത്തെക്കുറിച്ച് ഒരു ഫീച്ചർ എഴുതി. അത് കേരള കൗമുദിയിൽ സൺഡേ കവർ ഫീച്ചറായിട്ട് വന്നു, ഒത്തിരി പടങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് അങ്ങനെ കുറേ ഫീച്ചറുകളും ഒക്കെ ആ സമയത്തൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ഞാൻ ഇന്ത്യ ടുഡേ തുടക്കം മുതൽ 1980 മുതൽ ഇന്ത്യ ടുഡേ മാഗസീൻ വായിച്ചിരുന്നു. വിനോദ് മേത്ത എഡിറ്ററായിരുന്ന സൺഡേ ഒബ്സർവർ പത്രം, അതും ആ പത്രം തുടങ്ങിയപ്പം മുതൽ വായിച്ചിരുന്നു. അത് ഞാൻ തിരുവനന്തപുരത്ത് വന്ന ആ സൺഡേ ഒബ്സർവർ എന്ന പത്രം കണ്ടിട്ട് ഞാനത് കൊല്ലത്തൊക്കെ കൊണ്ടുവരികയും ചെയ്തു. അവിടെ ബുക്ക് സ്റ്റാളിൽ പോയി പറഞ്ഞ് അവരെ കൊണ്ട് വരുത്തിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ നമുക്ക് വായനയുടെയും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ പത്രപ്രവർത്തകനാകണം എന്ന ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് വാസ്തവം പറഞ്ഞ ഒരു ഡയലമ ഉണ്ടായിരുന്നു. ഇത് വിടണോ? അതായത് 4 വർഷം പഠിച്ചതാണ്, എഞ്ചിനീയറിംഗ് ഒക്കെ വിട്ട് പത്രപ്രവർത്തന രംഗത്തേക്ക് പോയാൽ എങ്ങനെയാവും എന്നൊക്കെയുള്ളൊരു പ്രതിസന്ധി എല്ലാവർക്കും കാണുമല്ലോ. അങ്ങനെ ഒരു പ്രതിസന്ധി തീർച്ചയായിട്ടും എനിക്കും ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധി മാറി ഇത് തന്നെയാണ് എൻ്റെ രംഗം എന്ന് ശരിക്കും ബോധ്യമായത് ഒരു 10 വർഷം കൂടി കഴിഞ്ഞ ഒരു സംഭവമുണ്ട്. ആ സംഭവം അതൊരു കഥയാണ്. ആ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അപ്പോൾ ഈ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് അവരൊരു എല്ലാ ജേർണലിസ്റ്റ് ട്രെയിനികളും, ഇപ്പോൾ എല്ലാ പത്രങ്ങളും അങ്ങനെ ജേർണലിസ്റ്റ് ട്രെയിനികളെ വിളിക്കുമ്പോൾ ഒരു ലേഖനം എഴുതി അയച്ചു കൊടുക്കണമെന്നും പറയും, ഏതെങ്കിലും ഒരു ടോപ്പിക്ക് കൊടുത്തിട്ട്. അന്ന് നമുക്കുണ്ടായിരുന്ന ടോപ്പിക്ക് മൂപ്പനാരെ പറ്റിയായിരുന്നു. GK മൂപ്പനാർ, തമിഴ്നാട്ടിൽ പുള്ളി തമിഴ്നാട് TNCC പ്രസിഡൻ്റാണ് ആ കാലത്ത്. അപ്പോൾ ഞാനൊരു 3 പേജുള്ള ഒരു ലേഖനം എഴുതി അയച്ചു കൊടുക്കുന്നു. അതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ, പിൽക്കാലത്ത് ജേർണലിസ്റ്റ് ട്രെയിനികളെ വിളിക്കുമ്പോഴത്തേക്ക് അവരയക്കുന്ന, അപ്പോൾ ഏതെങ്കിലും ടോപ്പിക്ക് കൊടുക്കുമല്ലോ, അവരയക്കുന്ന ഇത്തരം ലേഖനങ്ങൾ നോക്കി ഇവാലുവേറ്റ് ചെയ്യേണ്ട ജോലി ഞാൻ പല വർഷം ചെയ്തിട്ടുണ്ട്. അത് നോക്കി സെലക്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ എഴുതാനറിയാവോ, ഭാഷ എങ്ങനെയുണ്ട്, അക്ഷരത്തെറ്റുകളുണ്ടോ, അതൊക്കെയാണ് നോക്കുന്നത്. എന്തായാലും അപ്പോൾ തന്നെ ടെസ്റ്റിന് വിളിച്ചു. ടെസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പം ചീഫ് എഡിറ്റർ KM മാത്യു, മാത്തൂട്ടി ചായൻ, തോമസ് ജേക്കബ്, VKB നായർ, TKG സാറാണ് ഞങ്ങളുടെ ട്രെയിനിങ് ഡയറക്ടറായിരുന്നത്. അവരൊക്കെ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന്. ഇൻ്റർവ്യൂവിൻ്റെ 3ൻ്റെ അന്ന് തന്നെ എനിക്ക് കോൾ ലെറ്റർ കിട്ടി, അത് പ്രൊവിഷണലി സെലക്റ്റഡ് എന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഏകദേശം 1 മാസമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ഈ മൂപ്പനാർ പിന്നീട് എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. മൂപ്പനാർ പത്രപ്രവർത്തക ജീവിതത്തിൽ. അപ്പോൾ 90 ജനുവരിയാണ്. അപ്പോൾ ഞാൻ മനോരമയിൽ ചേർന്നു. അത് കഴിഞ്ഞ് 98 ഞാൻ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫറായി വന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ പാലിയേറ്റീവ് കെയർ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയുണ്ട്, കെയർ പ്ലസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശോഭ ജോർജാണ് അത് നടത്തുന്നത്. ശോഭ ജോർജും കുറച്ച് പേരും വോളണ്ടിയേഴ്സൊക്കെ ചേർന്ന് നടത്തുന്നു. അവരെനിക്ക് പരിചയമുണ്ട്. അവരൊരു ദിവസം വിളിച്ചു പറഞ്ഞു, കിഷോർ, ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ഉണ്ട്. ഒരു ക്യാൻസർ ബാധിച്ച ഒരു രോഗി, ഒരു പയ്യനാണ്, അയാൾ കൊല്ലത്തുള്ളതാണ്.
അയാൾ ഒന്നാന്തരമായിട്ട് കാരിക്കേച്ചറുകൾ വരയ്ക്കും. അപ്പോൾ കരുണാകരൻ്റെ ആയാലും ഇന്ദിരാഗാന്ധിയുടെ ആയാലും സച്ചിൻ തെണ്ടുൽക്കറുടെ ആയാലും മനോഹരമായ കാരിക്കേച്ചറുകളാണ് അയാൾ ഇവിടെ കിടന്നുകൊണ്ടും അയാൾ വരയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു സ്റ്റോറി ചെയ്യാനായിട്ട് പോയി. നമ്മൾ ഒരു ഫോട്ടോഗ്രാഫറുമായിട്ട് പോകുന്നു. അയാൾക്ക് സംസാരിക്കാൻ വയ്യ. അയാൾ കീമോ ഒക്കെ കഴിഞ്ഞ് അവശനായിട്ട് കിടക്കുകയാണ്. അയാളുടെ ബ്രദേഴ്സാണ് കഥകളൊക്കെ പറയുന്നതും. ഇവരെ ഡോക്ടറെ അടുത്ത് സംസാരിച്ചു. ഈ കാരിക്കേച്ചർ പടങ്ങളെടുത്തു. ഈവിങ് സർക്കോമ എന്ന് പറയുന്ന എല്ലുകളെ ബാധിക്കുന്ന ഒരു രോഗമാണ്. അത് വലിയ പ്രയാസമാണ് എന്ന് തന്നെ ഡോക്ടർ പറയുകയും ചെയ്തു, ഈവിങ് സർക്കോമ. അപ്പോൾ ഞാൻ തിരിച്ച് വന്നൊരു ഫീച്ചർ എഴുതി ഈ കാരിക്കേച്ചറുടെ പടങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഫയൽ ചെയ്യുന്നു. പിറ്റേന്നത് വന്നില്ല, എൻ്റെ പിറ്റേന്നും വന്നില്ല. ഒരു ബുധനാഴ്ചയാണ് ഫയൽ ചെയ്തത്. അപ്പോൾ പിന്നെ എന്താ സംഭവിച്ചു എന്നറിഞ്ഞില്ല. ഞായറാഴ്ച മനോരമയുടെ സൺഡേ മാഗസീൻ എടുത്ത് നോക്കിയപ്പോൾ അതിൽ കവർ സ്റ്റോറിയാണ്. അപ്പോൾ അത് നിറയെ കാരിക്കേച്ചറുകളുടെ പടങ്ങളുമൊക്കെ ആയിട്ടാണ് അത് വന്നിരിക്കുന്നത്. ഇയാളുടെ ഈ സുജിത്ത് എന്നാണ് പുള്ളിയുടെ പേര്. കൊല്ലം കാഞ്ഞാവിളി സ്വദേശിയാണ്. അവർ 7 സഹോദരങ്ങളുണ്ട്. അതിലൊരാളാണ് ഈ സുജിത്ത്. അപ്പം മനോഹരമായ കാരിക്കേച്ചറുകളും മറ്റും ഒക്കെ ആയിട്ട് അത് വന്നു. അത് വലിയ സംഭവമായി അന്നത്തെ നിലയ്ക്ക്. അപ്പോൾ അത് അതിനൊരു നമ്പറും അക്കൗണ്ട് നമ്പറും സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒരു അക്കൗണ്ട് നമ്പറും ഒക്കെ ഉണ്ടായിരുന്നു. അതിലേക്ക് പണം സഹായം പ്രവഹിക്കാൻ തുടങ്ങി. അപ്പോൾ അത് വെച്ചിട്ട് കൂടുതൽ ചികിത്സകളൊക്കെ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് 2-3 ദിവസമല്ല, ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ബ്രദർ എന്നെ വിളിച്ചു. ഇങ്ങനെ ഇപ്പോൾ സുജിത്തിനൊന്ന് കാണണമെന്ന് പറയുന്നത് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് 2ാമതും ആശുപത്രി ചെല്ലുന്നു. ഞാൻ ചെല്ലുമ്പോൾ പുള്ളി ഈ കട്ടിലിൽ ഇങ്ങനെ കിടക്കുകയാണ്. കട്ടിലിൽ കിടന്ന ഈ ബ്രദർ ചെന്ന് അയാളുടെ ചെവി പറഞ്ഞു, ഞാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു കാണുമായിരിക്കും. ഞാൻ കട്ടിലിൻ്റെ കാൽക്കലാണ് ഞാൻ നിൽക്കുന്നത്. പുള്ളിക്കപ്പോൾ എണീറ്റിരുന്ന് ഇരിക്കാനും നിൽക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. പുള്ളി കിടന്ന കിടപ്പിൽ ഇങ്ങനെ എണീറ്റ് വന്ന് ഇങ്ങനെ ഒരു മിനിറ്റോ മറ്റോ എന്നെ നോക്കി ഇങ്ങനെ തൊഴുതിട്ട് വളരെ ദയനീയമായ എന്നിട്ട് തിരിച്ച് കിടക്കുകയും ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ കാൽക്കാൽ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊരു ഭയങ്കരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അയാൾക്ക് സംസാരിക്കാൻ വയ്യ. അയാൾക്ക് ഒരുപക്ഷെ നന്ദി പറയേണ്ടതുണ്ട്, പക്ഷേ അത് പറയാൻ കഴിയുന്നില്ല. അങ്ങനെ തിരിച്ച് ഇറങ്ങി നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ലോകം നമ്മൾ കാഴ്ച മങ്ങുന്നു, നമുക്ക് ഒന്നും കാണാൻ പറ്റാത്തതുപോലെ. അപ്പോൾ അതൊരു വലിയ സംഭവമായി. അത് കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. അപ്പോഴും നമ്മളൊരു ഫീച്ചർ കൊടുത്തു. ഈ പയ്യൻ്റെ കാരിക്കേച്ചറുകൾ കൊല്ലം സോപ്പാനം ഓഡിറ്റോറിയത്തിൽ എക്സിബിറ്റ് ചെയ്തു. കാനായി കാണാൻ വന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ പത്രപ്രവർത്തന ജീവിതം സാർത്ഥകമാണ്. എഞ്ചിനീയറിങ്ങിൽ നിന്ന് വിട്ടു പോരാൻ ഇടയാക്കിയത് നല്ല കാര്യം ആയിപ്പോയി എന്ന് ശരിയായ തീരുമാനമായിരുന്നു എന്ന് ഫൈനലായിട്ട് ഉറപ്പിച്ച ഒരു സംഭവമാണ് ഈ സംഭവം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കണ്ണൂർ ജീവിതം കഴിഞ്ഞിട്ട് എനിക്ക് കണ്ണൂരിലോട്ടാണ് ആദ്യം പോസ്റ്റിങ്. അപ്പോൾ ഈ കണ്ണൂരിലോട്ട് പോസ്റ്റിങ് പോകുമ്പോഴത്തേക്ക് ഉള്ള തമാശ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. ആദ്യം എഞ്ചിനീയറിംഗ് കോളേജിൽ ലെക്ചറായിട്ടൊരു വർഷം. അപ്പോൾ അവിടെ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത് അന്ന് ഒരു സ്കൂളിലാണ്. ഇന്നത്തെ പോലെ വലിയ ക്യാമ്പസ് ഒന്നുമില്ല. അന്നത്തെ കണ്ണൂർ എന്ന് പറയുന്നത് മണി ഫ്ലോ വളരെ കുറഞ്ഞ ഒരു സ്ഥലമാണ്. ആ എഞ്ചിനീയറിംഗ് കോളേജിൽ ആകെ വരുന്ന ഒരു സ്കൂട്ടറാണ്. വേറെ 2 വീലറുകളില്ല, കാറുകളില്ല. കൊല്ലത്ത് TKMിലാണെങ്കിൽ സ്റ്റുഡൻസും അധ്യാപകരും ഒക്കെ ഒരുപാട് കാറിലും സ്കൂട്ടറിലും ഒക്കെ വരും. അപ്പോൾ അവിടെ അതില്ല. ലൈറ്റൊക്കെ വളരെ മങ്ങിയാണ് കത്തുന്നത്. രാത്രി ഒരു 8 മണി കഴിഞ്ഞാൽ നമുക്ക് വായിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം വോൾട്ടേജ് പ്രശ്നം കണ്ണൂരിൽ മലബാറിൽ മുഴുവനുണ്ട്. അതൊക്കെ മാറിയത് പിന്നീടാണ്. അന്ന് കണ്ണൂരിൽ നമുക്ക് കൊച്ചിയിലൊക്കെ പോയിട്ട് വരുന്നവർ പറയുമായിരുന്നു, കൊച്ചിയിലൊക്കെ എന്തൊരു വെളിച്ചവും വെളിച്ചമൊക്കെയാണ്, നമുക്കിവിടെ മാത്രം ഈ മങ്ങിയ ലൈറ്റ്. അതായിരുന്നു അന്നത്തെ കണ്ണൂർ. 1990-ലെ കണ്ണൂരാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അതേസമയം കണ്ണൂരും കോഴിക്കോടും ഈ സൗഹൃദങ്ങളുടെ ഒരു ക്യാപിറ്റലാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ക്യാപിറ്റൽ തിരുവനന്തപുരം എന്ന് പറയാമെങ്കിലും ഫ്രണ്ട്ഷിപ്പിൻ്റെ ക്യാപിറ്റൽ കോഴിക്കോടാണ് യഥാർത്ഥത്തിൽ. കണ്ണൂരും ആ ഒരു ഗണത്തിൽപ്പെടുന്ന സ്ഥലമാണ്. നമ്മൾ ചെന്ന് ഏതാനും മാസങ്ങൾക്കോ ആഴ്ചകൾക്കോ നമുക്കവിടെ ചങ്ങാതിമാരാവും, നമുക്കവിടെ ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ കോഴിക്കോടും കണ്ണൂരും ഒക്കെ. അപ്പോൾ കണ്ണൂരിലെ ബ്യൂറോയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പോൾ ആ സമയം എന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്രശേഖർ VP സിംഗ് മാറി, ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായി, യശ്വന്ത് സിൻഹ ഫിനാൻസ് മിനിസ്റ്ററായി. ഈ യശ്വന്ത് സിൻഹയെ പിൽക്കാലത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ജാർഖണ്ഡിൽ ഹസാരിബാഗ് മണ്ഡലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ വീട്ടിൽ നിന്ന് ആഴ്ചയിലൊരിക്കലോ അല്ലെ രണ്ടാഴ്ചയിലൊരിക്കലോ ഒക്കെ അപ്പോൾ വീട്ടിൽ പോവുള്ളൂ, ഓഫ് ഡേയിൽ പോകും. അപ്പോൾ വീട്ടിൽ എന്ന് പറയുന്ന അച്ഛൻ കെ എൻ പൊന്നപ്പൻ, അദ്ദേഹം പീഡബ്ല്യൂഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്തതാണ്. അമ്മ ഹൈസ്കൂൾ ടീച്ചറായിരുന്നു, ഹിന്ദി അധ്യാപികയായിരുന്നു. അപ്പോൾ കൊല്ലത്ത് മുണ്ടയ്ക്കലാണ് നമ്മുടെ യഥാർത്ഥ വീട്. നമ്മുടെ അപ്പൂപ്പനും അമ്മാമ്മ എന്ന് നേരത്തെ പറഞ്ഞത് AH സൻ എന്ന് പറയും. അദ്ദേഹം കാർത്തികപ്പള്ളിക്കാരനാണ്. എന്ന് വെച്ചാൽ ആ അർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ ഓണാട്ടുകാരക്കാരനാണെന്നും പറയാം. അപ്പൂപ്പൻ കാർത്തികപ്പള്ളിക്കാരൻ. കാർത്തികപ്പള്ളി താലൂക്കും മാവേലിക്കര താലൂക്കും ഒക്കെ ചേരുന്നതാണ് ഈ ഓണാട്ടുകരയെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഹരിപ്പാട് MLA ആയിരുന്നു 2-3 തവണ, പിന്നെ മന്ത്രിയൊക്കെ ആയിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്താണ്, അതേസമയം അമ്മാമ്മയുടെ നാട് തിരുവനന്തപുരത്താണ്. അപ്പം നമ്മൾ ഓണാട്ടുകരക്കാരനെന്ന് പറയാം, തിരുവനന്തപുരംകാരനെന്ന് പറയാം, അച്ഛൻ്റെ വീട് കൊല്ലമായതുകൊണ്ട് കൊല്ലംകാരനെന്ന് പറയാം, അങ്ങനെ എന്തും പറയാം. അപ്പോൾ ഈ കണ്ണൂർ ബ്യൂറോയിൽ, അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞ് കണ്ണൂർ ബ്യൂറോയിലോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ സാറിന് റിപ്പോർട്ടിങ്, നമ്മളൊരു ട്രെയിനിയാണല്ലോ. അപ്പോൾ ഒരു വർഷത്തോളം ഞാനവിടെ ഉണ്ടായിരുന്നു. കാരണം അതിൽ ഒരു വർഷമൊന്നും ആരും അങ്ങനെ നിൽക്കുന്നതല്ല, 3-4 മാസമൊക്കെ കഴിയുമ്പോൾ ട്രാൻസ്ഫർ വരും. ഒരു വർഷം കഴിയാറായപ്പോൾ ഒരു കാര്യം കേട്ടു. അതായത് തളിപ്പറമ്പിനടുത്ത് ചുഴലി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അവിടെ കുടിയേറ്റ കർഷകരുടെ വലിയ മേഖലയാണ് ഈ കണ്ണൂരൊക്കെ. അവിടെ ഒരു മാവിലേരി എന്ന് പറയുന്ന ഒരു തോട്ടത്തിൽ ജർമ്മനിയിൽ നിന്ന് വന്ന ഒരു മലയാളി സ്ത്രീ, അവരുടെ പേര് ആനി ദേവസി, അവർ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നു, അവരോട് ഒറ്റയ്ക്ക് താമസിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ കേട്ടു. അപ്പോൾ അതൊരു ഫീച്ചറിന് പറ്റിയതാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അത് നമ്മൾ കോട്ടയത്ത് അത് അറിയിച്ചു. അപ്പോൾ എനിക്ക് വേണ്ടി ഫോട്ടോ എടുക്കാനായിട്ട് നാരായണൻ എന്ന് പറയും, നാരായണേട്ടൻ, അജിതയുടെയൊക്കെ ജയിലിൽ പോയി അജിതയുടെ പടമൊക്കെ എടുത്തിട്ടുള്ള വളരെ പ്രശസ്തനായ, പിന്നീട് അദ്ദേഹം പിക്ചർ എഡിറ്ററായി. ആദ്യം എനിക്ക് വേണ്ടി പടം എടുക്കാൻ വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി മാവിലേരി തോട്ടത്തിൽ പോവുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് അത് ഒരു സ്ത്രീ വന്ന് ഒറ്റയ്ക്ക് തോട്ടം നോക്കുന്നു എന്നുള്ളതല്ല, അതിനേക്കും വലിയ സ്റ്റോറിയാണ്. അവരുടെ ഭർത്താവ് സെബാസ്റ്റ്യൻ ദേവസ്യ, അദ്ദേഹം ജർമ്മനിയിലെ ഹോൾബോട്ടിലാണ് താമസം. അദ്ദേഹം പുതിയ ലോകക്രമം, അതായത് ന്യൂ വേൾഡ് ഓർഡർ ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിൽ അവർ വലിയ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ആളാണ്. ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ കൺസ്യൂമറിസവും ചൂഷണവും ഒക്കെ കുറഞ്ഞ ഒരു ലോകമാണ് ന്യൂ വേൾഡ് ഓർഡർ. അപ്പോൾ അദ്ദേഹത്തിന് രാജീവ് ഗാന്ധിയുമായിട്ട് കാര്യമായ ബന്ധമുണ്ട്. അന്ന് രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ അല്ല, രാജീവ് ഗാന്ധി അധികാരം ഒഴിഞ്ഞ് VP സിംഗ് ആയി, പിന്നെ ചന്ദ്രശേഖറായി. ആ ഒരു കാലഘട്ടമാണ്. രാജീവ് ഗാന്ധിയായിട്ട് ഇദ്ദേഹത്തിൻ്റെ കത്തിടപാടുണ്ട്, പരിചയമുണ്ട്, പോയി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. രാജീവ് ഗാന്ധി അദ്ദേഹത്തിന് എഴുതിയ കത്തുകളൊക്കെ കാണിച്ചു. അങ്ങനെ ഒരു സ്റ്റോറി, ഒരു ഫീച്ചർ കൊടുത്തു. അത് മനോരമയിൽ കവർ സ്റ്റോറി ആയിട്ട് വന്നു. എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആദ്യത്തെ ബ്രേക്കാണത്. മനോരമയിൽ സൺഡേ കവർ സ്റ്റോറി എന്ന് മാത്രമല്ല, അതിന് ബൈലൈനും ഉണ്ട്. അപ്പോൾ ട്രെയിനീസിന് സാറിന് ബൈലൈൻ കൊടുക്കാറില്ല, ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞിട്ടേ അവരുടെ പേര് പത്രത്തിൽ കൊടുക്കുകയുള്ളൂ. ഇത് അതിന് വിപരീതമായിട്ട് എൻ്റെ പേരുമൊക്കെ വെച്ചിട്ടാണ് ആ സൺഡേ കവർ സ്റ്റോറി വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കോട്ടയത്തേക്ക് ട്രാൻസ്ഫറായി. അപ്പോൾ ഈ കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ ഒരു കാര്യം പറയണം. 1991 രാജീവ് ഗാന്ധി വധം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ കോട്ടയത്തേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ കണ്ണൂരിൽ വെച്ചിട്ടാണ് രാജീവ് ഗാന്ധിയുടെ അസാസിനേഷൻ വാർത്ത കേൾക്കുന്നത്. നമ്മൾ രാത്രി ലോഡ്ജിലിരിക്കുമ്പോഴത്തേക്ക് ആണ് അറിയുന്നത് ഇങ്ങനെ രാജീവ് ഗാന്ധി ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. ഈ 91 കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കരമായ രാഷ്ട്രീയ. അപ്പോൾ അത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞു, നരസിംഹറാവു പ്രൈം മിനിസ്റ്ററായി. പത്രങ്ങൾ ഭയങ്കരമായിട്ട് സ്റ്റാഗ്നേറ്റ് ചെയ്യുന്ന ഒരു കാലമായിരുന്നു 1985 ശേഷം. ഇത് ഒരു 5 വർഷക്കാലം. മനോരമയ്ക്ക് അന്ന് 6.5 ലക്ഷം സർക്കുലേഷൻ, ചിലപ്പോൾ അതിൻ്റെ താഴെ പോവും, 6.35, ചിലപ്പോൾ കുറച്ച് മുകളിൽ പോവും, 6.70 പോവും. ബാക്കി എല്ലാ പത്രങ്ങളും ഇങ്ങനെ അവരുടേതായ സർക്കുലേഷനിൽ സ്റ്റാഗ്നേറ്റ് ചെയ്യുക, അവരങ്ങോട്ട് വളരുന്നില്ല. അതിന് മാറ്റം വന്നത് 90കളുടെ തുടക്കത്തിലാണ്. 90കളുടെ തുടക്കത്തിൽ എല്ലാ പത്രങ്ങൾക്കും, പ്രത്യേകിച്ച് മനോരമയ്ക്ക് വൻ കുതിപ്പുണ്ടാക്കി. അത് 10 ലക്ഷത്തിലേക്ക് 1 മില്യൺ എന്ന ടാർഗറ്റിലോട്ട് എത്താൻ സഹായിച്ചത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, കുവൈറ്റ് വാർ വന്നു, അത് ഗംഭീരമായിട്ട് കവർ ചെയ്തു ഗ്രാഫിക്കും ഒക്കെ വെച്ചിട്ട്. പിന്നെ രാഷ്ട്രീയ അസ്ഥിരതയുണ്ടായിരുന്നു കാര്യമായിട്ട്. ദേശീയ രാഷ്ട്രീയം വളരെ കലങ്ങി മറിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അത് എൻ്റെ കവറേജ് മറ്റേത് പത്രങ്ങളെക്കാളും ഗംഭീരമായിട്ട് മനോരമ കൊടുത്തു. അങ്ങനെ വളരെ, അപ്പോൾ പ്രധാന ന്യൂസ് ബ്രേക്കുകൾ ഉണ്ടാകുമ്പോൾ അത് ഗംഭീരമായിട്ട് നിരവധി പേജുകൾ വെച്ച് കവർ ചെയ്യുക, ലേഖകന്മാരെ അങ്ങോട്ടൊക്കെ അയച്ച്, ഫോട്ടോഗ്രാഫറെ അങ്ങോട്ട് അയച്ച് കവർ ചെയ്യുക എന്നൊരു സമ്പ്രദായം ആ കാലത്താണ് തുടങ്ങിയത്. ഞാനന്ന് ഡെസ്കിലാണ്.
അപ്പോൾ ട്രെയിനി ആകുമ്പോഴത്തേക്ക് നമുക്ക് ലോക്കൽ പേജുകളൊക്കെയാണ് ചെയ്യുന്നത്. തിരുവനന്തപുരത്തിൻ്റെ പേജുണ്ട്, കൊല്ലത്തിൻ്റെ പേജുണ്ട്, അങ്ങനെ പല ലോക്കൽ പേജുകളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തിൻ്റെ പേജ് VST എന്ന് പറയുന്ന പേജ് എനിക്ക് സ്ഥിരമായിട്ട് ചെയ്യാൻ ഒരു നിയോഗം ഉണ്ടായി. 2.5 വർഷത്തോളം അത് നല്ല രീതിയിൽ ചെയ്തു. ചുമ്മാർ സാറ് അന്ന് ഇവിടെ റെസിഡൻ്റ് എടുത്ത ചുമ്മാർ സാറിനൊക്കെ വലിയ അപ്രീസിയേഷനായിരുന്നു. അപ്പോൾ ആ കാലം ഈ മനോരമയുടെ ഈ ഒരു വളർച്ചയിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു. അതായത് അന്ന് ഡെസ്കിലാണ് നമ്മളെങ്കിലും ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറികളൊക്കെ എഴുതുന്നതിന് നമ്മളുമുണ്ട്. നമ്മളും അതിൻ്റെ വൺ ഓഫ് ദി റൈറ്റേഴ്സായി മാറി. പിന്നെ അന്ന് ആ കാലത്ത് ഡയാന ഒരു ആക്സിഡൻറ്റിൽ മരിക്കുന്നു. അപ്പം എന്നെ ഉൾപ്പെടെ അപ്പോൾ വിളിച്ചു വരുത്തുവാണ്. രാവിലെ ഒരു 9:30 ആയപ്പം വിളിച്ചു വരുത്തി. രാവിലെ ഡെസ്കിൽ വന്നിട്ട് പിന്നെ രാത്രിയാണ് പോകുന്നത്. നിരവധി സ്റ്റോറി. അപ്പോൾ അത് ഞാൻ മാത്രമല്ല, ഒരു ടീമുണ്ട്. അപ്പോൾ അന്ന് 4-6 പേജ് നിറച്ച് മനോരമ ഈ ഡയന ഫീച്ചറുകളും സ്റ്റോറികളും ഒക്കെ കൊടുത്തു, പടങ്ങളും ഒക്കെ കൊടുത്തു. അത് വലിയ സംഭവമായി, ഡയനയുടെ മരണം. അത് കഴിഞ്ഞ് പിന്നീടുള്ള ദിവസങ്ങളിലും. അപ്പോഴത്തേക്ക് ഞാനൊരു വിദേശകാര്യ വിദഗ്ധനായിട്ടൊക്കെ മാറിയിരുന്നു. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ 1971 പത്രം വായിക്കുന്നത്. അതിവിടെ തിരുവനന്തപുരത്ത് സെയിൻറ്റ് റോക്സ് കോൺവെൻറ്റിൽ 4ാം ക്ലാസ് വരെ ആൺകുട്ടികൾക്കും പഠിക്കാം. അങ്ങനെ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ വാർ നടക്കുന്നത്, 1971 ബംഗ്ലാദേശ് യുദ്ധം. അപ്പോൾ ആ സമയത്താണ് നമ്മൾ പത്രം വായിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ പത്രം എന്താണെന്ന് കാണുന്നത് ഒക്കെ ആ കാലത്താണ്. അപ്പോൾ അത് അപ്പോൾ യുദ്ധം വാർത്തകൾ വായിച്ച് തുടങ്ങി. അത് വന്നത് കാരണം നമുക്ക് എപ്പോഴും വിദേശകാര്യത്തിലും സ്ട്രാറ്റജിക് അഫയേഴ്സിലും ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിദേശകാര്യ വിദഗ്ധനായി. ആദ്യം പാകിസ്ഥാനാണ് കൂടുതലും നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. പിന്നെ മറ്റ് അങ്ങനെ ഇരുന്നപ്പോൾ 1996 ബേനസീർ ഭൂട്ടോയെ പുറത്താക്കി അധികാരത്തിൽ നിന്ന്. പട്ടാളം ഭരണം പിടിച്ചെടുക്കുന്നു. അത് മനോരമയിൽ 2 ഫുൾ പേജ് ഫീച്ചറുകളും ഒക്കെ ആയിട്ട് ഞാനാണത് ഏറ്റവും കൂടുതൽ സ്റ്റോറികൾ, എൻ്റെ അഭിനന്ദന കത്തുമൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. ലീഡ് സ്റ്റോറി, 1ാം പേജിലുള്ള ചില ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറികൾ, അകത്തെ മിക്കവാറുമുള്ള ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറികളൊക്കെ, ലീഡർ എഡിറ്റോറിയലും ഒരു പ്രധാന ലേഖനവും ഒഴിച്ച് ബാക്കി മുഴുവൻ ഞാനാണ് ചെയ്തത്. അപ്പോൾ അതൊരു വലിയ ഒരു അപ്രീസിയേഷൻ ഉണ്ടാക്കിയ, ഡെസ്കിൽ ഒരു വലിയ അപ്രീസിയേഷൻ ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു ഈ ബേനസീർ ഭൂട്ടോയുടെ ആ ഒരു അധികാര ഭ്രഷ്ടയാക്കൽ. സ്വയം മുൻകൈയെടുത്തെന്നല്ല, ഏറ്റവും കൂടുതൽ സ്റ്റോറികൾ ചെയ്ത് അതിൻ്റെ കവറേജ് ഗംഭീരമാക്കിയതിൽ. അപ്പോൾ അതെനിക്ക് ശരിക്കും ഒരു വലിയ ബ്രേക്കായി മാറുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഡെസ്ക് ചീഫായി. തിരുവനന്തപുരത്തിൻ്റെ 1ാം പേജും ജനറൽ പേജും ഒക്കെ ചെയ്യുന്ന അന്നത്തെ കാലത്ത് ആ ഒരു പഴയ കാലഘട്ടം പറയേണ്ടി വന്നു. ഇന്നിപ്പോൾ പത്രങ്ങളെല്ലാം കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്, പേജുകൾ ചെയ്യുന്നത്. അന്നത്തെ കാലത്ത് ഡെസ്ക് ചീഫ് ഒരു ഹോഷൂ ടേബിൾ എന്ന് പറയുന്ന ഒരു ഷേപ്പിലുള്ള ഒരു ടേബിളിൻ്റെ നടുക്കിരിക്കുന്നു. എന്നിട്ട് ചുറ്റിലും സബ് എഡിറ്റർമാരിരിക്കുന്നു. അവർ മാറ്റർ സബ് ചെയ്ത് തരുന്നു. എന്നിട്ട് ഈ മാറ്റർ നമ്മൾ കമ്പോസ് ചെയ്യാൻ വിടുന്നു. എന്നിട്ട് അത് ബ്രോമൈഡാക്കി അത് പത്രത്തെ പേജിൽ ഒട്ടിക്കുന്നു. പിന്നെ അതിൻ്റെ പ്ലേറ്റ് എടുക്കുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ രീതികൾ. ഇപ്പോൾ ഇന്നിപ്പോൾ എല്ലാം കമ്പ്യൂട്ടറിലാണ്. അപ്പോൾ അന്ന് നമ്മൾ കൊച്ചിയുടെയും തിരുവനന്തപുരത്തിൻ്റെയും പാലക്കാടിൻ്റെയൊക്കെ ഡെസ്ക് ചീഫായി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ വരുന്നത്. തിരുവനന്തപുരത്തേക്ക് ഞാൻ ട്രാൻസ്ഫറായി വരുന്നത് 1998 98 പറയുമ്പോഴത്തേക്ക് അതൊരു ആ മില്ലേനിയത്തിൻ്റെ അവസാനത്തെ വർഷങ്ങളായി. ടെക്നോ പാർക്ക് തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. മില്ലേനിയത്തിൻ്റെ അവസാനം എന്ന് മാത്രമല്ല, ഈ നൂറ്റാണ്ടിൻ്റെ തന്നെ അവസാനമാണ്. അപ്പോൾ ആ 2 വർഷം ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ വളരെ വലിയ സീനിയർ പത്രപ്രവർത്തകരൊക്കെ ഉണ്ട്. റൂമിൽ ശേഖരൻ നായർ, മനോരമയിൽ ജോൺ മുണ്ടക്കയം, ചുമാർ സാറിൻ്റെ കാലം കഴിഞ്ഞിരുന്നു. പിന്നെ ഹിന്ദുവിൽ ഗൗരിദാസ് നായർ, കേരളമുദിലാണെങ്കിൽ KG പരമേശ്വരൻ നായർ, അന്ന് മുരുകനും MM സുബൈർ അന്ന് ബ്യൂറോയിലുണ്ട്. പിന്നെ UNIയിൽ സുരേഷുണ്ട്, പുലി, PTIയിൽ മുരളി ഉണ്ട്, PS രാജേഷ് ഒക്കെ കേരളമുദിയിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ 98 വരുന്നത്. അപ്പോൾ എനിക്ക് ഒരു വലിയ അത്ഭുതം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, 98 ഞാനിവിടെ വന്ന് പത്രപ്രവർത്തനത്തിൽ റിപ്പോർട്ടിങ്ങിൽ നമ്മൾ തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ എന്നെ ആദ്യമേ തന്നെ മനോരമയിൽ നിന്ന് അസംബ്ലി റിപ്പോർട്ടിങ്ങിനും K കരുണാകരനെ ഇൻ്റർവ്യൂ ചെയ്യാനും അന്ന് നായനാർ മുഖ്യമന്ത്രി നായനാരെ ഇൻ്റർവ്യൂ ചെയ്യാനും ഒക്കെ ആയിട്ട് വിട്ടിട്ടുണ്ട്. ഈ പത്രപ്രവർത്തക ലോകം ഞാൻ ഈ പറഞ്ഞ അവരും അതിൽ വേറെയും പേരുകളുണ്ട്. അവരൊക്കെ എനിക്ക് വളരെ അകമഴിഞ്ഞ പിന്തുണയാണ് തന്നത്. അതുകൊണ്ട് എന്നെ അവരിലൊരാളായിട്ട് അംഗീകരിച്ചു. അവരുടെ ഒരു സുഹൃത്തായിട്ട് ഞാൻ മാറി. അവരുടെ എല്ലാ സഹായവും നമ്മളിപ്പോൾ ക്യാബിനറ്റ് റിപ്പോർട്ട് ചെയ്യുക, അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ക്യാബിനറ്റ് റിപ്പോർട്ട് ചെയ്യാനൊക്കെ പോകുന്നത്. നമ്മൾ പരസ്പരം വാർത്തകൾ ഷെയർ ചെയ്യുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് എനിക്ക് വളരെ വലിയൊരു സ്വീകരണമാണ് കിട്ടിയത്. അതായത് അങ്ങനെ ഒരു വരുത്തരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. അത് കൊച്ചിയും അങ്ങനെയാണ്. വരുത്തർക്കാണ് വില, അല്ലാതെ അവിടെ ജനിച്ച് വളർന്നവർക്ക് എന്നുള്ളതിനേക്കാളും പുറത്തുനിന്ന് വരുന്നവർക്കാണ് അവിടെ വില. അപ്പം നമ്മൾ
തിരുവനന്തപുരത്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് വലിയൊരു സ്വീകരണം, പ്രസ് ക്ലബ്ബിൽ ഉടനെ മെമ്പറായി. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് വളരെ പെട്ടെന്ന് തിരുവനന്തപുരത്തെ മുഖ്യധാരയിൽ ഒരു ജേർണലിസ്റ്റായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതെനിക്ക് വളരെ, ഞാനിന്നിപ്പോൾ നന്ദിപൂർവ്വം ഓർക്കുന്ന ഒരു കാര്യമാണ്. തിരുവനന്തപുരത്ത് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്. അത് ആ കാലത്ത് ഈ ശിവദാസ് മേനോനാണ് ഫിനാൻസ് മിനിസ്റ്റർ. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ എനിക്ക് ഫിനാൻസ്, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഇൻഡസ്ട്രീസ്, ബിസിനസ്, ഫൈനാൻസ് അതൊക്കെ അറിയാം. അപ്പോൾ ഞാൻ ധനകാര്യ സ്റ്റോറികളൊക്കെ ചിലതൊക്കെ ചെയ്തു. ആദ്യം ചില എക്സൈസ് സ്റ്റോറികളൊക്കെ ചെയ്തു. ധനകാര്യ സ്റ്റോറികൾ ചെയ്യാൻ തുടങ്ങി. അന്ന് വൻ സാമ്പത്തിക പ്രതിസന്ധിയുള്ള കാലമാണ്. അപ്പോൾ ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലാവും കൂടെ. അപ്പോൾ അത് ട്രഷറി പൂട്ടിയിടേണ്ട സ്ഥിതി തന്നെ വരും. പക്ഷേ അന്ന് ആ കാലത്ത് ട്രഷറി അങ്ങനെ റിസർവ് ബാങ്ക് പൂട്ടിയിടാൻ പറഞ്ഞിട്ടില്ല, അതുവരെ എത്തിച്ചിട്ടില്ല. എന്തായാലും സ്ഥിരമായിട്ട് ഓവർ ഡ്രാഫ്റ്റിലാവുക, പിന്നെ ഓവർ ഡ്രാഫ്റ്റ് തിരിച്ചടയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള വൈസ് ആൻഡ് മീൻസ് അഡ്വാൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് തിരിച്ചടയ്ക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടമാണത്. അപ്പോൾ ധനകാര്യ സ്റ്റോറികൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് കണ്ടിട്ട് എന്നോട് 1999 ബജറ്റിന് മുമ്പൊരു പരമ്പര എഴുതാൻ പറഞ്ഞു, ധനകാര്യ സ്ഥിതിയെക്കുറിച്ച്, ഈ പ്രതിസന്ധിയെക്കുറിച്ച്. അങ്ങനെ ബജറ്റിന് മുമ്പ് എന്നും പറഞ്ഞ് ഞാനൊരു 3 പാർട്ട് പരമ്പര എഴുതി. അതോടുകൂടി നമ്മൾ ഒരു ധനകാര്യ വിദഗ്ധൻ എന്നുള്ള നിലയിൽ എസ്റ്റാബ്ലിഷ്ഡായി. അപ്പോൾ ആ കാലത്ത് ശിവദാസ് മേനോൻ ധനകാര്യമന്ത്രി, ഇന്നത്തെ KM എബ്രഹാം അന്ന് ഫിനാൻസ് റിസോഴ്സ് സെക്രട്ടറി, പിന്നീട് CAG ആയി മാറിയ വിനോദ് റായ് ആണ് അന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി ഫിനാൻസ്. വിനോദ് റായിയെക്കുറിച്ച് അറിയാമല്ലോ. അദ്ദേഹം പിന്നീട് CAG ആയതും 2G സ്കാമിനെ കുറിച്ച് റിപ്പോർട്ട് എഴുതിയതുമൊക്കെ. അത് വിനോദ് റായ് ഈ കഥയിൽ പിന്നീട് വരുന്നുണ്ട്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബ്രേക്ക് തന്നത് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ്, ഈ വിനോദ് റായിയും ഈ KM എബ്രഹാം. അപ്പോൾ കൂടെ നമ്മൾ ഫിനാൻസ് മിനിസ്റ്ററെ കാണാനൊക്കെ പോവും. അദ്ദേഹം ഒരു പഴയ കാർന്നോരെ പോലാണ് സംസാരിക്കുന്നത്, ശിവദാസ് മേനോൻ. പഴയ കഥകളൊക്കെ പറയും. അതായത് ഞാൻ പണ്ട് കോഴിക്കോട് സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് പഠിച്ചത്, ഇംഗ്ലീഷ് മീഡിയത്തിൽ. പിന്നെ 6 ഷർട്ട് മാത്രമേ ഞാൻ ഇടാറുള്ളൂ. പിന്നെ മകളുടെ കല്യാണത്തിന് 500 കാറിൽ കൂടുതൽ വന്നു. ഇങ്ങനെയൊക്കെയാണ് പുള്ളി സംസാരിക്കുന്നത്. ഒരു പഴയ തറവാട്ട് കാർന്നവർ ഇങ്ങനെ ഇരുന്ന് കുറച്ച് പൊങ്ങച്ചമൊക്കെ പറയുന്ന മാതിരി കേൾക്കാനൊക്കെ രസമാണ്. അപ്പോൾ അതുമൊക്കെ നമ്മൾ ഫൈനാൻസ് ഒന്നും അദ്ദേഹം അങ്ങനെയൊന്നും പറയത്തില്ല, അതൊക്കെ ചെയ്യുന്നത് ഉദ്യോഗസ്ഥരാണ്. അത് പിന്നീടും പല ഫൈനാൻസ് മിനിസ്റ്റർമാരുടെ കാര്യത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് K. ശങ്കരനാരായണൻ കാര്യമന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഫൈനാൻസ് ഒന്നും വലിയ പിടിപാടൊന്നും ഇല്ല. പക്ഷേ അദ്ദേഹം ഉദ്യോഗസ്ഥരെ ഒരു ഫ്രീ ഹാൻഡ് കൊടുക്കും, അവരാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഫൈനാൻസ് മിനിസ്റ്റർ K. ശങ്കരനാരായണനെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. അതായത് അന്ന് വൻ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു. KM എബ്രഹാം ഫിനാൻസ് റിസോഴ്സ് സെക്രട്ടറി. അപ്പോൾ ധനകാര്യ പ്രതിസന്ധിയിൽ ഒരു IAS ഓഫീസർ ഒരു PF ലോണിന് അപേക്ഷിച്ചാൽ, ഒരു PF ലോണിന് അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ശമ്പളം മാത്രമേ ഉള്ളൂ, കാശ് അത്യാവശ്യം എന്ന് വരുമ്പോഴാണ് ആൾക്കാർ PFന് അപേക്ഷിക്കുന്നത്. കാശ് മേടിക്കുന്നയാളാണെങ്കിൽ PF ലോണിന് അപേക്ഷിക്കേണ്ട ഒരു ആവശ്യവുമില്ല, എന്നാൽ പോലും കിട്ടത്തില്ല. അങ്ങനത്തെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റിസോഴ്സ് സെക്രട്ടറിയോടൊക്കെ ഭയങ്കര വിരോധമാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഇലക്ഷൻ വന്നു. 2001 ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് UDF ഗവൺമെൻറ് വന്നു. AK ആൻ്റണി മുഖ്യമന്ത്രിയായി. AK ആൻ്റണി ആയപ്പോൾ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് വന്നത് K. ശങ്കരനാരായണൻ. അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അദ്ദേഹം ചെയ്തതാണോ അതോ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ട് ചെയ്തതാണോ? അന്ന് ബീവറേജ് ഷോപ്പുകൾ ലേലം ചെയ്ത് കൊടുക്കുന്ന സമ്പ്രദായമായിരുന്നു. ലേലം ചെയ്ത് പ്രൈവറ്റ് പാർട്ടികളാണ് നടത്തുന്നത്. സ്വകാര്യ അബ്കാരി മുതലാളിമാരാണ് മദ്യഷാപ്പുകൾ നടത്തുന്നത്. അദ്ദേഹം അത് നാഷണലൈസ് ചെയ്തു. എന്ന് വെച്ചാൽ ബീവറേജ് കോർപ്പറേഷൻ ഉണ്ടാക്കിയിട്ട് ഇനി മുതൽ ബീവറേജ് കോർപ്പറേഷൻ്റെ ഷോപ്പുകളിൽ കൂടി മാത്രമേ മദ്യവിൽപ്പനയുള്ളൂ എന്ന് ആക്കി. അങ്ങനെ ഗവൺമെൻറ് ഈ മദ്യവിൽപ്പന ഏറ്റെടുത്തപ്പോഴത്തേക്ക് ഗവൺമെൻറ്റിന് വരുമാനം കൂടാൻ തുടങ്ങി. ആ സമയം മുതലാണ് ഗവൺമെൻറ്റിന് വരുമാനം കൂടാൻ തുടങ്ങിയത്. എന്ന് മാത്രമല്ല, അദ്ദേഹം മദ്യത്തിന് അതിഭയങ്കര നികുതി കൊണ്ടുവരികയും ചെയ്തു. ഇന്നിപ്പം മദ്യത്തിന് 250% നികുതിയുണ്ട്. അദ്ദേഹം 100% കൊണ്ടുവന്നു, പിന്നെ അത് 150ആയി, അങ്ങനെ കൂടിപ്പോയി. അതായത് മദ്യത്തിന് അമിത നികുതി ചുമത്തി ആ വരുമാനം ഗവൺമെൻറ്റിന് വലിയൊരു വരുമാനമാക്കി മാറ്റാം എന്ന് തെളിയിച്ചത് ഈ K. ശങ്കരനാരായണനാണ്.
അത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ അത് വേറെ വിഷയം. പക്ഷേ അപ്പോഴത്തേക്ക് ആദ്യത്തെ വർഷമൊക്കെ സാമ്പത്തിക പ്രതിസന്ധി കുറേ മാറി, പണം വരാൻ തുടങ്ങി. ബിവറേജ് ഷോപ്പുകളിൽ നിന്നും ഈ നികുതി വർധനയിൽ നിന്നും സാമ്പത്തിക സ്ഥിതി മാറിയപ്പോഴത്തേക്ക് ഈ പ്രതിപക്ഷം വന്ന് LDF ആണല്ലോ പ്രതിപക്ഷത്തുള്ളവരെല്ലാം KM എബ്രഹാമിനെതിരെ തിരിഞ്ഞു. കണ്ടോ, നേരത്തെ ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധി എന്നാണ് പറയുക. ഇയാൾ ഒറ്റ ഒരുത്തനാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയത്. ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഒന്നുമില്ലായിരുന്നു. മനഃപൂർവ്വം LDF ഗവൺമെൻറ്റിനെ കരുതേച്ച് കാണിക്കാനും ജനങ്ങളെ എതിരാക്കാനും UDFന് അധികാരം കിട്ടാനും വേണ്ടിയിട്ട് ചെയ്ത വേലയാണെന്നൊക്കെ അന്നൊക്കെ ആരോപണം ഉണ്ടായി. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അതൊന്നുമല്ല, ഇതാണ് എൻ്റെ സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലത്ത് ഈ UDF ഗവൺമെൻറ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള കാലത്ത്, LDF ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്ത് ഒരു ദിവസം KM എബ്രഹാം എന്നോട് പറഞ്ഞു, ഒന്ന് കാണാൻ വരണം, പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ഒന്ന് കാണാൻ വരണമെന്ന് പറഞ്ഞു. ഞാനതെന്തിനാ? അപ്പോൾ ഞാൻ കാണാൻ ചെല്ലുന്നു. എൻ്റെ ആദ്യത്തെ ഒരു വലിയ ബ്രേക്കാണിത്. കാണാൻ ചെല്ലുന്നു. അപ്പോൾ KM എബ്രഹാം ഉണ്ട്, വിനോദ് റായ് എന്ന് പറയുന്ന പിൽക്കാലത്ത് CAG ആയി മാറിയ അദ്ദേഹം. വിനോദ് റായ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, കേരളത്തെ ADB ദത്തെടുക്കാൻ പോവുകയാണ്. ADB ഈസ് ഗോയിങ് ടു അഡോപ്റ്റ് കേരള. 3000 കോടി ലോൺ കിട്ടും. അത് പലവിധ വികസന പദ്ധതികൾക്കായിട്ട്, റോഡിനും ആശുപത്രിക്കും സ്കൂളിനും പല വികസന പദ്ധതികൾക്കായിട്ട് വിനിയോഗിക്കും. അതിൻ്റെ പ്രോജക്റ്റുകളെല്ലാം നമ്മൾ സമർപ്പിച്ചു. ആ പ്രോജക്റ്റുകളെല്ലാം അവർ അംഗീകരിച്ചു. ഇനി എഗ്രിമെൻ്റ് ഒപ്പിടൽ മാത്രമേ ബാക്കിയുള്ളൂ. എഗ്രിമെൻ്റ് ഒപ്പിട്ടാൽ പല ട്രാൻഷകളായിട്ട് എന്ന് വെച്ചാൽ പല ഗഡുക്കളായിട്ട് പണം വരും. അങ്ങനെ ഞാൻ ഈ സ്റ്റോറി കൊടുക്കുന്നു. പിറ്റേന്ന് ഇപ്പോൾ സോഴ്സൊക്കെ പറയാം, അന്ന് സോഴ്സ് പറയാൻ പാടില്ലല്ലോ. ഇപ്പോൾ 35 വർഷം കഴിച്ച സ്ഥിതിക്ക് 25 വർഷം കഴിച്ച സ്ഥിതിക്ക് സോഴ്സൊക്കെ പറയാം. അത് മനോരമയുടെ പിറ്റേന്നത്തെ ലീഡ് സ്റ്റോറി ആയിരുന്നു, 1-ാം പേജിലും. അതൊരു വലിയ ഭൂകമ്പമാണ് സൃഷ്ടിച്ചത്. അപ്പോൾ LDF ഗവൺമെൻറ് തന്നെ ഇരിക്കുന്നതുകൊണ്ട് അധികം ഒന്നും മിണ്ടാൻ വയ്യ. അവർക്ക് ഒരുപാട് വിമർശനമൊക്കെ ഉണ്ടായി. ADBയുടെ ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ്. UDF ഗവൺമെൻറ് വന്നപ്പോഴത്തേക്ക് ADB ലോണിനെതിരെ അതിഭീകരമായ എതിർപ്പാണ് ഉണ്ടായത്. VS ആണ് അതിൻ്റെ മുന്നിൽ നിന്നത്. അപ്പോൾ എൻ്റെ സ്റ്റോറിയെ തുടർന്നുള്ള പ്രകമ്പനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ ADB ലോൺ വാങ്ങി നടപ്പാക്കുന്നവരെ തെരുവിലൂടെ കയ്യാമം വെച്ച് നടത്തിക്കും എന്നുവരെ അന്ന് VS പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത്ര ഭയങ്കര എതിർപ്പുമൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ UDF ഗവൺമെൻറ്റായിട്ട് പോലും അവർക്ക് വലിയ താല്പര്യമില്ലാതായി. പിന്നെ ആദ്യം ഒരു 600 കോടിയുടെ ഒരു ട്രാൻഷേ കിട്ടി, രണ്ടാമതൊരു ട്രാൻഷേ കിട്ടി 800 കോടിയോ മറ്റോ. അങ്ങനെ ഇത് ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ ആശുപത്രികളുടെ നവീകരണത്തിനോ സ്കൂളുകളുടെ നവീകരണത്തിനോ ഒക്കെ ഉപയോഗിക്കാതെ ആദ്യത്തെ കിട്ടിയ പണം ഉപയോഗിച്ചത് സെക്രട്ടേറിയറ്റിലെ നവീകരണത്തിനും കമ്പ്യൂട്ടറൈസേഷനും, എല്ലാ ജില്ലകളിലെയും കലക്ട്രേറ്റുകളുടെ നവീകരണത്തിനും കമ്പ്യൂട്ടറൈസേഷനും, പുതിയ മോഡേൺ ഓഫീസ് ഉണ്ടാക്കുന്നതിനും AC ആക്കുന്നതിനും ഒക്കെയാണ് അത് ഉപയോഗിച്ചത്. അതൊരു വളരെ തെറ്റായ ഒരു തീരുമാനമായിരുന്നു. ജനങ്ങൾക്ക് അനുഭവത്തിൽ വന്നിരുന്നെങ്കിൽ ADB ലോൺ കൊള്ളാതെ വേണ്ടതാണെന്ന് ജനത്തിന് തോന്നിയേനെ. അങ്ങനൊരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടായില്ല. അവസാനം ഈ 3000 കോടി കിട്ടിയില്ല. പല പദ്ധതികളും പറഞ്ഞതുപോലെ നടപ്പാകാതെ വന്നപ്പോഴത്തേക്ക് അത് നടപ്പാകാതെ ഒരു 1500 കോടിയേ കിട്ടിയുള്ളൂ. അങ്ങനെ ADB ലോൺ അവസാനം MGP മോഡേണൈസേഷൻ ഗവൺമെൻറ് പ്രോഗ്രാം അത് നടപ്പാകാതെ പോയി. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ബ്രേക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വേറെ വലിയ ബ്രേക്കുണ്ടായി. ആ കാലത്ത് ഞാനപ്പോൾ പൂർണ്ണമായിട്ടൊരു ബിസിനസ് ആൻഡ് ഫൈനാൻസ് ബീറ്റിലോട്ട് വന്നിട്ടില്ല. മറ്റ് ബീറ്റ് രാഷ്ട്രീയം ചെയ്യുന്നുണ്ട്, അസംബ്ലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അസംബ്ലിയെക്കുറിച്ച് ഞാൻ പറയാം. ആ കാലത്ത് വേറൊരു ലോ ആൻഡ് ഓർഡറും ചെയ്തിരുന്നു. അപ്പോൾ ലോ ആൻഡ് ഓർഡർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ പത്രങ്ങളിലൊക്കെ ഒരു പേജ് തന്നെയുണ്ട്. രാത്രി TV ചാനലുകളിൽ ഈ ഒരു പ്രോഗ്രാം തന്നെയുണ്ട് രാത്രി 10 മണിക്കും 10:30ക്കും ഒക്കെ ക്രൈം വാർത്തകൾക്കായിട്ട്. അന്ന് അങ്ങനെയൊന്നുമില്ല. എന്നാലും ഈ കേരളത്തെ മൊത്തം ബാധിക്കുന്ന വാർത്തകളൊക്കെയാണ് തിരുവനന്തപുരത്ത് നിന്ന് ക്രൈം സ്റ്റോറീസ് വരുന്നത്. അന്ന് ദൂരദർശൻ ഉണ്ടായിരുന്നു, ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നു. വലിയ ഇപ്പോഴത്തെ ഈ പുതിയ ചാനലുകളൊന്നും ആയിട്ടില്ല. അന്ന് പത്രങ്ങളുടെ ഒരു സർക്കുലേഷൻ കൂടിയതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഒരു ചെറിയ കാര്യം കൂടി പറയാനുണ്ട്. ഈ 90s മധ്യം ആയപ്പോഴത്തേക്ക് ഏഷ്യാനെറ്റും ഒക്കെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേര് പറഞ്ഞു, TV ചാനലൊക്കെ വന്നു, ഇനിയിപ്പം രക്ഷയില്ല, പത്രങ്ങളുടെ പ്രചാരം കുറയുമെന്ന് പറഞ്ഞു. അതിന് പകരം പത്രങ്ങളുടെ പ്രചാരം കൂടുകയാണ് ചെയ്തത്. അതിൻ്റെ ഒരു കാരണം ഈ TV ചാനലുകൾ വന്നതാണ്. TV ചാനലുകളിൽ വരുന്ന വാർത്തകൾ ആളുകൾ കാണുകയും അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന താല്പര്യം ഉണ്ടാകുകയും ചെയ്തു. അതായത് ആളുകളുടെ വാർത്തയ്ക്ക് വേണ്ടിയുള്ള ആ ആപ്പിറ്റൈറ്റിനെ
വർദ്ധിപ്പിക്കുകയാണ്. വാർത്തയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ വിശപ്പിന് കൂട്ടുകയാണ് ഈ ചാനലുകൾ ചെയ്തത്. ചാനലിലൊരു 8 സെക്കൻഡ് 10 സെക്കൻഡോ 20 സെക്കൻഡ് നേരത്തേക്ക് ഒരു വാർത്ത കണ്ടുപോയി, നാളെ അതിനെക്കുറിച്ച് കൂടുതൽ പത്രം നോക്കിയാൽ, മനോരമ നോക്കിയാൽ, മാതൃഭൂമി അല്ലെങ്കിൽ കേരളകൗമുദി നോക്കിയാലൊക്കെ നമുക്ക് കൂടുതൽ അറിയാമല്ലോ എന്ന ചിന്ത വന്നതുകൊണ്ടാണ് പത്രങ്ങളുടെ പ്രചാരണം ആ കാലത്ത് കൂടിയത്. ഇത് പലർക്കും അറിയാത്ത ഒരു വസ്തുതയാണത്. പലരും വിചാരിക്കുന്നത് ടി വി ചാനൽ വന്നപ്പോഴത്തേക്ക് പത്രങ്ങളുടെ പ്രചാരം കുറഞ്ഞു എന്നൊക്കെയാണ്. പത്രങ്ങളുടെ പ്രചാരം കുറയാൻ തുടങ്ങിയത് 2016 ശേഷമാണ്. 2016 ആദ്യം ഡീമോണിറ്റൈസേഷൻ സംഭവിച്ചു. ഡീമോണിറ്റൈസേഷൻ സംഭവിച്ചപ്പോൾ ഒരേ ആൾ തന്നെ 2-3 പത്രം വാങ്ങുന്ന രീതിയൊക്കെ ഉണ്ടായി. വീട്ടിൽ 2 പത്രം, ഒരു മനോരമയും മാതൃഭൂമിയും അല്ലെങ്കിൽ ഒരു കേരളകൗമുദിയും മാതൃഭൂമിയും കിടന്നോട്ടെ, അല്ലെങ്കിൽ ഓഫീസിൽ വേറൊരു പത്രം, ഇങ്ങനെയൊക്കെയുള്ള രീതികളൊക്കെ ഉണ്ടായിരുന്നു. ഡിമോണിറ്റൈസേഷൻ വന്ന് വരുമാനം ഒരുപാട് ഒക്കെ കുറയുകയും മറ്റും ചെയ്തപ്പോഴത്തേക്ക്, പ്രത്യേകിച്ചും അനധികൃത വരുമാനമൊക്കെ കുറഞ്ഞപ്പോഴത്തേക്ക്, ആളുകൾ ചിലവ് ചുരുക്കിയപ്പോഴത്തേക്ക്, ഒരു പത്രം മാത്രമാക്കിയപ്പോഴത്തേക്ക്, ഈ അല്ലെങ്കിൽ പത്രം വാങ്ങുന്നത് തന്നെ നിർത്തിയപ്പോഴത്തേക്ക് അതിൽ തുടങ്ങിയതാണ്. അപ്പോഴത്തേക്ക് പിന്നെ ഡിജിറ്റൽ ലോകമായി, പിന്നെ സോഷ്യൽ മീഡിയയായി, മൊബൈൽ ഫോണിൽ നിന്ന് ആർക്കും നോക്കാൻ നേരമില്ലാതായി, എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോണായി, യൂട്യൂബും വീഡിയോകളും കണ്ടുകൊണ്ടിരിക്കുന്നതായി, ഫേസ്ബുക്കായി. അത് പിന്നെ ഡിജിറ്റൽ ലോകം വന്നപ്പോഴത്തേക്ക് പിന്നെ പത്രങ്ങൾ താഴാൻ തുടങ്ങി. പക്ഷേ ഈ ചാനലുകൾ വന്നപ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ പത്രങ്ങളുടെ സർക്കുലേഷൻ കൂടുകയാണ് ചെയ്തത് ആദ്യകാലത്ത്. ആ കാലത്ത് ഇപ്പം ഞാൻ പറഞ്ഞില്ലല്ലോ, ലോ ആൻഡ് ഓർഡർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ദിവസം ഇൻ്റലിജൻസ് IG ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹമായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോയി. നമ്മൾ രജിസ്റ്ററിൽ ഒപ്പിട്ട്, പോലീസ് ആസ്ഥാനത്ത് രജിസ്റ്ററിൽ ഒപ്പിട്ട് പേരുമൊക്കെ എഴുതി നമ്മൾ അകത്തോട്ട് കയറി ചെല്ലുകയാണ്. അപ്പോൾ അത് അൺമാർക്ക്ഡ് ബിൽഡിംഗ് ഉണ്ട് അവിടെ. ഇൻ്റലിജൻസ് ആസ്ഥാനം ബോർഡൊന്നും വെച്ചിട്ടില്ല, PHQ മാത്രമേ ഉള്ളൂ. അവിടെ വേറൊരു ബിൽഡിങ്, അതിനകത്താണ് ഈ ഇൻ്റലിജൻസ് IG ഇരിക്കുന്നത്. അവിടെ ചെന്നു അദ്ദേഹം ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് എടുത്ത് എന്നെ കാണിച്ചു. ആ റിപ്പോർട്ടിൽ നിന്നെല്ലാം കുറിച്ചെടുത്തു. റിപ്പോർട്ട് കയ്യിൽ തന്ന് വിടുകയില്ല, ഇൻ്റലിജൻസ് റിപ്പോർട്ടാണല്ലോ. അപ്പോൾ എല്ലാം കുറിച്ചെടുത്ത് വിശദമായിട്ടൊക്കെ സംസാരിച്ചു. ക്രമസമാധാന നില തകരുന്നതിനെ കുറിച്ചിട്ടാണ്. ഇത് 2001 LDF ഗവൺമെൻറ് അധികാരം ഒഴിയുന്നതിന് മുമ്പാണ്. അപ്പോൾ ക്രമസമാധാന നിലയിൽ ലോ ആൻഡ് ഓർഡറിൽ കാര്യമായ കുഴപ്പമുണ്ടായിരുന്നു, മൊത്തത്തിലൊരു ലോലെസ്നെസ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഈ റിപ്പോർട്ട്. അപ്പോൾ അത് നമ്മൾ വാർത്ത കൊടുക്കുന്നു. അത് 1-ാം പേജിൽ അത് ലീഡ് വാർത്തയായിട്ട് വരുന്നു. അപ്പോൾ അത് വേറൊരു വലിയ ബ്രേക്കായിരുന്നു കേട്ടോ. അത് വന്നപ്പോഴത്തേക്ക് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഗവൺമെൻറ്റിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ഈ ക്രമസമാധാന നില തകരുന്നു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി നായനാർക്കാണ് ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ആഭ്യന്തരമന്ത്രി, അദ്ദേഹവും കൂടാണ്. DGP ആയിരുന്നത് BS ശാസ്ത്രി. BS ശാസ്ത്രിയെ ഉടനെ മാറ്റി. അന്നും P ശശിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. BS ശാസ്ത്രിയെ ഉടനെ മാറ്റിയിട്ട് PR ചന്ദ്രൻ എന്നൊരാളെ, അദ്ദേഹം DGP റാങ്കിലുള്ളയാളാണ്, അദ്ദേഹം ലോ ആൻഡ് ഓർഡർ DGP ആക്കി. BS ശാസ്ത്രിയെ ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിലോട്ട് മാറ്റി. അപ്പോൾ PR ചന്ദ്രൻ DGP ആയിട്ടിരുന്നു. അത് കഴിഞ്ഞ് ഇലക്ഷനൊക്കെ വന്നു. കുറേ കാലം കഴിഞ്ഞിട്ട് ഈ PR ചന്ദ്രനെ ഞാനൊരു DGPയെ മാറ്റുന്ന കാര്യത്തിൽ വേറൊരാളെ നിയമിക്കുന്നതിലും അങ്ങനെ ഒരു സ്റ്റോറിക്ക് നിമിത്തമായി. കുറേ കാലം കഴിഞ്ഞൊരു പാർട്ടിയിൽ വെച്ച് റിട്ടയറൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഈ PR ചന്ദ്രനെ കാണുന്നു. ഞാൻ പരിചയപ്പെട്ടു. അപ്പോഴാണ് പരിചയപ്പെടുന്നത് പോലും. പരിചയപ്പെട്ടു, അദ്ദേഹമായിട്ട് സംസാരിച്ച് പോയി. സാറ് പണ്ട് DGP ആയതിന് ഞാനൊരു നിമിത്തമായിട്ടുണ്ട്, ഞാനാണ് ആ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ലീക്ക് അത് നിങ്ങളായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിച്ചു. എന്തൊക്കെ പറഞ്ഞു, തമാശയൊക്കെ പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പലരും നിമിത്തങ്ങളായിട്ടുണ്ട്, പല കാര്യങ്ങൾക്കും പലരും നിമിത്തങ്ങളായിട്ടുണ്ട് എന്നൊക്കെ പുള്ളി പറഞ്ഞു. അപ്പോൾ അത് ആ കാലത്തൊരു വേറൊരു വലിയ ബ്രേക്കായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ അസംബ്ലി റിപ്പോർട്ടിങ്ങിലും പോകുന്നുണ്ട്. അസംബ്ലി റിപ്പോർട്ടിങ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ അത് വസ്തു പറഞ്ഞൊരു പ്രിവിലേജ് മാതിരിയാണ്. ക്യാബിനറ്റ് റിപ്പോർട്ടിങ്ങും അസംബ്ലിയിൽ പോകാൻ പറ്റുന്നതും. എനിക്കെപ്പോഴും മിക്കവാറും ഉണ്ടായിരുന്നത് 0 hour ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്കഷൻ ആയിരിക്കും. ക്വസ്റ്റ്യൻ ആൻസർ വളരെ കുറച്ചേ വരാറുള്ളൂ. ഈ 0 hour ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്ന സമയം. 0 hour ആകുമ്പോഴത്തേക്ക് അടിയന്തര പ്രമേയം കാണും. അടിയന്തര പ്രമേയത്തിൻ്റെ പുറത്ത് വൻ ബഹളം. അത് കാണുന്നത് തന്നെ ഒരു വലിയ എൻ്റർടൈൻമെൻറ്റാണ്. അത് പിറ്റേന്നത്തെ വലിയൊരു വാർത്ത അതായിരിക്കും. നിയമസഭാ അവലോകനം എഴുതുന്ന പണിയും ഇടയ്ക്ക് വെച്ച്, ചുമ്മാർ സാർ എഴുതിക്കൊണ്ടിരുന്ന കോളം എഴുതുന്ന ആ ജോലിയും ഇടയ്ക്ക് വെച്ച് കുറച്ച് കാലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ ബഹളം കാരണം
9:30 മുതൽ 10:30 വരെയാണ് 0 അവർ. 1 മണിക്കൂർ നടക്കേണ്ട 0 അവർ മിക്കവാറും തീരുന്നത് 2-3 മണിക്കൂർ കഴിച്ചിട്ടായിരിക്കും. ഇടയ്ക്ക് വെച്ച് അസംബ്ലി നിർത്തിവെക്കലും ഒക്കെ കാണും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സബ്മിഷനും പിന്നെ ശ്രദ്ധ ക്ഷണിക്കൽ, സബ്മിഷൻ. ശ്രദ്ധ ക്ഷണിക്കൽ 2 ശ്രദ്ധ ക്ഷണിക്കൽ, സബ്മിഷൻ കുറച്ചേ ആകാവുന്നൊക്കെയാണ്. സബ്മിഷനുകളുടെ എണ്ണം 20, 25, 30, 40 ഒക്കെ ആയി പോവുമായിരുന്നു. ആ കാലത്തൊരു കാര്യം പറയണം. ഞാൻ സ്പീക്കർമാർ പലരും വന്നിട്ടുണ്ട്. ഞാൻ തുടങ്ങുമ്പോഴത്തേക്ക് എം വിജയകുമാറാണ് സ്പീക്കർ, LDF ഗവൺമെൻറ്റിൻ്റെ കാലം, നയനാർ മുഖ്യമന്ത്രി. അദ്ദേഹം നല്ല സ്പീക്കറായിരുന്നു. അത് കഴിഞ്ഞ് വക്കം പുരുഷോത്തമൻ സ്പീക്കറായിട്ട് വന്നു, UDFൻ്റെ കാലം. UDF ആൻ്റണി മുഖ്യമന്ത്രി, 2005 വരെ വക്കം സ്പീക്കർ. അത് കഴിഞ്ഞ് ആൻ്റണി മാറി, ഉമ്മൻചാണ്ടി വന്നപ്പോഴത്തേക്ക് വക്കം മാറി എക്സൈസ് ആൻഡ് ഫിനാൻസിലോട്ട് മാറി. അപ്പോൾ ധനകാര്യമന്ത്രി മാറി. പിന്നീട് 2006 VS വന്നു. അപ്പോൾ തോമസ് ഐസക്ക് ധനകാര്യമന്ത്രിയായി. അങ്ങനെ അപ്പോൾ പല ധനകാര്യമന്ത്രിമാരുടെ പ്രകടനം കാണുന്നതിന്, അടുത്തു നിന്ന് കാണുന്നതിന് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. ബജറ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഈ അസംബ്ലിയിൽ ഈ പല കണ്ട സ്പീക്കർമാരിൽ ഏറ്റവും എഫിഷ്യൻ്റായിട്ടുള്ള ആരാണെന്ന് ചോദിച്ചാൽ ഒരു മടിയും ഇല്ലാതെ പറയാൻ പറ്റും. ഞാൻ മാത്രമല്ല, വേറെയും പല സീനിയർ പത്രപ്രവർത്തകരും പറഞ്ഞിട്ടുള്ളതാണ്, വക്കം പുരുഷോത്തമനാണ് ഏറ്റവും മികച്ച സ്പീക്കർ. 1:30 അസംബ്ലി അവസാനിപ്പിച്ചിരിക്കും. അദ്ദേഹം ഒരു ടഫ് ടാസ്ക് മാസ്റ്ററാണ്. അത് അദ്ദേഹം ശ്രദ്ധ ക്ഷണിക്കൽ 2 അല്ലെങ്കിൽ 1, സബ്മിഷൻ 5 കൊടുക്കൂ. അത് വളരെ വേഗം മറുപടി പറയണം. അത് വളരെ ശരിയായ കാര്യമാണ്. ഈ ശ്രദ്ധ ക്ഷണിക്കൽ അല്ലെങ്കിൽ സബ്മിഷൻ്റെ ഒരു സാമാന്യ സ്വഭാവം ഞാൻ പറഞ്ഞു തരാം. അതായത് വെറുതെ മണ്ഡലത്തിലുള്ള ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു അഭ്യാസ പ്രകടനം മാത്രമാണിത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇരിങ്ങാലക്കുട MLA പറയുന്നു, ഇരിങ്ങാലക്കുട കേന്ദ്രമാക്കി ഒരു താലൂക്ക് രൂപീകരിക്കണം, ഇരിങ്ങാലക്കുട താലൂക്ക് വേണം എന്ന് ആവശ്യപ്പെടുന്നു. സബ്മിഷനാണ്. അപ്പോൾ മന്ത്രി മാണി അതിന് മറുപടി പറയാനായിട്ട് അടിക്കുന്നു സബ്മിഷന്. ഓരോ സബ്മിഷനും അതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രിമാരാണ് മറുപടി പറയുന്നത്. മാണി സാറ് അതിന് മറുപടി പറയുന്നത് എങ്ങനെയാണെന്നറിയോ? സാർ, ഇരിങ്ങാലക്കുട വളരെ മഹത്തായ ഒരു സ്ഥലമാണ്. അവിടെയാണ് സാർ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം. പിന്നെ ഇരിങ്ങാലക്കുട ഇന്നസെൻ്റ് അങ്ങനെയൊക്കെയുള്ള കുറേ പേരുകളൊക്കെ പറയും. ഇവരൊക്കെ ഇരിങ്ങാലക്കുടക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് ഇരിങ്ങാലക്കുടയൊക്കെ പൊക്കി അങ്ങ് കുറേ സംസാരിക്കുന്നു. എന്നിട്ട് അവസാനം ഇങ്ങനെയൊക്കെയാണെങ്കിൽ സാർ ഇപ്പോൾ ഗവൺമെൻറ്റിന് ഇരിങ്ങാലക്കുടയിൽ ഒരു താലൂക്ക് അനുവദിക്കാൻ ഗവൺമെൻറ്റിൻ്റെ സ്ഥലസ്ഥിതി അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ ഉറപ്പ് തരികയാണ്, കൂടുതൽ താലൂക്കുകൾ അനുവദിക്കുന്ന ഒരു നയം ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ ആദ്യത്തെ പരിഗണന ഇരിങ്ങാലക്കുടയായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അത് ഉന്നയിച്ച MLAക്ക് ഭയങ്കര സന്തോഷം. താലൂക്ക് നടന്നു ഇല്ല, അടുത്ത കാലത്തേക്കും പിന്നീട് അത് നടന്നിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ ഇരിങ്ങാലക്കുട താലൂക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അത് നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇങ്ങനെയാണ് ഓരോന്നിനും ഇങ്ങനെ ഒരു ഡെഫിനറ്റീവ് അല്ലാത്ത ഒരു മറുപടി കൊടുക്കുന്നു. വക്കം ഒക്കെ ഇരിക്കുമ്പോഴത്തേക്ക്, മന്ത്രിയായിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു വരിയിലൊക്കെ മറുപടി പറഞ്ഞു കളയും. പുള്ളിക്ക് ഈ സൂചിപ്പിക്കൽ പരിപാടിയൊന്നുമില്ല. ഒരു വരിയിലൊക്കെ പുള്ളി മറുപടി പറയും. നടക്കത്തില്ല എന്ന് തന്നെ വക്കം അറുത്ത് കുറിച്ച് പറയും. അതുകൊണ്ടാണ് പലർക്കും അദ്ദേഹത്തെ ഇഷ്ടമില്ലാത്തത്. അപ്പോൾ ഈ ശ്രദ്ധ ക്ഷണിക്കൽ സബ്മിഷനിലൊക്കെ എൻ്റെയൊക്കെ ഒരു രീതി ഇതാണ്. അപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞ് നമ്മൾ സബ്മിഷനുകളുണ്ടെങ്കിൽ ഒത്തിരി സബ്മിഷനുകൾ എഴുതി നമ്മുടെ കൈയൊടി. അന്നത്തെ കാലത്ത് പാഡിൽ പേന കൊണ്ട് എഴുതുകയാണ്. അപ്പം നമ്മളത് ഷെയർ ചെയ്യും. അത് കമ്പ്യൂട്ടർ വന്നതിന് ശേഷമാണ് ഷെയറിങ്ങും ഒക്കെ, ഇമെയിലും എല്ലാം ഉണ്ടല്ലോ. അപ്പം നമ്മൾ കുറേ സബ്മിഷൻ എഴുതി, നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്രയും സബ്മിഷൻ ഞാൻ എഴുതാം, ഇത്രയും സബ്മിഷൻ സുബൈർ എഴുതും, അത്രയും സബ്മിഷൻ ശേഖരേട്ടൻ എഴുതും, ശേഖരൻ നായർ. എന്നിട്ട് ഇവിടുന്ന് എഴുതി അങ്ങോട്ട് അയച്ചു തരും, അവിടെ നിന്ന് എഴുതി ഇങ്ങോട്ട് അയച്ചു തരും. ഇല്ലെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഒരു അസംബ്ലി റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു രീതിയായിരുന്നു. അതിന് വേറെ പല സംഗതികളുണ്ട്. അവരുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിരുന്ന് കാപ്പി കുടിക്കുക, അവരുമായിട്ട് സൗഹൃദം, അവരുമായിട്ട് MLAമാരും ഒക്കെ ആയിട്ട് സൗഹൃദം. അന്ന് VD സതീശനും ഒക്കെ ഉണ്ട്. ഇന്ന് പിന്നീട് പിൽക്കാലത്ത് വലിയ കക്ഷികളായിട്ട് മാറിയ പലരെയും പരിചയപ്പെടുന്നത് തന്നെ അവിടെ വച്ചിട്ടാണ്. അന്ന് തങ്കച്ചൻ MLA ആയിരുന്ന UDF കൺവീനറായിരുന്ന PP തങ്കച്ചനുണ്ട് പെരുമ്പാവൂർ മണ്ഡലത്തിൽ നിന്ന്. CPMൻ്റെ ഒരു MLA ഉണ്ടായിരുന്നല്ലോ ആ കാലത്ത്, തങ്കച്ചനെ തോൽപ്പിച്ച് വന്ന ഒരു MLA ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പം ഇല്ല, ഇപ്പോൾ മാറി. എൽദോസിന് മുമ്പ് വേറൊരു ഒരു ദിവസം ഈ തങ്കച്ചൻ അവിടെ MLA അല്ലാതിരുന്നിട്ടും അവിടെ കാപ്പി കുടിക്കാനൊക്കെ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റിലും കുറേ പേര് കൂടി. അപ്പോൾ അവിടുത്തെ അന്നത്തെ MLA നോക്കിയിട്ട് പറയണം, എടാ വേറൊരു MLA PC ജോർജ് ആണെന്ന് തോന്നുന്നു പറയുന്നത്, എടാ നന്ദി വേണം എടാ
നന്ദി. ഇദ്ദേഹം സ്ഥാനാർത്ഥിയായതുകൊണ്ടാണ് നീ അവിടെ ജയിക്കുന്നത്. അദ്ദേഹത്തിന് നന്ദി പറയണം, കാപ്പി മേടിച്ചു കൊടു. അതാ. അപ്പോൾ ഇത് തിരിക്കാലിക്കൂടെ ഈ തങ്കച്ചനിൽ തോപ്പിച്ച ആൾ അദ്ദേഹത്തിന് കാപ്പിയൊക്കെ മേടിച്ചു കൊടുത്ത് സൽക്കരിച്ചൊക്കെ വിടുകയാണ്. ഇനിയും വന്ന് നിൽക്കണം, എനിക്ക് ജയിക്കാം എന്നുള്ള രീതിയിലായിരിക്കും. അങ്ങനെയൊക്കെയുള്ള വളരെ രസകരമായ ഒരു കാര്യങ്ങളുടെ ഒരു വേദി. ഏറ്റവും മികച്ച ഫിനാൻസ് മിനിസ്റ്ററായിട്ട് വക്കം 1.5 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും വക്കം വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, ഫൈനാൻസ് നല്ല രീതിയിൽ കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കഴിവുകൾ അദ്ദേഹം ഒരു ഉരുക്കു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കഴിവുകൾ നമ്മൾ ഒട്ടും കുറച്ച് കാണാൻ പറ്റത്തില്ല. ശങ്കരനാരായണൻ ഒട്ടും മോശമല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലൊക്കെ കുറവാണെങ്കിലും അദ്ദേഹം ഫിനാൻസൊക്കെ നല്ല ഉദ്യോഗസ്ഥർക്കൊക്കെ ഒരു ഫ്രീ ഹാൻഡ് കൊടുത്ത് കൊണ്ടുപോകുമായിരുന്നു. തോമസ് ഐസക്കിൻ്റെ ആദ്യത്തെ ടേം നല്ല രീതിയിൽ തന്നെയാണ് പോയത്, അത് അധികം സാമ്പത്തിക പ്രതിസന്ധിയൊന്നുമില്ലാതെ. പിന്നീട് രണ്ടാമത്തെ ടേമിലൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു ഫോക്കസും ഇല്ലാത്ത രീതിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ അസംബ്ലി റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ആ രീതിയിൽ ഒരു വലിയ അനുഭവമാണ്. അവിടെ വച്ചിട്ട് കൊടുക്കാൻ ഫയൽ ചെയ്തതിന് ശേഷം വേണ്ടെന്ന് വെപ്പിച്ച ഒരു വാർത്ത ഈ അസംബ്ലിയിൽ പോകുമ്പോൾ ഉണ്ടായി. സുശീല ഗോപാലൻ വ്യവസായ മന്ത്രി. അപ്പോൾ സുശീല ഗോപാലൻ അസംബ്ലിയിലൊക്കെ വരുന്നുണ്ട്, അവരെ പരിചയമുണ്ട്. അപ്പോൾ വ്യവസായ നയത്തിൻ്റെ കരട് ശരിയായി. വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിട്ട് സംസാരിക്കും, എൻ്റെ ഡ്രാഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം ആ ഡ്രാഫ്റ്റിൻ്റെ കോപ്പി എടുത്ത് എനിക്കിങ്ങ് തന്നു. എനിക്ക് തന്നെ അത്ഭുതമായി. ഞാൻ വിചാരിച്ചു കുറിച്ചെടുക്കാൻ പോയിൻറ്റ്സൊക്കെ പറഞ്ഞ് തരത്തേ ഉള്ളെന്നാണ് വിചാരിച്ചത്. അദ്ദേഹം ആ ഡ്രാഫ്റ്റിൻ്റെ കോപ്പി എൻ്റെ കയ്യിൽ തന്നു. ഞാൻ സുഖമായിട്ട് കൊണ്ടുപോയിരുന്നത് സ്റ്റോറി ഫയൽ ചെയ്തു, വ്യവസായ നയം. അപ്പോൾ എന്നിട്ട് ഞാനൊരു അബദ്ധം കാണിച്ചു. ഒന്ന്, ഈ വലിയ പരിചയമായിട്ടില്ലല്ലോ, ചില പോയിൻറ്റ്സൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് മന്ത്രിയെ തന്നെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ അത് എങ്ങനെ ചെയ്യൂ. അവർക്കിപ്പോൾ മനസ്സിലായി ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ കിട്ടി, അത് കിട്ടി എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഈ നയത്തിൻ്റെ നയം, ഒരു വ്യവസായ നയമായാലും ശരി, IT നയമായാലും ശരി, എന്ത് നയമായാലും ശരി, അത് അസംബ്ലിയിൽ വെക്കണമെന്നാണ്. അസംബ്ലി സെഷൻ നടക്കുമ്പോൾ അത് പുറത്ത് വരാൻ പാടില്ല. അസംബ്ലിയിൽ ടേബിളിൽ വെക്കുക, എന്നിട്ടേ അത് പുറത്ത് പോകാവൂ. അപ്പോൾ അത് പിറ്റേന്ന് മനോരമയിൽ വരുമെന്ന് വന്നു പറഞ്ഞാൽ വലിയ പ്രശ്നമാവും. അപ്പോൾ ഇവർ അന്നത്തെ ചീഫ് എഡിറ്റർ മാത്തൂട്ടിച്ചായനെ വിളിച്ചു. അവരുമായിട്ട്, എൻ്റെ സ്ഥിതി അറിയാമല്ല, പാർട്ടിയിൽ ഇപ്പം തന്നെ ഞാൻ വളരെ പ്രതിസന്ധിയിലാണ്, ഈ അസംബ്ലിയിൽ വയ്ക്കേണ്ട ഈ ഡോക്യുമെൻ്റ് നാളെ മനോരമയിൽ വരും എന്നറിയുന്നത് വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്ഥിതി കൂടുതൽ ബുദ്ധിമുട്ടിലാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരി, അങ്ങനെ മാത്തൂട്ടിച്ചായൻ തോമസ് ജേക്കബിൻ്റെ അടുത്ത് കാര്യം പറയുന്നു. തോമസ് സാറ് വൈകിട്ട് എന്നെ വിളിക്കുന്നു. അത് കണ്ടു. അത് ഇങ്ങനെ മന്ത്രി ഇങ്ങനെ ചീഫ് എഡിറ്റർ വിളിച്ചിരുന്നു, അത് കൊടുക്കണമെന്ന് കിഷോറിന് നിർബന്ധമാണോ? ഞാൻ പറഞ്ഞു, വിളിച്ചിട്ട് അവർ ഇങ്ങനെ പ്രയാസം പറഞ്ഞെങ്കിൽ വേണ്ട, എന്നാൽ പിന്നെ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അത് സ്റ്റോറി കൊടുത്തില്ല. പിൽക്കാലത്ത് വേറൊരു പരമ്പര എഴുതിയിട്ട് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പിന്നീട് പറയാം. അപ്പോൾ അത് പിറ്റേന്ന് ആ വ്യവസായ നയം വന്നില്ല. സ്റ്റോറി നല്ല കാര്യം, അവരെ ബുദ്ധിമുട്ടിക്കണമെന്ന് അന്നും നമുക്ക് താല്പര്യമില്ല, ഇന്നും നമുക്ക് താല്പര്യമില്ല. അപ്പോൾ അതൊരു വലിയ ബ്രേക്കായിരുന്നു കേട്ടോ. അതായത് ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരു വലിയ വാർത്ത, നമ്മൾ വ്യവസായ നയം സ്കൂപ്പ് നമ്മൾ കൊടുത്തിട്ട് അത് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അത് ഇതിപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മുഴുവൻ പത്രപ്രവർത്തന ലോകത്തോടുമാണ് ഞാനീ പറയുന്നത്. എല്ലാ പത്ര ഓഫീസിലും എല്ലാ മീഡിയയിലും ചില വാർത്തകൾ ചിലപ്പം കൊടുക്കാൻ പറ്റില്ല. അതിന് പല കാരണങ്ങൾ കാണും. അത് ഒരുപക്ഷെ സമ്മർദ്ദമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. ഒരു സ്റ്റോറി പോയി എന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും മോങ്ങിക്കൊണ്ട് നടക്കുകയൊന്നും ചെയ്യരുത്. ഇന്ന് ഈ സ്റ്റോറി പോയാൽ നാളെ വേറൊരു സ്റ്റോറി, മറ്റന്നാൾ അതിലും വലിയ സ്റ്റോറി. അത്രയേ ഉള്ളൂ. അന്ന് എനിക്ക് വ്യവസായ നയം വന്നില്ലെങ്കിൽ അതിനുശേഷം ഞാൻ എത്രയോ നയങ്ങൾ ഞാൻ എക്സ്ക്ലൂസീവായിട്ട് കൊടുത്തിരിക്കുന്നു. എത്ര ഇപ്പോഴും എൻ്റെ എക്സ്ക്ലൂസീവ് സ്റ്റോറീസും മറ്റും വന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന് പോയാൽ വേറൊന്ന്, അത്രയേ ഉള്ളൂ. ഫോട്ടോഗ്രാഫർമാരും ഇത് ഓർക്കേണ്ട കാര്യമാണ്. ഇന്നിപ്പോൾ നിങ്ങളൊരു എടുത്തുകൊണ്ട് വന്ന ഒരു പടം പത്രത്തെ ഓഫീസിൽ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അത് ബഹളം വയ്ക്കേണ്ട യാതൊരു കാര്യവും. പലരും പല ജൂനിയേഴ്സും ഈ വസ്തുത അറിയാതെ പത്ര ഓഫീസിലൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് വഴക്കൊക്കെ ഉണ്ടാക്കും. എൻ്റെ സ്റ്റോറി കൊടുത്തില്ല, ആനയാണ് ചെയ്യാനെയാണ് വലിയ ഒരുപാട് പേരെടുത്ത് പരാതി പറഞ്ഞുകൊണ്ടൊക്കെ കിടക്കുക. കൊടുക്കാൻ പറ്റിയില്ല, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത് പറയേണ്ടത് ഇലക്ഷനുകളാണ്. ഞാൻ ഇലക്ഷനുകൾ, കേരളത്തിലെ പാർലമെൻറ്റ് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഇലക്ഷൻ സമയത്ത് കോളമൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെ. കേരളത്തിലെ മനോരമയിലെന്ന് മാത്രമല്ല, കേരളത്തിലെ പത്രപ്രവർത്തന ലോകത്ത് തന്നെ
മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ഇലക്ഷൻ റിപ്പോർട്ടിംഗ് ചെയ്യുന്നതിൽ ഞാനൊരു വെറ്ററനാണ്. 13 ഇലക്ഷനുകൾ അസംബ്ലിയും പാർലമെൻറ്റും ഞാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ആരും അങ്ങനെ ഒരു റെക്കോർഡില്ല. ബീഹാർ, തമിഴ്നാട്, UP, ബംഗാൾ, കർണാടക 5 സംസ്ഥാനങ്ങളിൽ, ഒരു പരിചയമില്ലാത്ത നാട്ടിൽ. ബീഹാറിൽ 4 തവണയും UPയിൽ 3 തവണയും പോയിട്ടുണ്ട്. ബംഗാളിലും കർണാടകയിലേക്ക് ഓരോ തവണ, തമിഴ്നാട്ടിൽ 3 തവണയോ മറ്റോ. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ എനിക്കുണ്ട്. അതിൻ്റെ തുടക്കം തമിഴ്നാട്ടിൽ നിന്നായിരുന്നു. അതായത് നമ്മുടെ കുറച്ച് ഹ്യൂബറസ് ആയിട്ടുള്ള സ്റ്റോറികളൊക്കെ എഴുതുന്നത് കണ്ടിട്ടായിരിക്കണം എന്നെ 1999 പാർലമെൻറ്റ് ഇലക്ഷൻ, അതായത് നമ്മുടെ വാജ്പേയി പ്രൈം മിനിസ്റ്ററായ ആ ഇലക്ഷനിൽ എന്നെ തമിഴ്നാട്ടിലോട്ട് വിട്ടു. അപ്പോൾ പല ഘട്ടങ്ങളായിട്ട് ഏകദേശം 2 മാസം കൊണ്ടാണ് ഇലക്ഷൻ നടക്കുന്നത്. ആദ്യ ഘട്ട ഇലക്ഷനൊക്കെ തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഞാൻ തമിഴ്നാട്ടിലൊരു ഫോട്ടോഗ്രാഫറുമായിട്ടൊക്കെ പോകുന്നത്, ചെന്നൈയിൽ ചെന്നു. ആദ്യമായിട്ടാണ് ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിന് പോകുന്നത്. അപ്പോൾ ഈ ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയണം. അതായത് നമ്മൾ മറ്റേ അന്യ സംസ്ഥാനത്ത് നമുക്ക് ഒരു പരിചയമില്ല. നമുക്ക് പ്രൈമറി സോഴ്സസ് ഇല്ല, സെക്കൻഡറി സോഴ്സസ് തന്നെയാണ് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അവിടുത്തെ ജേർണലിസ്റ്റുകളെ നമ്മൾ നേരത്തെ തന്നെ പരിചയപ്പെട്ട് വയ്ക്കുകയോ അവരുടെ ഫോൺ നമ്പറുകൾ സംഘടിപ്പിക്കുകയോ അവരെ നേരിട്ട് കാണുകയും സംസാരിക്കുകയൊക്കെ വേണം. പിന്നെ നമ്മൾ അവിടുത്തെ പത്രങ്ങൾ വായിക്കുകയും ആ സ്റ്റോറികളൊക്കെ നോക്കുകയൊക്കെ വേണം. അപ്പോൾ അവിടുത്തെ ഒരു ഇലക്ഷൻ പാറ്റേൺ, വോട്ടിംഗ് പാറ്റേൺ ഒക്കെ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ അത് ഫയലിൽ നിന്നൊക്കെ എടുത്ത് നോക്കണം. ഇന്നിപ്പോൾ അത് വേണ്ട, ഇന്നിപ്പോൾ നെറ്റിലെല്ലാം അവൈലബിൾ ആണ്. അതൊക്കെ നോക്കി ശരിക്കും സ്റ്റഡി ചെയ്തിട്ട് വേണം പോകാൻ. അല്ലാതെ നേരെ ട്രെയിനിലോ പ്ലെയിനിലോ കയറി അങ്ങ് പോവുകയല്ല വേണ്ടത്. അവിടെ ചെല്ലുന്നതിന് മുമ്പ് നമ്മൾ ഒരു ഏകദേശ രൂപം ഉണ്ടാക്കിയിട്ട് വേണം പോകാൻ. തമിഴ്നാട്ടിൽ ചെന്നിട്ട് ആദ്യം ഒരു ദിവസം നമ്മൾ ചിദംബരം അവിടെ വരുന്നുണ്ട്, ചിദംബരം അവിടെ ഇലക്ഷൻ പ്രചാരണത്തിൽ പങ്കെടുക്കുന്നു എന്ന് കേട്ടു. അപ്പോൾ ചിദംബരത്തിൻ്റെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് പോയി. ഞാൻ ഫോട്ടോഗ്രാഫറും ഉണ്ട്. ലണ്ടനിൽ പോയ ലണ്ടനിൽ പോയ ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ചിദംബരം അങ്ങനെ ഇങ്ങനെയൊന്നും ആർക്കും വഴങ്ങുന്ന ആളല്ല, ഒരു ഉദ്ദണ്ഡനാണ്. എന്ന് വെച്ചാൽ ഒരു സ്നോബായിൽ പോയതിൽ അത്ഭുതമൊന്നും പറയാനില്ല. അദ്ദേഹം സർ രാജ അണ്ണാമല ചെട്ടിയാരുടെ കൊച്ചുമകനാണ്. കാരൈക്കുടി ഈ ചെട്ടിനാട് കുടുംബക്കാരെന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പോലും കടം കൊടുത്തിരുന്നവരാണ്. അവർ കൊളംബോയിലും പിന്നെ സിംഗപ്പൂരിലും മലേഷ്യയിലും ഒക്കെ പോയി ചാക്കുമായിട്ട് പോയി പണം കടം കൊടുക്കുമായിരുന്നു. എന്നിട്ട് പലിശ വാങ്ങാനും പോകും. അങ്ങനെ അവർ ശ്രീലങ്കയിലും സിംഗപ്പൂരിലും മലേഷ്യയിലും പല രാജ്യങ്ങളിലും പണം കടം കൊടുക്കുകയും പലിശ വാങ്ങാൻ പോവുകയും സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നത് വഴി അവിടുന്ന് റെസിപ്പികളും അവിടുന്നുള്ള സ്പൈസസ്, സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ കൊണ്ടുവരുമായിരുന്നു. ചെട്ടിനാട് ക്യുസീൻ എന്നും പറഞ്ഞൊരു ക്യുസീൻ ഉണ്ടായത് ഇന്നിപ്പം നമ്മൾ എല്ലായിടത്തും ഉണ്ട്. ചിക്കൻ ചെട്ടിനാട് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ഹോട്ടലിലും കാണും. തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു ചെന്നൈയിൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് ചെട്ടിനാട് ക്യുസീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മട്ടൻ സൂക്ക എന്നൊക്കെ പറയുന്നത്, ആ ഒരു ക്വിസീൻ ഉണ്ടാകാൻ കാരണം ഈ കുടുംബമാണ്. ഈ കാരൈക്കുടിയിലുള്ള ഈ ചെട്ടിയാർമാരുടെ കുടുംബമാണ്. അപ്പോൾ അത്ര വലിയൊരു ധനിക കുടുംബത്തിൽ അണ്ണാമല ചെട്ടിയാരുടെ കൊച്ചുമകനാണ്. അപ്പോൾ അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനും ഒക്കെ പണം കൊടുത്തിരുന്നതിൻ്റെ അത് പരിഗണിച്ച് അദ്ദേഹം സർസ്ഥാനം കൊടുത്തു. പിന്നീട് ബ്രിട്ടീഷുകാർ പോകുന്നതിന് മുമ്പ് അവർക്ക് പൈസ തിരിച്ചു കൊടുക്കാനുണ്ട്. ആ കാശ് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അതിന് പകരം ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി കൊടുത്തു എന്നാണ് കഥ. അതാണ് അണ്ണാമല യൂണിവേഴ്സിറ്റി. അദ്ദേഹത്തിൻ്റെ കൊട്ടാരമൊക്കെ ഞാൻ പോയിട്ടുണ്ട്. വലിയൊരു ഭയങ്കര കൊട്ടാരമൊക്കെയാണ് ഈ ചിദംബരത്തിൻ്റെ കുടുംബം. ഇപ്പോൾ അദ്ദേഹം ചെന്നൈയിലാണ് താമസിക്കുന്നത്. അവിടെ ഒരു വലിയ ഏരിയയിൽ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. അവരുടെ ഇപ്പോൾ കാരൈക്കുടിയിലെ ഈ ചെട്ടിയാർ കുടുംബങ്ങളില്ല. അവരുടെ വലിയ പണമുണ്ട്, അവരെല്ലാം ചെന്നൈയിലേക്ക് മാറി. അപ്പോൾ ചിദംബരം എന്ന് പറഞ്ഞാൽ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നരസിംഹറാവു ക്യാബിനറ്റിൽ അദ്ദേഹം മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആയിരുന്നു. അത് കഴിഞ്ഞ് കുറേ മന്ത്രിസഭകൾ വന്നു. ഗുജറാളിൻ്റെ മന്ത്രിസഭ, അത് കഴിഞ്ഞ് ദേവഗൗഡ മന്ത്രിസഭ വന്നപ്പോൾ ഇദ്ദേഹം ഫൈനാൻസ് മിനിസ്റ്ററായി. ആദ്യമായിട്ട് ക്യാബിനറ്റ് മിനിസ്റ്റർ ഫൈനാൻസ് ആവുകയാണ് ചിദംബരത്തിൻ്റെയാണ് ഡ്രീം ബജറ്റ്, സ്വപ്ന ബജറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അത് ചിദംബരത്തിൻ്റെ ആയിരുന്നു. ഇത് 1997 ആ ബജറ്റ്. അതിലാണ് ഇൻകം ടാക്സ് റേറ്റുകളും 40% അതിൽ കൂടുതലൊക്കെ ഉണ്ടാകുന്ന ഇൻകം ടാക്സ് റേറ്റുകളൊക്കെ കുറച്ച് 30% കൊണ്ടുവന്നതും കോർപ്പറേറ്റ് ടാക്സുകൾ കുറച്ചതും ഒക്കെ ആ ബജറ്റിലാണ്. അതുകൊണ്ടാണ് അതിനെ സ്വപ്ന ബജറ്റ് എന്നൊക്കെ വിളിക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഇത് ഞാനീ പോകുന്നത് 99-ലാണ്. അപ്പോൾ അദ്ദേഹം ഈ ഡ്രീം ബജറ്റൊക്കെ അവതരിപ്പിച്ച് വലിയ താരമായിട്ടൊക്കെ നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ നമ്മൾ ചെന്ന് ഒരു ഇൻ്റർവ്യൂവിന് ചോദിച്ചു. സമയമൊന്നുമില്ല. പുള്ളി സ്നാപ്പ് ചെയ്തു, ഒരു രക്ഷയില്ല, സമയമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നേരെ സ്റ്റേജിലോട്ട് നടന്ന് കയറി അങ്ങ് പോയി. അപ്പം നമ്മളവിടെ സദസ്സിലിരിക്കുന്നുണ്ട്, ഒരു പബ്ലിക് മീറ്റിംഗാണ്, കുറേ കസേരയൊക്കെ കിട്ടിയിട്ടുണ്ട്, നമ്മളവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നമ്മളെ കാണാം. അങ്ങനെ മീറ്റിംഗൊക്കെ കഴിഞ്ഞ് പ്രസംഗമൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്ന് കാറിൽ കൂടാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ഒന്നുകൂടെ അപ്രോച്ച് ചെയ്തു. വീണ്ടും ഒന്ന് അപ്രോച്ച് ചെയ്ത് ഇങ്ങനെ ഒരു ഞാൻ മനോരമയിൽ നിന്ന് വന്നതാണ്, കേരളത്തിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് അലിഞ്ഞു. ഒന്ന് ഒരു അലിവ്. ഒരു കാര്യം ചെയ്യും, ഞാനിന്ന് വൈകിട്ട് മധുരയ്ക്ക് പോവുകയാണ് ട്രെയിനിൽ. മറ്റേ ശിവഗംഗയാണ് മണ്ഡലം, പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസി. മധുരയിൽ നിന്ന് പിന്നെയും പോകണം ശിവഗംഗയിലേക്ക്. അപ്പോൾ ഞാനിന്ന് വൈകിട്ടത്തെ ട്രെയിനിൽ പോവുകയാണ്. ഒരു കാര്യം ചെയ്യും, ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് കയറി. ഞാൻ ഈ ട്രെയിൻ വെല്ലൂരിൽ നിർത്തും, വെല്ലൂർ ടിക്കറ്റ് എടുത്താൽ മതി, നിങ്ങൾക്ക് വെല്ലൂരിൽ ഇറങ്ങി തിരിച്ച് ഇങ്ങനെ ചെന്നൈയിലോട്ട് തിരിച്ചു വരാം, അത് മതി. അപ്പോൾ നമുക്ക് ട്രെയിനിലിരുന്ന് ഇൻ്റർവ്യൂ ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ ഉടനെ പോയി ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ വൈകിട്ട് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. ട്രെയിനിൽ കയറി, ഒരു കൂപ്പയിൽ പടമൊക്കെ എടുക്കുന്നു, ട്രെയിനിനകത്തിരിക്കുന്ന പടമൊക്കെ എടുക്കുന്നു. കുടിക്കത്തണ്ണി ഇരിക്കാ എന്നൊക്കെ ചിദംബരം ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോഴത്തേക്ക് പുള്ളിക്ക് വലിയൊരു വൃന്ദമുണ്ട്, ഒരു ഭൃത്യന്മാരെല്ലാം ഉടനെ ഓടി കുടിക്കാനായിട്ട് വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് വെല്ലൂർ എത്തുന്നതിന് മുമ്പ് ട്രെയിൻ സ്ലോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മളൊരു 10-25 മിനിറ്റ് നേരം സംസാരിച്ചു, ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. പിന്നെ വെറുതെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ട്രെയിൻ സ്ലോ ചെയ്യുന്നു. അപ്പോൾ വെല്ലൂർ എത്തുന്നതിന് മുമ്പ് ഏതോ സ്റ്റേഷനിൽ നിർത്തുകയോ എന്തോ ആണെന്ന് തോന്നി. ട്രെയിൻ വളരെ അങ്ങ് സ്ലോ ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഞങ്ങൾ എന്താ പിന്നെ ഇവിടെ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു. ഇവിടെ ഇറങ്ങുക, ട്രെയിൻ നിർത്തിയില്ലല്ലോ. അവസാരമല്ലേ, ഞങ്ങൾ ചാടി ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാതുക്കലെത്തിയിട്ട് പ്ലാറ്റ്ഫോമിലോട്ട് ചാടി ഇറങ്ങി. ഞാനും ഇറങ്ങി, ഫോട്ടോഗ്രാഫറും ഇറങ്ങി. ചിദംബരം പുറകിൽ നിന്ന് കെയർഫുൾ എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഞങ്ങൾ ചാടി ഇറങ്ങി കൈ വീശി പോരുന്നു. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പണിയല്ലേ, ഇത് കേട്ടിട്ട് പോയി ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങല്ലേ. ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങുന്നതിനൊക്കെ ഒരു നാക്കുണ്ട്. അത് ട്രെയിൻ മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ ചാടണം, എന്നിട്ട് നിൽക്കരുത്, ട്രെയിനിൻ്റെ കൂടെ കുറച്ച് ദൂരം ഓടണം. ഇങ്ങനെയൊക്കെ ചെറിയ ടെക്നോളജിയൊക്കെ ഉണ്ട് അതിനകത്ത്. അതൊന്നും അറിയാതെ ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടി ചിലപ്പോൾ അടിയിലായി പോവും. അതുകൊണ്ട് അനുകരിക്കാൻ ശ്രമിക്കുന്നതൊക്കെ സൂക്ഷിച്ച് വേണം. അപ്പോൾ ഞാനിത് സ്റ്റോറി എഴുതിയപ്പോൾ ഇതൊരു കഥയായിട്ട്, ഈ ചിദംബരത്തെ കണ്ടതും ട്രെയിനിൽ വെച്ച് ഇൻ്റർവ്യൂ ചെയ്തതും ട്രെയിനിൽ നിന്ന് ചാടിയതും ഒക്കെ ആ കഥയിലുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത് വലിയ ഒരു അപ്രീസിയേഷൻ ഉണ്ടായി അത്. അപ്പോൾ അത് കഴിഞ്ഞ് സത്യമൂർത്തി, അപ്പം മൂപ്പനാരെ കാണണം. അപ്പോൾ രണ്ടാമത് മൂപ്പനാരെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആദ്യമില്ല, മനോരമയിലേക്ക് ഒരു ഇതെഴുതി അയച്ചു കൊടുത്തു, പ്രബന്ധം എഴുതിയ ഒരു ലേഖനം എഴുതി അയച്ചു കൊടുത്തതാണ്. ചിദംബരത്തെ മൂപ്പനാരെ കാണാനൊന്നും പറ്റത്തില്ല. അയാളെ ആരുടെ ശുപാർശയ്ക്കും ചെയ്താലൊന്നും ഒരു രക്ഷയില്ല. മൂപ്പനാർക്ക് പിടിച്ചാൽ കാണാൻ പറ്റിയെന്ന് വരും, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല എന്നൊക്കെ അവിടുത്തെ പത്രക്കാരെല്ലാം പറഞ്ഞു. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, സത്യമൂർത്തി ഭവനിൽ പുള്ളി വൈകിട്ട് 4 മണിക്ക് വരും. 4 മണിക്ക് സത്യമൂർത്തി ഭവൻ എന്ന് പറയുന്നത് അവിടുത്തെ അണ്ണാ റോഡിലെ TNCC ആസ്ഥാനമാണ്. TNCC ആസ്ഥാനത്ത് വരും. അപ്പോൾ കണ്ടാൽ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ നടത്താമെന്ന് പറഞ്ഞു. 4 മണിയായപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫറും കൂടി സത്യമൂർത്തി ഭവനിൽ പോയി നിൽക്കുകയാണ്. ഇത് 1999-ലാണിത്. 99-ലാണ്. അപ്പോഴത്തേക്ക് ഈ 99 ആയപ്പോഴത്തേക്ക് അത് TNCC ആസ്ഥാനമല്ല, അത് തമിഴ് മാനില കോൺഗ്രസിൻ്റെ ആസ്ഥാനമാണ്. മൂപ്പനാർ തമിഴ് മാനില കോൺഗ്രസ് ഉണ്ടാക്കിയപ്പോൾ കോൺഗ്രസിൻ്റെ ആസ്ഥാനം പിടിച്ചെടുത്തു. തമിഴ് മാനില കോൺഗ്രസ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇന്ദിരാഭവൻ പിടിച്ചെടുത്ത് വേറൊരു പാർട്ടിയുടെ ആഫീസാക്കി ആഗ്രഹിക്കുക, അല്ലെങ്കിൽ AKG സെൻറ്റർ പിടിച്ചെടുത്ത്, അതുപോലെ ആണ് തമിഴ് മാനില കോൺഗ്രസിൻ്റെ ആസ്ഥാനമാണത്. അപ്പോൾ ഞാനവിടെ നിൽക്കുന്നു, വരിവരിയായിട്ട് എല്ലാവരും നിൽക്കുന്നു, നമ്മളും നിൽക്കുന്നുണ്ട്. അതിനു മുമ്പ് ജയന്തി നടരാജൻ അവിടെ ഒന്ന് വന്നിരുന്നു. ജയന്തി നടരാജനെ അറിയാമല്ലോ, ഒരു രാജീവ് ഗാന്ധി വധം നടക്കുമ്പോഴത്തേക്ക് ശ്രീപെരുമ്പുദൂരിൽ രാജീവ് ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്നു. ബോംബ് സ്ഫോടനത്തിന് അദ്ദേഹം കൊല്ലപ്പെടുമ്പോൾ അതിൻ്റെ അടുത്തുണ്ടായിരുന്നു. അദ്ദേഹം കൊല്ലപ്പെടുമ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ ജയന്തി നടരാജനാണ്. മൂപ്പനാർ വന്നു, ഞാൻ പറഞ്ഞു, തമിഴിലൊക്കെ പറഞ്ഞു, കേരളത്തിൽ നിന്ന് വന്നത് പത്രക്കാർ
പത്രികൈ എന്നെല്ലാം പറഞ്ഞു, മനോരമ പത്രികൈ എന്നെല്ലാം പറഞ്ഞു. അദ്ദേഹം ഒക്കെ നോക്കി, എന്നിട്ട് നേരെ മുറിക്കകത്ത് കയറിപ്പോയി കഥ അടച്ചു. ഒരു രക്ഷയില്ല, നമ്മൾ വെറുതെ ഇങ്ങനെ നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പം കഥക് തുറന്നിട്ട് ഒരാൾ തലവെളിയിലോട്ടിട്ട് കിഷോർ കയറി വരാൻ പറഞ്ഞു. കയറി ചെന്നപ്പം കുറച്ച് നേതാക്കന്മാരൊക്കെ ഇരിപ്പുണ്ട്. ഭൂപ്പലാർ ഇരിപ്പുണ്ട്, കറുപ്പയ്യ ഭൂപ്പലാർ. തൊട്ടടുത്ത് ജയന്തി നടരാജനും ഇരിപ്പുണ്ട്. അപ്പോൾ അവർ അവിടെ ഇരുന്നു. ജയന്തി നടരാജനാണ് നമ്മളെ സഹായിച്ചത്. നേരത്തെ അവരത് പരിചയപ്പെട്ടിരുന്നല്ലോ. അവർ ഇങ്ങനെ അടുത്ത് പറഞ്ഞാണ് കേരളത്തിൽ നിന്ന് വന്നതല്ലേ, ഒരു 5 മിനിറ്റ് സംസാരിച്ചൂടെ എന്ന് വല്ലതും ചോദിച്ചു കാണും. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുന്നത് കൊടുന്തമിഴിലാണ് മറുപടി പറയുന്നത്. അത് ചിലതൊക്കെ ജയന്തി നടരാജൻ ട്രാൻസ്ലേറ്റ് ചെയ്യും നമുക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ. അവർ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. നമ്മുടെ ചില ചോദ്യങ്ങൾ ഇംഗ്ലീഷിലാണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലായെങ്കിൽ അവരത് തമിഴ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഭംഗിയായിട്ട് ഇൻ്റർവ്യൂ നടന്നു. അങ്ങനെ മൂപ്പനാരുമായിട്ടൊരു ഇൻ്റർവ്യൂ വളരെ പ്രോമിനൻ്റ് ആയിട്ട് വന്നു. അത് രണ്ടും അത് ആദ്യത്തെ ഇലക്ഷൻ അനുഭവത്തിലെ വലിയ 2 ബ്രേക്കുകളായിരുന്നു, ചിദംബരവും ഈ മൂപ്പനാരും. അപ്പോൾ തമിഴ്നാട് റിപ്പോർട്ടിങ് കഴിഞ്ഞിട്ട് അപ്പോൾ പല ഘട്ടങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ്. അടുത്ത് വീണ്ടും പോകാനൊരു നിയോഗം വന്നു. അതേ ഇലക്ഷനിൽ തന്നെ, ഇത്തവണ ബീഹാറിലോട്ടാണ്, തമിഴ്നാട്ടിലോട്ടല്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ബീഹാറിൽ പോകുന്നത്. പട്നയിൽ ചെന്നിറങ്ങുന്നു. അവിടെ കാണുന്ന സീൻസ് എന്ന് പറയുന്നത് നമ്മൾ ലോകത്തൊന്നും കണ്ടിട്ടില്ലാത്ത സീൻസാണ്. അതായത് രാവിലെ ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ കണ്ടു. അതായത് ഒരു വലിയൊരു ഗ്ലാസ്സിൽ എന്തോ മഞ്ഞ നിറത്തിലുള്ളൊരു ദ്രാവകം ഇങ്ങനെ കുടിക്കുന്നു. അത് കുറേ നേരം എടുക്കും കുടിച്ച് തീർക്കാൻ. ഇതെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് കടലമാവ് കലക്കി കുടിക്കുക. അത് വളരെ ചീപ്പായിട്ട് അവിടെ കിട്ടും. കടലമാവ് കടക്കി ഒരു വലിയ ഗ്ലാസ് നിറച്ച് അങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ അത് കട്ടിക്ക് വയറ്റിൽ കിടക്കും. അത് വിശക്കത്തില്ല, ഉച്ചയ്ക്കൊന്നും പിന്നെ വിശക്കത്തില്ല. അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ജിലേബിയും ചായയും ഒക്കെയാണ്. രാവിലെ ഇങ്ങനെ വഴിവെക്കലൊക്കെ ജിലേബി ഇട്ട് പൊരിക്കുന്നത്. നമ്മൾ ഊണ് കഴിഞ്ഞിട്ട് ഒരു മധുരത്തിന് വേണ്ടി കഴിക്കുന്ന സാധനം അവിടെ അവർ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ആണ് കഴിക്കുന്നത്. അവിടെ വലിയൊരു എനർജി സോഴ്സാണിത്. അപ്പോൾ ബീഹാറിലെ ഇലക്ഷൻ വേറൊരു വലിയ അനുഭവമായിരുന്നു. റോഡുകൾ വളരെ മോശം. റാബറി ദേവിയാണ് മുഖ്യമന്ത്രി. അപ്പോൾ ലാലു പ്രസാദ് യാദവ് അവർ റാബറി ദേവിയൊക്കെ ഹെലികോപ്റ്ററിലൊക്കെ നടന്ന് പ്രചാരണം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഹെലികോപ്റ്ററിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പറയണോ, അതായത് അവിടെ ആരും റോഡ് മാർഗ്ഗ ഇലക്ഷൻ പ്രചാരണത്തിന് പോകാറില്ല, ഈ വലിയ നേതാക്കന്മാർ. കാരണം റോഡില്ല, അത്രയ്ക്ക് മോശം അവസ്ഥയിലാണ് റോഡ്. അപ്പോൾ ഇലക്ഷൻ പ്രചാരണത്തിന് പോകുന്നത് ഹെലികോപ്റ്ററിലും പ്ലെയിനിലുമാണ്. 17 ഹെലികോപ്റ്ററുകളും 3 or 4 ചെറിയ വിമാനങ്ങളും അവിടെ അന്ന് ഇലക്ഷൻ പ്രചാരണത്തിന് പോകാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം പട്ന എയർപോർട്ടിൽ ഇട്ടിരിക്കുകയാണ്. രാവിലെ പട്ന എയർപോർട്ടിലോട്ട് ഓരോരോ നേതാക്കന്മാരായിട്ട് വരുന്നു, ഹെലികോപ്റ്ററിൽ കയറി പറക്കുന്നു, പല പല മണ്ഡലങ്ങളിൽ പോകുന്നു. വൈകിട്ട് 6 മണിക്ക് മുമ്പേ അവരെല്ലാം തിരിച്ചെത്തും. ഇരുട്ടുന്നതിന് മുമ്പേ തിരിച്ചെത്തണം. ഇതാണ് അവിടുത്തെ ഒരു രീതി. അപ്പോൾ അവിടുത്തെ ഒരു ഇലക്ഷൻ രീതികൾ വിവരിച്ചൊരു എഴുതിയാൽ തന്നെ അത് ഇവിടെയുള്ളവർക്ക് വലിയ അത്ഭുതം ഉണ്ടാക്കുന്നൊരു സ്റ്റോറിയാണ്. മാത്രമല്ല അവിടെ അന്ന് ഈ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം കാര്യമായിട്ടുണ്ട്, കൊള്ളക്കാരുണ്ട്. അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബീഹാർ, UP, ബംഗാൾ അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്, ഒഡീഷയിൽ പോയിട്ടില്ല. ഇതൊക്കെ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് ഗാന്ധിജി പറഞ്ഞത് അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയണമെങ്കിൽ നിങ്ങൾ ഇത്ര ഇൻറ്റീരിയർ ഗ്രാമങ്ങളിൽ പോകണം. UPയിലെയും ബീഹാറിലെയും ബംഗാളിലെയൊക്കെ ഇൻറ്റീരിയർ ഗ്രാമങ്ങളിൽ പോയാലാണ് ഗാന്ധിജി പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നത്. അതായത് പരമദാരിദ്ര്യമാണ്. ചാണക വരളിയാണ് ഇപ്പോഴും അവർ തീയരിക്കാൻ ഉപയോഗിക്കുന്നത്. ചാണകം പരത്തി ഉണക്കിയെടുത്ത് അതിൻ്റെ വരളിയാണ് തീയരിക്കാൻ ഉപയോഗിക്കുന്നത്. അത്തരം ഭീകരമായ ദാരിദ്ര്യമുള്ള സ്ഥലങ്ങളാണിതൊക്കെ. അപ്പോൾ ബീഹാറിലെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒക്കെ കുറേയൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് കാണുമായിരിക്കും. ഇപ്പോൾ ഒരുപാട് പേര് നഗരങ്ങളിൽ പോയി ജോലി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അതായത് ഒരു ഗ്രാമീണ കുടുംബത്തിന് അവരുടെയൊക്കെ 2-3 ഏക്കർ സ്ഥലവും കാണുമായിരിക്കും. അവരുടെ ഈൽഡ് വളരെ കുറവാണ്. അവർക്ക് കിട്ടുന്ന വരുമാനം വെച്ചിട്ട് അവർക്ക് ഒരു വർഷം കഴിയാൻ പറ്റില്ല. അപ്പോൾ വളരെ നിഷ്കളങ്കരായിട്ട് പകൽ സമയം തോന്നിക്കുന്ന ഗ്രാമീണർ രാത്രി കൊള്ളക്കാരായിട്ട് മാറും. അങ്ങനെ കൊള്ളയും കൂടി ചേർത്താലേ അവർക്ക് ഒരു വർഷം ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അതാണ് ബീഹാറിലേക്ക് അവസ്ഥ എന്നത്. അപ്പോൾ അവിടെ കണ്ട കാഴ്ചകളിൽ അതിഭയങ്കരമായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു ദിവസം രാത്രി ഇലക്ഷൻ റിപ്പോർട്ടിങ് ഏതോ പട്ടണത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഒരു ധാബയിൽ കയറി രാത്രി ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഒരു ധാബയിൽ കയറിയപ്പോഴത്തേക്ക് അവിടെ പെട്ടെന്ന് അവിടെ 2 പോലീസുകാരുണ്ട്. അപ്പോൾ ആ കാലത്ത് വീക്കിൻ്റെ ലേഖകൻ ഒരു കനയ്യ ബെല്ലാരി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അദ്ദേഹത്തിന് ഭയങ്കര സ്വാധീനമാണ്. അദ്ദേഹം പിന്നീട് നിതീഷ് മുഖ്യമന്ത്രിയായപ്പോൾ അതിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയോ ഒക്കെ ആവുകയൊക്കെ ചെയ്തു.
അപ്പോൾ ഈ രണ്ട് പോലീസുകാരുടെ അടുത്ത് പുള്ളി ഭോജ്പുരി ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നു, പോലീസുകാർ എന്തൊക്കെയോ ഭോജ്പുരി ഭാഷയിൽ പറയുന്നു. ഞങ്ങളൊരു കാറിലാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് അവർ രണ്ടുപേരും ബൈക്കെടുത്ത് പുറത്തോട്ടങ്ങ് പോയി, ഈ പോലീസുകാർ രണ്ടുപേരും. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കേരളക്കെ ആയ DGP ആദ്മി എന്നെല്ലാം പുള്ളി പറയുന്നത് ഞാനിങ്ങനെ കേട്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ അടുത്ത് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് നമ്മൾ ഞെട്ടിപ്പോയത്. പോകുന്ന വഴിയിൽ സോൻ നദിക്ക് കുറുക്കെ ഒരു പാലം പൊളിഞ്ഞു കിടക്കുകയാണ്. സോൻ നദി കടന്നു വേണം പോകാനായിട്ട്. കുറുകെയുള്ള പാലം തകർന്ന് കിടക്കുന്നതുകൊണ്ട് ഈ ഒരുതരം പൊങ്ങിക്കിടക്കുന്ന ഫ്ലോട്ടുകൾ ഇട്ടിട്ട് അതിൻ്റെ പുറത്തൂടെയാണ് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ പുറത്തൂടെ കഷ്ടിച്ച് ഒരു വണ്ടി ഓടിച്ചൊക്കെ ഒരു വണ്ടിക്ക് പോകാവുന്നേ ഉള്ളൂ. അതിൻ്റെ അക്കരെ ഇക്കരെയൊക്കെ കൊള്ളക്കാരുണ്ട്. കാരണം വളരെ സ്ലോ ആയിട്ടാണല്ലോ അവിടെ പോകാൻ പറ്റുക. എങ്ങോട്ടും ഓടി രക്ഷപ്പെടാനും സ്പീഡിൽ ഓടിച്ച് പോകാനും ഒന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ കൊള്ളക്കാരുണ്ട്. അപ്പോൾ ഈ പോലീസുകാരെ പറഞ്ഞു വിട്ടിരിക്കുന്നത് കൊള്ളക്കാർക്ക് മുന്നറിയിപ്പ് കൊടുക്കാനാണ്. ഒരു വണ്ടി വരുന്നുണ്ട്, വണ്ടിയുടെ നമ്പരും ഒക്കെ കൊണ്ട് കൊടുക്കാനാണ് പോയിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെയുള്ള കഥയൊന്നും ബീഹാറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. DGP ആത്മി എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ബീഹാറിലെ DGPയുടെ പേര് KA ജേക്കബ്. KA ജേക്കബ് കോട്ടയംകാരനാണ്. അദ്ദേഹമായിരുന്നു അവിടുത്തെ DGP. അപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് വന്നാണ് DGPയുടെ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ് വിട്ടിരിക്കുക. അപ്പോൾ ഈ DGP പിന്നീട് കണ്ടായിരുന്നു. അദ്ദേഹം ഈ അടുത്ത കാലത്ത് കോട്ടയത്ത് വെച്ചിട്ടാണ് മരിച്ചത്, ഈ 80 വയസ്സുകളുടെ അവസാനമൊക്കെ എത്തിയിട്ട്. അപ്പോൾ ഞങ്ങളവിടെ ഭക്ഷണം കഴിക്കാനിരുന്നു. അവിടെ കോഴികളൊക്കെ ഓടി നടക്കുന്നു. നമ്മളൊരു കറുത്ത കോഴിയെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ കോഴിയെ വേണമെന്ന് പറഞ്ഞു. അതിനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് അതിനെ കണ്ടിച്ച് ആവി പറക്കുന്ന കോഴിക്കറി വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അനുഭവങ്ങളുടെ ഒരു നാടാണ് ബീഹാർ. അപ്പോൾ ഞങ്ങൾ സോൻ നദിക്ക് കുറുക്കെയുള്ള പാലത്തിൽ കൂടി രാത്രി 11 മണിയൊക്കെ കഴിഞ്ഞ് പോയി. എന്തായാലും ആരും കൊള്ളയടിച്ചില്ല. പകൽ സമയം യഥാർത്ഥത്തിൽ കൊള്ളക്കാരെ നേരിട്ട് കാണുകയും ചെയ്തു, വേറൊരിടത്ത് വെച്ചിട്ട്. കാർ ഓടി വരുമ്പോഴത്തേക്ക് മുമ്പിൽ ഒരു കൂട്ടം ആൾക്കാർ 2 വലിയ തോക്കും പിടിച്ച് 2 പേര് ഞങ്ങളുടെ വണ്ടി തടഞ്ഞു. ഞങ്ങളുടെ ഡ്രൈവർ വണ്ടി വെട്ടിച്ചൊക്കെ രക്ഷപ്പെട്ടു. അപ്പോൾ അങ്ങനെ അത് അവിടുത്തെ ഇതൊക്കെ കേരളത്തിൽ നിന്ന് കേൾക്കുമ്പോഴത്തേക്ക് അതൊക്കെ വലിയ അത്ഭുതമായിട്ട് തോന്നും. അവിടെ ഇതൊക്കെ വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു ബാഗുൻ സുംബ്രായി എന്നും പറഞ്ഞൊരു ഗിരിവർഗ നേതാവുണ്ട്, ട്രൈബൽ. അദ്ദേഹത്തിന് 60 ഭാര്യമാരുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കാണാനായിട്ട് പോയി. പാർലമെൻറ്റിൽ MP ആയിരുന്നു, സിറ്റിംഗ് MP ആണ്. 60 ഭാര്യമാരുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് 40 കിലോമീറ്ററോളം വണ്ടി ഓടി. ഇത് ഗിരിവർഗ മേഖലയാണിത്. അപ്പോൾ ഇത് അവർ ഒരാളെ ലൊക്കേറ്റ് ചെയ്യുക, അന്ന് മൊബൈൽ ഫോണില്ല, ലൊക്കേറ്റ് ചെയ്യാനുമൊക്കെ വലിയ പ്രയാസമാണ്. അവസാനം നമ്മൾ ഒരു സ്ഥലത്ത് വെച്ചിട്ട് പുള്ളിയെ പിടിച്ചു. അതായത് ചക്രതാർപൂരിനടുത്ത് ടോക്ലോ ഗ്രാമത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തെ കണ്ടുപിടിക്കുന്നത്. ഒരു ഇലക്ഷൻ മീറ്റിങ്ങിന് വന്നതാണ്. അവിടെ വന്നൊരു പ്രസംഗമൊക്കെ നടത്തി. ഒരു കറുത്ത ദീർഘകായനായ മനുഷ്യനാണ്. മുണ്ട് പാളത്താറ് പോലെ ഉടുത്തിട്ടുണ്ട്, ഒരു മേൽമുണ്ടിട്ടിട്ടുണ്ട്, ഷർട്ടൊന്നും ഇട്ടിട്ടില്ല. അദ്ദേഹം ഷർട്ട് ഇടാറില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിച്ചു. എന്നോട് അപ്പോൾ എന്തുകൊണ്ട് 60 ഭാര്യമാരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 60 ചിലപ്പോൾ കുറച്ച് ചിലരൊക്കെ മരിച്ചു പോയി, ചിലപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ കുറച്ച് കൂടുതലും കാണും എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ 18 വയസ്സിലെങ്ങാണ്ട് ആരോ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുകയായിരുന്നു. ആയിരുന്നു ആദ്യത്തെ ഭാര്യ. ഇതിലൊക്കെ ഒരുപാട് മക്കളുമൊക്കെ ഉണ്ട്, ഇതിലൊന്നും എണ്ണമൊന്നുമില്ല. അപ്പോൾ ഈ ഒരാളങ്ങനെ 60 ട്രൈബൽ നേതാവ് ഒരു 60 ഭാര്യമാരെന്ന് പറയുന്നത് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല അവിടുത്തെ സാഹചര്യത്തിൽ. അവിടെ പണവും പ്രതാപവും ഉള്ള ഒരാളാണ് ഇദ്ദേഹം. അദ്ദേഹം ട്രൈബൽ നേതാവാണ്. അവിടെ പുള്ളിയുടെ ഭാര്യയായിട്ട് ആരെങ്കിലും കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ സുഖമായിട്ട് ജീവിക്കാം, ഭക്ഷണം കഴിക്കാം എന്നുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അപ്പോൾ എവിടെ ചെന്നാലും പുള്ളിക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ ആൾക്കാർ റെഡിയാണ്. അതുകൊണ്ട് പുള്ളി കല്യാണം കഴിക്കുന്നു, അത്രയേ ഉള്ളൂ. അത് ഒരു ട്രൈബൽ രാജ്യത്തെ മൂപ്പനായതുകൊണ്ട് കിട്ടുന്ന ഒരു പ്രിവിലേജാണത്. അത് പുള്ളി 60 വരെ നീട്ടി എന്നുള്ളതാണ് ആകെ ഉള്ള പ്രത്യേകത. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോറികളുള്ളൊരു സ്ഥലമാണ് ഈ ബീഹാർ. അത് കഴിഞ്ഞിട്ട് രാംവിലാസ് പാസ്വാനെ കാണാൻ പോയി. അപ്പോൾ ഈ പാസ്വാൻ ഒരു വലിയ കഥാപാത്രമാണ്. പാസ്വാൻ വലിയ ദളിത് നേതാവ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ ഒരുപാട് തവണ ക്യാബിനറ്റ് മന്ത്രിയായിട്ടുണ്ട്, ഖനികളുടെയൊക്കെ മന്ത്രിയായിരുന്നു. അങ്ങനെ ഞാൻ അപ്പോൾ പോകുമ്പോഴത്തേക്ക് പുള്ളി ഹാജിപ്പൂർ മണ്ഡലത്തിലെ MP ആണ്. ഹാജിപ്പൂർ മണ്ഡലത്തിൽ കൂടി ഗംഗാനദി ഒഴുകുന്നുണ്ട്. അതിൻ്റെ കുറുക്കെ ഒരു കിലോമീറ്റർ കൂടുതൽ നീളമുള്ള 2-3 കിലോമീറ്ററൊക്കെ ഉള്ളൊരു വലിയ പാലവുമൊക്കെ ഉണ്ട്. അപ്പോൾ പട്നയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിനെ ആദ്യം കാണുന്നത് ഈ വലിയ ട്രൈബൽ നേതാവൊക്കെ ആണെന്ന് പറയുമെങ്കിലും അദ്ദേഹം താമസിക്കുന്നത് അവിടുത്തെ ഏറ്റവും വലിയ 5 സ്റ്റാർ ഹോട്ടലായ മൗര്യ ഷെറാട്ടണിൽ പ്രസിഡൻഷ്യൽ സ്വീറ്റിലാണ് താമസം.
അപ്പോൾ അവിടെ പോയി കണ്ട് അവിടെ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട്, പലരും കാണാൻ വരുന്നു. 100 കൊടുത്ത് വിടാൻ ഹിന്ദിയിൽ പറയുന്നു, എന്ന് വെച്ചാൽ ഒരു 100 രൂപ കൊടുത്ത് വിടാനാണ് പറയുന്നത്. അങ്ങനെ ഓരോരുത്തരെ കാണാൻ വരുന്നവർക്കെല്ലാം പുള്ളി ഒരു നിവേദനമായിട്ട് വരുന്നവർക്കെല്ലാം നിവേദനം വാങ്ങിച്ച് അങ്ങോട്ട് വെച്ചിട്ട് ഒരു 100 രൂപയും കൊടുത്ത് പറഞ്ഞു വിടും. പുള്ളി ഹെലികോപ്റ്ററിൽ പോകുമ്പോൾ ഹെലികോപ്റ്ററിൽ ബക്കറ്റ് കണക്കിന് 100ൻ്റെ നോട്ടുകൾ കൊണ്ടുപോകും. എന്നിട്ട് ഈ 100ൻ്റെ നോട്ടുകൾ അവിടെ വിതരണം ചെയ്യും ഈ മീറ്റിംഗ് നടക്കുന്നിടത്ത്. അപ്പോൾ ഇത് റാബറി ദേവിയുടെ മീറ്റിങ്ങിലും ഇത് കണ്ടായിരുന്നു. റാബറി ദേവി യോഗം കഴിഞ്ഞിട്ട് 100ൻ്റെ നോട്ടുകൾ എടുത്തിങ്ങനെ പറത്തും. സ്റ്റേജിൽ നിന്ന് പുറത്തോട്ട് സദസ്യർക്കിടയിലേക്ക്, വോട്ടർമാർക്ക് ഇടയിലേക്ക് നോട്ടെറിഞ്ഞ് പറത്തുക ചെയ്തു. ആളുകൾ ചാടിപ്പിടിക്കുന്നു, 100ൻ്റെ നോട്ടുകൾ ചാടിപ്പിടിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇതൊക്കെ ബീഹാറിൽ നടക്കുന്ന കാര്യങ്ങളായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ഇങ്ങനെ കാണാൻ പോയി ഈ രാംവിലാസ് പാസ്വാനെ. പിറ്റേന്ന് രാവിലെ പുള്ളിയുടെ വീട്ടിൽ പുള്ളി വ്യായാമം ചെയ്യും. അപ്പോൾ എക്സസൈസൊക്കെ ചെയ്യുന്ന സമയത്ത് രാവിലെ വരാൻ പറഞ്ഞു. അങ്ങനെ രാവിലെ 7 മണിക്കോ മറ്റോ ഞങ്ങൾ പോയി. അപ്പോൾ ഇദ്ദേഹത്തിന് ആദ്യം ഒരു കുഗ്രാമത്തിൽ നിന്നുള്ള ഒരാൾ ആയിരുന്നു ഭാര്യ. പുള്ളി വലിയ പ്രതാപിയൊക്കെ ആവുന്നതിന് മുമ്പ് വലിയ പ്രതാപിയൊക്കെ ആയി പണമൊക്കെ ആയപ്പോൾ ഒരു എയർ ഹോസ്റ്റസിനെ കല്യാണം കഴിച്ചു. അവരാണ് ഈ പട്നയിലെ വീട്ടിൽ കൂടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, നേരത്തെ ഇലക്ഷൻ പ്രചാരണത്തിന് പോകുന്ന പാസ്വാനല്ല ഈ വീട്ടിലിരിക്കുന്ന പാസ്വാൻ. അടിമുടി അതായത് ബ്രാൻഡഡ് ആണ്. അതായത് നൈക്കിയുടെ ഷൂസ്, അഡിഡാസിൻ്റെ ടീഷർട്ട്, പ്യൂമയുടെ ട്രാക്ക് പാൻസ്, ഇതെല്ലാം ഇങ്ങനെയെല്ലാം ഇട്ടിട്ട് വലിയ കട്ടിക്കൊരു ബ്രേസ്ലെറ്റ്, വളരെ വിലപിടിപ്പുള്ള ഒരു വാച്ച്, പിന്നീട് ഒരു സ്വർണ്ണമാല, അത് വലിയൊരു മാലയുണ്ട്, ഒരുപാട് ഡയമണ്ട് കല്ലുകൾ വെച്ച മോതിരങ്ങൾ. ഇതൊക്കെ ഇട്ടിട്ടാണ് ആശാൻ എക്സസൈസ് ചെയ്യുന്നത്. എക്സസൈസൊന്നും ഇല്ല കാര്യമായിട്ട്. അവിടെ കുറേ ട്രെഡ്മില്ലും അതും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ടാണ് പാവങ്ങൾക്ക് വേണ്ടി പുള്ളി സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഇതൊക്കെ തന്നെ നമ്മളതൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് അതൊക്കെ തന്നെ സ്റ്റോറിയിൽ എഴുതി. നമ്മൾ ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിന് മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ ഇതൊക്കെ തന്നെയാണ് വാർത്ത. അല്ലാതെ അവിടുത്തെ ഇലക്ഷൻ അനാലിസിസും അവിടുത്തെ കഴിഞ്ഞ വർഷം എത്ര വോട്ട് കിട്ടി, ഇത്തവണ എത്ര വോട്ട്, അത് അല്ല ആളുകൾക്ക് വായിക്കാൻ താല്പര്യം. ഇത്തരം കാര്യങ്ങളാണ് കൂടുതലും. അവിടെ നിന്ന് ബുദ്ധഗയയിൽ പോയി. ബുദ്ധഗയ എന്ന് പറയുന്നത് പട്നയിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ. ബുദ്ധന് ബോധോദയം ഉണ്ടായ സ്ഥലം. അപ്പോൾ അന്നത്തെ ആൽമരത്തിൻ്റെ പല പതിവെച്ച് എടുത്ത തൈകൾ നട്ടാണ് ഇപ്പോഴത്തെ ആൽമരം ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചുറ്റിലുണ്ട് ജപ്പാൻകാരും സൗത്ത് കൊറിയക്കാരും ഒക്കെ ഒരുപാടുണ്ട്. വലിയ ബുദ്ധമത അനുയായികളുള്ള വലിയ റിച്ച് കൺട്രീസിൽ നിന്നുള്ളവർ. അവിടെ ഒരു എയർപോർട്ടുണ്ട്, അതൊന്നും നമുക്കറിയത്തില്ല. അവിടെ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ മാത്രമേ വരുള്ളൂ. ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ദിവസവും ഒരുപാടെണ്ണം വരുന്നു. ഈ ബുദ്ധ മതക്കാർ അവിടെ വന്ന് ഇറങ്ങുന്നു. പലരും ഹോളിവുഡ് സ്റ്റാർസും അതുമൊക്കെയാണ്. അവർ വന്ന് ഈ ബുദ്ധഗയയിലെ ഈ ആൽമരം കാണുന്നു. എന്നിട്ട് അവിടെ ഒരു മെഡിറ്റേഷൻ പാർക്കുണ്ട്, അവിടെ പോയിരിക്കുന്നു. മെഡിറ്റേഷൻ പാർക്കിൻ്റെ പുറകിൽ മദ്യക്കടയുണ്ട്, അവിടെ നിന്ന് വേണമെങ്കിൽ മദ്യം വാങ്ങിക്കാം. അപ്പോൾ 5 സ്റ്റാർ ഹോട്ടലുകൾ, വലിയ ബ്രാൻഡഡ് 5 സ്റ്റാർ ഹോട്ടലുകളെല്ലാം ഈ ബുദ്ധഗയയിലുണ്ട്. കാരണം ഇവർക്ക് വേണ്ടിയിട്ടാണ് ആ ഹോട്ടലുകളൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരു സ്പെഷ്യലി അഡ്മിനിസ്ട്രേറ്റഡ് ഏരിയയാണ്. അപ്പോൾ അത് ഗയ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നില്ല. അത് ഗയ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം അതിൻ്റെ പുറത്താണ്. അവിടെ ഒരു ആർമിയുടെ ഒരു ബീഹാർ റെജിമെൻറ്റിൻ്റെ ആസ്ഥാനമൊക്കെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പം അവിടെ ഈ ഗയ എന്ന് പറയുന്ന സ്ഥലം അത് വെറും വൃത്തികെട്ട സ്ഥലം, പന്നികൾ പൊളച്ച് നടക്കുന്ന സ്ട്രീറ്റുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ ഗയ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം. അതിൻ്റെ അപ്പുറത്ത് മനോഹരമായ റോഡുകളും പാർക്കുകളും ഒക്കെ ആയിട്ടാണ് ബുദ്ധഗയ ഉള്ളത്. സ്പെഷ്യലി അഡ്മിനിസ്ട്രേറ്റഡ് ഏരിയ ആയതുകൊണ്ട്. അപ്പോൾ അവിടെ പോയി അവിടുത്തെ യഥാർത്ഥത്തിൽ ബുദ്ധഗയ കാണാൻ പറ്റി എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് അന്ന് ഞാൻ പോകുമ്പോഴത്തേക്ക് ജാർഖണ്ഡ് സംസ്ഥാനം ഉണ്ടായിട്ടില്ല. ഞാൻ പോകുമ്പോഴത്തേക്ക് ബീഹാറിൻ്റെ ഭാഗം തന്നെയാണ്. ജംഷഡ്പൂരിൽ പോയി, ടാറ്റാ നഗർ. അത് ഇലക്ഷന് വേണ്ടിയിട്ടല്ല, അത് അവിടുത്തെ അതിനെക്കുറിച്ച് തന്നെ എഴുതാൻ വേണ്ടിയിട്ടാണ് പോയത്. സുവർണരേഖ നദി ഒഴുകുന്നു. നദിയുടെ കുറുക്കെ ഒരു പാലമുണ്ട്. പാലത്തിൻ്റെ ഇപ്പുറം ബീഹാർ, ഇപ്പോൾ ജാർഖണ്ഡ്. പാലത്തിൻ്റെ അപ്പുറം ജംഷഡ്പൂർ അഥവാ ടാറ്റാ നഗർ. അവിടെയാണ് ടാറ്റ സ്റ്റീലിൻ്റെ ആസ്ഥാനവും ടാറ്റയുടെ സ്റ്റീൽ ഫാക്ടറിയൊക്കെ. ഒരു പാലത്തിൻ്റെ ഇപ്പുറം നിന്ന് ഈ വൃത്തികെട്ട സ്ഥലത്ത് നിന്ന് നമ്മൾ പാലത്തിൻ്റെ അക്കരയ്ക്ക് നോക്കുമ്പോഴത്തേക്ക് മനോഹരമായ സ്ഥലം, മനോഹരമായ പാർക്കുകൾ, റോഡുകൾ. അപ്പോൾ നമ്മളവിടെ പോയപ്പോഴത്തേക്ക് ഒരാൾ പറഞ്ഞു, നിങ്ങൾ വൈകിട്ട് ഒരു 6:30 കഴിഞ്ഞ് റോഡിൽ കൂടി കാറിലൊക്കെ ഒന്ന് പോയി നോക്കണം. ഏതെങ്കിലും ഒരു ലാമ്പ് പോസ്റ്റിൽ
വിളക്ക് കത്താതെ, ലൈറ്റ് കത്താതെ കിടക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഏതെങ്കിലും ഒരെണ്ണത്തിൽ കത്താതെ കിടക്കുകയാണെങ്കിൽ ബെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് 100 രൂപ ബെറ്റൊക്കെ വെച്ചു. നമ്മൾ വണ്ടി ഓടിച്ചു, ഒരുപാട് നേരം വണ്ടി ഓടിച്ചു, എല്ലാ ലാമ്പ് പോസ്റ്റിലോട്ട് ഒരെണ്ണം പോലും കത്താതെ കിടക്കുന്നില്ല. ഇതൊന്നും പിന്നെ മഴ പെയ്തപ്പോഴത്തേക്ക് വെള്ളമെല്ലാം പെട്ടെന്ന് തന്നെ റോഡിൽ നിന്ന് ഒലിച്ചു പോയി. റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതൊന്നുമില്ല. ഇതിലൊന്നും വലിയ അത്ഭുതമൊന്നുമില്ല. ഇത് ഒരു ബൾബ് ഇടുമ്പോഴത്തേക്ക് അത് രജിസ്റ്ററിൽ എഴുതി വയ്ക്കുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയി കാണും, രജിസ്റ്ററിൽ എഴുതി വയ്ക്കും. അതിന് 2000 മണിക്കൂറെന്നോ മറ്റോ കാലാവധി കാണും. അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്നാണെന്നോ അവർ വെച്ചിട്ടുണ്ടായിരിക്കും. അതിന് മുമ്പേ ആ ബൾബ് അങ്ങ് മാറ്റുന്നു. പിന്നെ അവർ തന്നെ വൈകിട്ട് സൂപ്പർവൈസറും 2 ആൾക്കാരും കൂടി റോഡേയൊക്കെ ലൈറ്റ് കത്തി കിടക്കുമ്പോൾ പോയി നോക്കി ഏതോ എവിടെയെങ്കിലും ഒരെണ്ണം കത്താതെ കിടക്കുന്നുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ മാറ്റുകയൊക്കെ ചെയ്യുന്നു. അല്ലെങ്കിൽ അത് കുറിച്ച് വെച്ചിട്ട് പിറ്റേന്ന് മാറ്റുമായിരിക്കും. ഇതൊക്കെ ഉള്ളൂ, അല്ലേ കൂടിയ ടെക്നോളജിയൊന്നുമല്ല. മഴവെള്ളം ഒഴുകി പോകുന്നു, കാന വൃത്തിയാക്കി കിടക്കുന്നു. അവർ കാന കോരുന്നത് കണ്ട് മഴയൊക്കെ ഒഴുകി കഴിഞ്ഞ് മഴവെള്ളമൊക്കെ പോയി കഴിഞ്ഞു കാനയിൽ എവിടെയെങ്കിലും തടസ്സം ഉണ്ടോ എന്ന് നോക്കി കാന കോരും. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊരു വലിയ അനുഭവമായിരുന്നു. ഇപ്പുറത്ത് വളരെ അഴുക്കും മെഴുക്കുമായിട്ട് കിടക്കുമ്പോൾ അപ്പുറത്ത് എന്ത് മനോഹരമായിട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളത് ടാറ്റയുടെ കഴിവൊന്നുമല്ല, എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ അത്. അതുപോലെ തന്നെയാണ് അവിടെ തന്നെ വേറൊരു അനുഭവം ഉണ്ടായത്. ഈ യശ്വന്ത് സിൻഹയുടെ വീട്ടിൽ പോയി. അപ്പോൾ യശ്വന്ത് സിൻഹ വലിയൊരു നേതാവായിരുന്നു. അദ്ദേഹം പിന്നീട് ധനകാര്യ മന്ത്രിയായിരുന്നു ചന്ദ്രശേഖർ ക്യാബിനറ്റിൽ. അതായത് 1990-കളിൽ 1990-ൽ നരസിംഹറാവു വരുന്നതിന് തൊട്ട് മുമ്പ്. അദ്ദേഹത്തിൻ്റെ വീട് ഹസാരിബാഗ് മണ്ഡലത്തിലാണ്. അപ്പോൾ അവിടെ ഋഷഭവാടിക എന്നാണ് വീട്ടുപേര്. ഈ ഋഷഭവാടിക എന്ന് പറയുന്നത് വലിയൊരു മാന്തോപ്പിന് നടുക്കാണ്. അവിടുത്തെ ഫ്യൂഡൽ കക്ഷിയാണ്, ഒരു ഫ്യൂഡൽ ബംഗ്ലാവാണത്. മാന്തോപ്പിന് നടുക്കുള്ള ഈ ബംഗ്ലാവിൽ അദ്ദേഹം ഇരിക്കുന്ന ഒരുപാട് പേര് കാണാനും ഒക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം IAS-ലായിരുന്നു. IAS-ൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടാണ് രാഷ്ട്രീയത്തിൽ വന്നതും പിന്നീട് ധനകാര്യമന്ത്രി ആയതുമൊക്കെ. അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തു. അതിലും പ്രധാനപ്പെട്ട ഈ യശ്വന്ത് സിൻഹയെ പറ്റി പിന്നീട് അദ്ദേഹം വിദേശകാര്യമന്ത്രിയാവുകയൊക്കെ ചെയ്തു. അദ്ദേഹം ഈ ധനകാര്യമന്ത്രി ആയിരുന്നപ്പോഴത്തേക്കാണ് വൻ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. ഇന്ത്യക്ക് ഇൻ്റർനാഷണൽ കടം വീട്ടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. ഡോളറില്ല. അവസാനം നമ്മൾ റിസർവ് സ്വർണം പണയം വെച്ചത് ഈ യശ്വന്ത് സിൻഹ ധനകാര്യമന്ത്രിയായിരുന്ന കാലത്താണ്. 55 ടൺ സ്വർണം റിസർവ് ബാങ്കിൻ്റെ വാൾട്ടിൽ നിന്നെടുത്ത് പ്ലെയിനിൽ കയറ്റി ഇംഗ്ലണ്ടിൽ അയച്ച് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് പണയം വയ്ക്കുകയായിരുന്നു. ഇതൊക്കെ ഒരു ചരിത്രമാണ്. 1990-ൽ നടന്നതാണ്. അതിനെ തുടർന്നാണ് 91-ൽ മൻമോഹൻ സിംഗ് വന്നതും ഉദാരവൽക്കരണം കൊണ്ടുവരുന്നതും പിന്നീട് മാറ്റമൊക്കെ ഉണ്ടായതും. അപ്പോൾ ആ യശ്വന്ത് സിൻഹയുടെ വീട്ടിൽ പോയി ഇൻ്റർവ്യൂ ചെയ്യാനുള്ള സാഹചര്യമൊക്കെയാണ്. ഒരു വലിയൊരു ഫ്യൂഡൽ ലോർഡിനെ കാണാൻ പറ്റി. പുള്ളിയുടെ വീട്ടുകാരെയൊക്കെ കണ്ടാൽ അറിയാം, എല്ലാം വലിയ ഹൈഫൈ കക്ഷികളാണ്. പിൽക്കാലത്ത് അദ്ദേഹം വിദേശകാര്യമന്ത്രിയായി. വിദേശകാര്യമന്ത്രി ആയിരുന്നതും വലിയ ഡിസ്റ്റിങ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ പുറത്തായി. ഇപ്പോഴും ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത്തരം ആളുകളുടെ ഒരു വലിയ കേന്ദ്രമാണ് ഈ ബീഹാർ. വലിയ നേതാക്കന്മാരുടെയും കഥകളുള്ള ഒരു കേന്ദ്രമാണ്. അപ്പോൾ ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വർണ്ണഖനിയാണ് ബീഹാർ. വാർത്തകളുടെ ഒക്കെ ഒരു വലിയ സ്വർണ്ണഖനിയാണ്. UPയും ഏകദേശം ഇതുപോലെ തന്നെയാണ്. UPയിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തൊട്ടടുത്ത തവണ UPയിൽ പോയി. UPയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ലക്നൌവിൽ നവാബുമാരുടെ കേന്ദ്രമായിരുന്നല്ലോ. നവാബുമാരുടെ കേന്ദ്രമായിരുന്നത് കൊണ്ട് അവിടെ നോൺ വെജ് വിഭവങ്ങളുടെ ഒരു വലിയ കേന്ദ്രമാണ് ഈ ലക്നൌവും പരിസരവുമൊക്കെ. മട്ടൻ്റെ ഒരുപാട് മട്ടൺ, ചിക്കൻ ഇതിൻ്റെ ആയാലും വലിയ പ്രിപ്പറേഷൻ. അന്ന് ബീഫും ഒക്കെ ഉണ്ട്, ഇന്നിപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പല റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ പോയി. വല്ല നാട്ടിൻപുറത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മൾ ഊണ് കഴിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ പൊറോട്ടയും നല്ല മട്ടൻ കറിയും ഒക്കെ കിട്ടും. അത് UPയുടെ ഒരു പ്രത്യേകത, പഴയ നവാബുമാർ ഭരിച്ചിരുന്നുകൊണ്ടുണ്ടായ ഒരു പ്രത്യേകതയാണിത്. UPയിൽ അന്ന് നമ്മുടെ പിക്ചർ എഡിറ്ററായിട്ട് റിട്ടയർ ചെയ്ത B. ജയചന്ദ്രൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് നക്സൽ ഏരിയ ഉണ്ട്, ഭയങ്കര ഒരു നക്സൽ ഏരിയ, അവിടെ നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ നക്സൽ ഏരിയയിലൊക്കെ പോയി കേട്ടോ. ഒന്നും നക്സൽസിനെ ഒന്നും കാണാൻ പറ്റിയില്ല. അവിടെ പോകുന്നതൊക്കെ വലിയ അപകടം. അവർ ബോംബ് റോഡിലൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഫൂലൻ ദേവിയുടെ അനിയത്തി മുന്നി ദേവി മത്സരിക്കുന്നു ഒരു മണ്ഡലത്തിൽ നിന്ന്. അങ്ങനെ അവരുടെ വീട്ടിൽ പോയി. അത് രാത്രി ഇരുട്ടത്ത് അവരുടെ വീട് കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാട് പാടുപെട്ട് അവസാനം അവരുടെ വീട്ടിൽ പോയി അവരെ ഇൻ്റർവ്യൂ ചെയ്തു. മുന്നി ദേവി, ഒരു ബൂലൻ ദേവിയെക്കുറിച്ചും ബൂലൻ ദേവി മരിച്ചതിന് കൊലപാതകമായിരുന്നു
എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം കേരളത്തിലെ വായനക്കാർക്ക് ഇതൊക്കെ വലിയ കാര്യമാണ്. പൂലൻ ദേവിയുടെ അനിയത്തി അവിടെ ഇലക്ഷന് മത്സരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കേരളത്തിലെ വായനക്കാരെ സംബന്ധിച്ചോളം അതൊരു വലിയ വാർത്തയാണതൊക്കെ. അപ്പോൾ അവിടെ വാരാണസിയിലും പോയിരുന്നു. വാരണാസി മണ്ഡലത്തിൽ പോയി. ഈ വാരാണസി തന്നെയാണ് കാശി, അത് തന്നെയാണ് ബനാറസ്. ബനാറസ് എന്ന് പറയുന്നത് അവർ ഈ മുഗൾ ഭരണത്തിലുണ്ടായ പേരാണ് ബനാറസ്. കാശി എന്ന് പറയുന്നത് സിവിലൈസേഷണലായിട്ടുള്ള പേരാണ്, എത്രയോ ആയിരക്കണക്കിന് വർഷം മുമ്പുള്ള പേരാണ് കാശി. വാരാണസി അതിന് ശേഷം ഉണ്ടായ പേര്. അവിടെ അന്ന് കാണുന്ന സീൻ എന്താണെന്ന് വെച്ചാൽ വളരെ വൃത്തികെട്ട ഗലികളിൽ കൂടിയൊക്കെ ഇടവഴിയിൽ കൂടിയൊക്കെ നടന്ന് നമ്മൾ ചെല്ലുമ്പോൾ, നമ്മൾ കാശി വിശ്വനാഥ ക്ഷേത്രം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു മന്ദിർ, അതിനകത്ത് ഒരു ഉറവയുണ്ട്, ഉറവയിൽ ഗംഗാജലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ശിവലിംഗം വെച്ചിട്ടുണ്ട്, അതാണ് കാശി വിശ്വനാഥൻ. നമ്മൾക്ക് ആ ക്ഷേത്രത്തിന് സോപാനത്തിനകത്ത് കയറി ആ വിഗ്രഹത്തിൽ തൊടുകയൊക്കെ ചെയ്യുക, അങ്ങനത്തെ രീതിയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വലിയ ഇരുമ്പ് ഗ്രില്ലുകൾ വെച്ചിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു മോസ്ക് ഉണ്ട്. അതുകൊണ്ട് അവിടെ സംഘർഷം ഉള്ളതുകൊണ്ടാണ് പട്ടാളം കാവൽ നിൽക്കുകയാണ്, നടുക്ക് ഗ്രില്ലും ഒക്കെ വെച്ചിട്ട്, ഇരുമ്പ് ഗ്രിൽ. വളരെ മോശം അന്തരീക്ഷമാണ് അവിടെ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം 1300 ഏക്കർ അവിടെ ഏറ്റെടുത്തു. അവിടുത്തെ ഒരുപാട് കയ്യേറ്റം ഉണ്ടായിരുന്നു, അതെല്ലാം ഒഴിപ്പിച്ച് ഏകദേശം 1300 ഏക്കർ ഏറ്റെടുത്തിട്ട് വിശാലമായൊരു ക്ഷേത്ര സമുച്ചയം പണിതു. വളരെ വലിയ ക്ഷേത്രം ആയിട്ട് മാറ്റിയിരിക്കുക, ഒരു ഇത്രയും സ്ഥലവും ഉണ്ടല്ലോ, അങ്ങനെയാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ പോകുമ്പോൾ ഈ ദശാശ്വമേധ ഘട്ട് പോലുള്ള ഘട്ടുകളിലൊക്കെ പോയിട്ടുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ശവം എരിയുന്ന, 24 മണിക്കൂറും ശവം എരിയുന്ന സ്ഥലങ്ങൾ. അപ്പം നമ്മൾ ശവം എരിയുന്നതൊക്കെ കണ്ടു. സങ്കട് മോചൻ ടെമ്പിൾ എന്നും പറഞ്ഞിട്ടൊരു ക്ഷേത്രമുണ്ട്, സങ്കടമോചന ക്ഷേത്രം. അവിടെ പോയി പ്രാർത്ഥിച്ചാൽ സങ്കടമോചനം വരുമെന്നൊക്കെയാണ്. പക്ഷെ നമുക്ക് ഗംഗയിൽ കാല് വയ്ക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് പൊല്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഗംഗയാണെന്ന് നമുക്ക് വെള്ളമാണ്. നമ്മുടെ ഒരു സങ്കല്പത്തിലുള്ള ഒരു പുഴയല്ല ആ ദശാശ്വമേധ ഘട്ടിൽ. അവിടെ മറ്റേ ഗംഗ ആരതിയൊക്കെ ഉണ്ട് വൈകിട്ട്. പക്ഷെ നമ്മുടെ സങ്കല്പത്തിലുള്ളതല്ല, അത്രയ്ക്ക് മാലിന്യം നിറഞ്ഞ ശവമൊക്കെ പകുതി കത്തിക്കഴിയുമ്പോൾ എടുത്ത് ഗംഗയിൽ എറിയുകയായിരുന്നു അന്ന്. ഇന്നിപ്പോൾ അങ്ങനെ ആയിരിക്കും. ഞങ്ങൾ വള്ളം എടുത്ത് ഗംഗയുടെ അക്കരെ പോയി. അപ്പോൾ ഗംഗാനദി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ പിന്നീട് കിള്ളിയാറ് പോലെയോ അല്ലെങ്കിൽ ആലുവാപ്പുഴ പോലെയോ ഉള്ളൊരു നദിയല്ല, അതെങ്കിലും വിശാലമായിട്ട് കിടക്കുകയാണ്. ഇക്കരെ നിന്ന് അക്കരെ കാണാൻ തന്നെ പ്രയാസം. അപ്പോൾ അക്കരെ പോകുമ്പോഴത്തേക്ക് അവിടെ മാലിന്യമൊന്നുമില്ല, ഇക്കരെയാണ് ഈ ഘട്ടുകളും ഈ മാലിന്യമൊക്കെ. ഗംഗാനദിയുടെ ഒരു പകുതി വരെ വെള്ളത്തിന് നിറം മാറ്റമുണ്ട്, അത് കഴിയുമ്പോഴത്തേക്ക് നല്ല പരിശുദ്ധമായ വെള്ളമാണ്. ഞങ്ങൾ അക്കരെ പോയിട്ട് ആണ് ഞങ്ങൾ ഗംഗയിൽ മുങ്ങി പാവമെല്ലാം കഴുകിക്കളഞ്ഞു. ഗംഗയിൽ മുങ്ങിയ പാവമെല്ലാം കഴുകിക്കളഞ്ഞു എന്നുള്ളതാണല്ലോ. അത് കഴിഞ്ഞ് ഭയങ്കര തണുപ്പ്. എന്നിട്ട് ഞങ്ങൾ വള്ളത്തിൽ കയറി തിരിച്ചു വന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ബീഹാറിൽ യു പിയിൽ ഉണ്ടായ അനുഭവങ്ങളാണിതൊക്കെ. അന്ന് അവിടെ ഒരു മലയാളിയെ ഇൻ്റർവ്യൂ ചെയ്തൊരു ഡോക്ടർ മലയാളി, അദ്ദേഹം അസംബ്ലിയിലോട്ട് മത്സരിക്കുക. അതായത് ഈ യോഗി ആദിത്യനാഥ് അക്കാലത്ത് മത്സരിക്കുന്നുണ്ട്. ഭയങ്കര തീവ്രവാദ പ്രസംഗങ്ങളാണ്, മറ്റ് മതങ്ങളെയൊക്കെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്. തീവ്രവാദ പ്രസംഗമാണ്, അത് കേൾക്കാൻ ആൾ കൂടുന്നുണ്ട്. അന്ന് ഇദ്ദേഹം മുഖ്യമന്ത്രിയൊന്നും ആയിട്ടില്ല. അപ്പോൾ ആ സമയത്തൊരു മലയാളി അവിടെ ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹം BJP ആണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഇൻ്റർവ്യൂ ചെയ്യുകയൊക്കെ ചെയ്തു. ആ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ബീഹാറിൽ പട്നയിൽ വെച്ചിട്ട് വേറൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ ബീഹാറിൽ BJPയുടെ പ്രസിഡൻ്റൊക്കെ ആവുകയും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററൊക്കെ ആവുകയും ചെയ്ത വേറൊരു മോദിയുണ്ട്, വേറൊരു മോദിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു മലയാളി സ്ത്രീയാണ്. അപ്പോൾ അദ്ദേഹം ആ കഥയൊക്കെ പറഞ്ഞു. എന്നിട്ട് ആ മലയാളിയെ, അവർ കോട്ടയംകാരിയാണ്, അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ, അവരെ കാണാനും മീറ്റ് ചെയ്യാനൊക്കെ നോക്കിയെങ്കിലും അതൊന്നും പറ്റിയില്ല. അവർ ട്രെയിനിൽ വെച്ചിട്ട് യുവമോർച്ചയുടെ ഒരു അഖിലേന്ത്യാ കൺവെൻഷനായിട്ട് ഇദ്ദേഹം പോകുമ്പോഴത്തേക്ക് ഇവർ മലയാളി നേഴ്സായിരുന്നു, ഇവരെ പരിചയപ്പെട്ടു. അപ്പോൾ ഇവരെ പരിചയപ്പെട്ട് ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടു. അങ്ങനെ വലിയ പ്രേമമായി. അങ്ങനെ അവരെ കല്യാണം കഴിച്ചതാണ്. അങ്ങനെ അദ്ദേഹം പിന്നീട് അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററൊക്കെ ആവുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ കുറച്ച് പല മലയാളികളെയും പല സ്ഥലങ്ങളിലും വെച്ച് ഈ യു പിയിലും അതെ ബീഹാറിലും ഒക്കെ വെച്ചിട്ട് അവിടെ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ ബംഗാളിൽ ഇലക്ഷൻ പോയപ്പോഴത്തേക്ക് അവിടെ നമ്മൾ പല കഥാപാത്രങ്ങളെയും കണ്ടു.
അവിടെ ഒരു കാര്യം നമ്മൾ ഒബ്സർവ് ചെയ്ത് എന്താണെന്ന് പറഞ്ഞാൽ സിംഗൂരിൽ പോയി ടാറ്റയുടെ നാനോ പ്ലാന്റിന് സ്ഥലം ഏറ്റെടുത്ത് നാനോ പ്ലാന്റ് ഉണ്ടാക്കിയ സ്ഥലത്ത് പോയിരുന്നു. അത് അടഞ്ഞു കിടക്കുകയാണ്. ആ കർഷകർക്കൊന്നും ആ സ്ഥലം തിരിച്ചു കിട്ടിയിട്ടില്ല. അത് ഒക്കെ ക്യാമ്പയിൻ ചെയ്താണ് മമതാ ബാനർജി അധികാരത്തിൽ വന്നത്. അവിടെ ഞങ്ങളൊരു പാർട്ടി ഓഫീസിൽ പോയി ഞങ്ങൾ പടമെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവിടുത്തെ പാർട്ടിക്കാർ ഞങ്ങളെ ഓടിച്ചു. അപ്പോൾ അവരവിടെ എന്തൊക്കെ അനധികൃത കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇലക്ഷൻ സമയമാണല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ പലരും ആലോചിക്കും ഈ CPM എന്താ അവിടെ നിന്ന് പിന്നീട് അവർക്ക് ഒരു MLA പോലും ഇല്ല ബംഗാളിൽ, MP മാരും ഇല്ല, ഒരു MLA പോലും ഇല്ല. അത് CPM ഒരു MLA പോലും ഇല്ലാത്ത അത്രയ്ക്ക് അവർ തകർന്നു പോയ എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പലരും ആലോചിക്കാറുണ്ട്. എന്തോ CPMൻ്റെ ജനം അത്രയ്ക്ക് വെറുത്തത് കൊണ്ടാണ് എന്നൊക്കെ പലരും തിയറി പറയുമെങ്കിലും യഥാർത്ഥത്തിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ CPMലുണ്ടായിരുന്ന അണികൾ മുഴുവൻ, അതിലുണ്ടായിരുന്ന ഗുണ്ടകൾ മുഴുവൻ നേരെ കൂടോടെ തൃണമൂൽ കോൺഗ്രസ്സിലോട്ട് മാറുകയാണ് ചെയ്തത്. അവർ CPMൻ്റെ ഒരു ബി ടീം പോലെയായി, അവർ മാറി പുതിയ CPM. അപ്പോൾ അവർ ഇടതുപക്ഷത്തിൻ്റെ നയങ്ങൾ തന്നെ അവർ അങ്ങ് ഏറ്റെടുത്തു. അവരുടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു തീവ്രവാദ നയങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് ഈ CPMലെ അണികൾക്കും ഒക്കെ ചേക്കാറാനൊരു പറ്റിയ സ്ഥലമായി മാറി. അങ്ങനെയാണ് അവരും കാഡർ ബേസ്ഡ്, ഇവരും കാഡർ ബേസ്ഡ്. അങ്ങനെ ഇവരെല്ലാം കൂടെ കൂടോടെ അങ്ങോട്ട് മാറിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ CPM അവിടെ വളരെ ദുർബലമായി പോയത്. അവിടുത്തെ അന്നത്തെ ഒരു CPM നേതാവിൻ്റെ CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന നേതാവിൻ്റെ മണ്ഡലത്തിലൊക്കെ പോയപ്പോഴത്തേക്ക് ഞാൻ എണ്ണി നോക്കി, ഒരു 100 പേര് തികച്ചില്ല മീറ്റിങ്ങിൽ. പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ യോഗമാണ്. അത്ര ഒരു പരിതാപകരമായ അവസ്ഥയിലായിരുന്നു അന്ന് CPM. അതിൻ്റെ പ്രധാന കാരണം ഇതാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ദ്രൗപദിയെ കണ്ടു. എന്ന് വെച്ചാൽ നമ്മുടെ രൂപ ഗാംഗുലി, അവരുടെ വീട്ടിൽ ഇപ്പോൾ തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. അപ്പോൾ രൂപ ഗാംഗുലി അന്നും അവിടെ ഒരു ഐക്കണാണ്. ഒരു മധ്യ വയസ്സിലോട്ട് കിടക്കുന്ന, അപ്പോഴും വളരെ അന്ന് കണ്ടാൽ ദ്രൗപദിയെ പോലെ തന്നെ ഇരിക്കുക. TV രാമായണം സീരിയലിൽ വരുന്ന, മഹാഭാരതം സീരിയലിൽ വരുന്ന ദ്രൗപദിയെ പോലെ തന്നെ ഇരിക്കും. അപ്പോൾ അവരൊക്കെ അവരുടെ സ്വന്തം ശക്തി കൊണ്ടോ അവരുടെ സ്ഥാനാർത്ഥി എന്നുള്ള മികവ് കൊണ്ടോ ഒന്നുമല്ല, തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് അങ്ങ് ജയിച്ചു പോകും, അത്രയേ ഉള്ളൂ. വേറൊരു സ്ഥാനാർത്ഥിയെ കാണാൻ പോയി, ഒരു സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഗ്രാൻഡ് നെവ്യൂ. അപ്പോൾ നമ്മൾ പുള്ളിയുടെ വീടൊക്കെ പറഞ്ഞു തന്നു. നമ്മൾ ബംഗാളികൾ എന്ന് പറഞ്ഞാൽ വളരെ അലസന്മാരായിട്ടുള്ള ഒരു വർഗമാണ്. അവരെല്ലാം ഇങ്ങനെ ചുമ്മാ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക, അഡ്ഡ എന്നാണ് അതിന് പറയുന്നത്. ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ ഒരു സ്കൂളിൽ, ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ അടുത്തൊരു സ്കൂളുണ്ട്. സ്കൂളിൻ്റെ അന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് വീട്ടമ്മമാരൊക്കെ വന്നിട്ട് അവിടെ വന്ന് വഴിയിലൊക്കെ കുത്തിയിരിക്കുന്നു. ചിലപ്പോൾ റെസ്റ്റോറൻറ്റ് കസേരകളിലൊക്കെ ഇരിക്കുന്നു. ചിലർ നിന്നുകൊണ്ട് സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1:30 വരെ അവരവിടെ കാണും. അവർ ഇടയ്ക്ക് ചായ കുടിക്കുന്നു. അത് കഴിഞ്ഞ് 1:30 ആകുമ്പോഴത്തേക്ക് സ്കൂൾ വിട്ട് പിള്ളേരുമായിട്ട് അവർ പോകുന്നു. ഞാൻ ചോദിച്ചത് ഇതെന്താ ഇവർ ഈ രാവിലെ വന്ന് ഇവിടെ ഇരിക്കുന്നത്? കുട്ടികളെ കൊണ്ടുവിടാൻ വരുന്ന അവരുടെ പിള്ളേരുടെ അമ്മമാർ ഉച്ചവരെ അവിടെ വർത്തമാനം പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. അവർ തിരിച്ചു പോകുന്നില്ല വീട്ടിലോട്ട്. അവരിവിടെ വന്ന് വേറെ പല കുട്ടികളുടെ അമ്മമാരെ അവർക്ക് പരിചയമായി, അവരൊക്കെ ആയിട്ട് സൗഹൃദമായി. അവർ വർത്തമാനം പറയാനായിട്ട് രാവിലെ മുതൽ ഉച്ചവരെ സ്കൂൾ സമയം മുഴുവൻ സ്പെൻഡ് ചെയ്യുകയാണ്. അത് അവരുടെ ഒരു സ്വഭാവമാണിത് കാണിക്കുന്നത്. അവിടെ ഒരു പാർക്കിൽ പോയിരുന്നു. അപ്പോൾ അവിടെ നടപ്പുകാരുണ്ട്. ഇവിടെ മ്യൂസിയത്തും കനകക്കുന്നിലുമൊക്കെ നടപ്പുകാരുള്ളമാർ, അവിടെ കുറേ നടപ്പുകാർ ഗ്രൂപ്പായിട്ട് നടക്കുന്നു. അതിലൊരു ഗ്രൂപ്പിനെയൊക്കെ പരിചയപ്പെട്ടു. അവരിങ്ങനെ സംസാരിച്ചോട്ടാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ളൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ അവർ കാപ്പി കുടിക്കാൻ വരും, കാപ്പിയോ ചായയോ ഒക്കെ കുടിക്കാൻ. അവിടെ ഇരുന്ന് അവർ നടപ്പ് കഴിഞ്ഞ് പിന്നെ സംസാരമാണ് ഒരുപാട്. അപ്പോൾ അവരെ വെച്ച് ഞാൻ പരിചയപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ സംസാരം, വർത്തമാനം, അലസത എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു ബംഗാളി സ്വഭാവത്തിൻ്റെ തന്നെ ഭാഗമാണ്. വളരെ ഒരു മുഷിഞ്ഞ നഗരമാണ് കൽക്കട്ട. വലിയ പ്രതാപമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു കെട്ടിടത്തിനും പെയിൻ്റ് അടിച്ചിട്ടോ എത്രയോ പതിറ്റാണ്ടുകളായ അങ്ങനത്തെ ഒരു സ്ഥലമാണ് അവിടെ. അതേസമയം അവിടെ ബുദ്ധിജീവികളായിട്ട് ഒരു 50,000 പേരുണ്ട് ആ നഗരത്തിൽ. ബംഗാൾ എന്ന് പറഞ്ഞാൽ കൊൽക്കട്ട മാത്രമേ ഉള്ളൂ. ബംഗാളിൽ പിന്നെ അടുത്ത വലിയ നഗരം എന്ന് പറയുന്നത് സിലിഗുഡിയാണ്, അതങ്ങ് ദൂരെ. അത് നമ്മുടെ കൊച്ചിയുടെ അത്രയോ ഇല്ല, ഒരു പാലക്കാടിൻ്റെ അത്രയൊക്കെ വരുന്ന ഒരു സിറ്റി മാത്രമാണത്. അതാണ് രണ്ടാമത്തെ വലിയ നഗരം. അപ്പോൾ ഒരു ആർട്ട് സിനിമ അവിടെ ഇറങ്ങിയാൽ അവിടെ അതൊരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ അവിടെ വിജയകരമായിട്ട് ഓടും. കാരണം എന്താണെന്ന് വെച്ചാൽ ആർട്ട് സിനിമ കാണുന്ന, അല്ലെങ്കിൽ അത്തരം സീരിയസ് സാഹിത്യം വായിക്കുന്ന ഒരു 40,000 50,000 പേര് ആ നഗരത്തിലുണ്ട്. അപ്പോൾ അവർ മതി.
അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ അത് കഴിഞ്ഞാൽ പിന്നൊന്നുമില്ല. ഇവർ ഇങ്ങനെ ഒരു ഇൻ്റലിജൻസിയ അവിടെ ഉണ്ട്, അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ കേട്ടിരുന്നു ഇലിഷ് എന്നും പറഞ്ഞിട്ടൊരു മീനുണ്ട്, ഹിൽസ. അപ്പോൾ പ്ലെയിനിൽ ഇരിക്കുമ്പം തന്നെ നമ്മൾ ഇതിൻ്റെ എയർലൈൻ മാഗസീനിൽ ഹിൽസയുടെ പടങ്ങൾ, ഇത് ഭയങ്കര ബംഗാളി ഇതാണ്, ബംഗാളികൾക്ക് വലിയ താല്പര്യമാണ്. അത് പത്മ നദിയിലെ ഹിൽസയാണ് ഏറ്റവും മികച്ചത്. അത് ബംഗ്ലാദേശിൽ നിന്ന് ആണ് ഒഴുകി വരുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് അപ്പം ഹിൽസ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് കൽക്കട്ടയിലോട്ട്. അതിന് ഭയങ്കര വിലയാണ്, കിലോയ്ക്ക് 3000 രൂപയൊക്കെയാണ് മീനിന് വില. അപ്പോൾ അവിടെ ബംഗാളികളുടെ ഏറ്റവും വലിയ ഡെലിക്കസി ആണെന്നൊക്കെ പറഞ്ഞ് ഞാനും ഫോട്ടോഗ്രാഫർ, അത് ഇത് മൂന്നാമതോ പോയപ്പോഴത്തേക്കാണിത്, ജോസൂട്ടി പനക്കലും കൂടിയിട്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ്, ഭോജാഹരി മന്ന എന്നും പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ്, തനി ബംഗാളി ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ്. അവിടെ പോയി ഞങ്ങൾ ഈ ഇലിഷ് എന്ന് പറയുന്ന, അതായത് ഹിൽസ എന്ന് പറയുന്ന മീൻ കറി വാങ്ങിച്ചു. മീൻ കറിയോ പൊരിച്ചതോ ഒക്കെ. ഹയ്യെ മുള്ളുവാള പോലൊരു മീൻ, നിറയെ മുള്ള്, അതിന് ഒരു ടേസ്റ്റും ഇല്ല. ഇത് ഈ ബംഗാളികൾക്ക് ഇത്ര വലിയ ക്രേസ് എന്താണെന്ന് കഴിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടിയില്ല. ഈ മുള്ളെന്ത് ചെയ്യണമെന്നൊരു പിടിയുമില്ല. നമ്മൾ മലയാളികളായതുകൊണ്ട് നമുക്ക് ഈ മുള്ള് ചവച്ച് തുപ്പാൻ എങ്കിലും നമുക്ക് ഈ മുള്ളു മീനൊക്കെ തിന്ന് പരിചയമുള്ളതുകൊണ്ട് പറ്റുമായിരിക്കും, വേറെ ആർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് ബംഗാളികൾക്ക് ഇതെന്തോ വലിയ സ്വർഗീയ വലിയ സംഗതിയായിട്ടാണ് ഈ ഹിൽസ മീനിനെ അവർ കാണുന്നത്. അപ്പോൾ ഈ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുടെ റിപ്പോർട്ടിങ്ങിന് പോകുമ്പോൾ ഇങ്ങനെ ഒരു വേരീഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ അവിടെ തന്നെ കർണാടകത്തിൽ അവസാനം പോയത് കർണാടകത്തിലാണ് ഇലക്ഷന്. കർണാടകത്തിൽ ഇലക്ഷന് പോകുമ്പോൾ അവിടെ ഈ ദേവഗൗഡയുടെ മകൻ മത്സരിക്കുന്നുണ്ടായിരുന്നു, അയാൾ ജയിച്ചു. അപ്പോൾ അവിടെ നമ്മൾ ബംഗാളിലും പല സ്ഥലങ്ങളിലും പോയി. അപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ്, UDF ഗവൺമെൻറ്, സിദ്ധാരാമയ്യ മുഖ്യമന്ത്രിയും മറ്റേ DK ശിവകുമാർ ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിട്ട് അധികാരത്തിൽ വന്ന് 1 വർഷം പോലും ആയില്ല. 2024 ഇലക്ഷനാണിത്, പാർലമെൻറ്റ് ഇലക്ഷൻ. അവിടെ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഇവരൊരുപാട് ക്ഷേമ പദ്ധതികൾ നടപ്പാക്കി. 2000 രൂപ ഇൻകം ടാക്സ് കൊടുക്കാത്ത എല്ലാ സ്ത്രീകളുടെ അക്കൗണ്ടിൽ മാസത്തോടെ 2000 രൂപ ഇടും. എല്ലാ സ്ത്രീകൾക്കും ബസ് യാത്ര ഫ്രീ, എത്ര ദൂരം വേണമെങ്കിലും. അപ്പോൾ എല്ലാവരും പറയുന്നു, ഒരുപാട് പേര് പറയുന്നു ഇത് അവർക്ക് BJP ഇത്തവണ തോക്കും, കർണാടക ഇത്രയും വലിയ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ എന്ന് എല്ലാവരും പറയുന്നു. ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് BJPക്ക് ഭൂരിപക്ഷ സീറ്റുകളും, വളരെ കുറച്ച് സീറ്റുകളെ കോൺഗ്രസ്സിനുള്ളൂ. അതിൻ്റെ കാരണം ജനം BJP അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് മാറണമെന്നുള്ള താല്പര്യം വെച്ചിട്ട് അവർ വോട്ട് ചെയ്തു. അവിടുത്തെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. പാർലമെൻറ്റ് ഇലക്ഷൻ വന്നപ്പോൾ നേരെ തിരിച്ചുമായി. എന്ത് ക്ഷേമ പദ്ധതിയും തേനും പാലും ഒഴുക്കിയിട്ടും കാര്യമില്ല. ജനത്തിന് താല്പര്യം എന്താണോ അത് മാത്രമേ അവർ ചെയ്യത്തുള്ളൂ. അത് കേരളത്തിലും അങ്ങനെ തന്നെയാണ് പാർലമെൻറ്റ് ഇലക്ഷനിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ ഒരു സ്റ്റോറി എഴുതിയതിന് ശേഷം അതിൻ്റെ റിയാക്ഷൻ ഇത്ര ഭയങ്കരമാവുന്നത് നമുക്കൊരു വലിയ അത്ഭുതമാവുന്നതാണ്. അവിടെ പോയി നമ്മൾ ക്ലാരയെ കാണാൻ പോയി. നമ്മുടെ സുമലത അവിടെ മത്സരിക്കുകയാണ്. അവരുടെ ഭർത്താവ് അംബരീഷ് മത്സരിച്ച് MP ആയിരുന്നു. അംബരീഷ് മരിച്ചു. ആ മണ്ഡലത്തിൽ ഇപ്പോൾ അവർ മത്സരിക്കുകയാണ്. അവരെ കാണാൻ പോയി, അവരെ ഇൻ്റർവ്യൂ ചെയ്ത് പടമൊക്കെ എടുത്തു. അവരിപ്പോഴും വളരെ സുന്ദരിയായിരിക്കുന്നു. ഒരു മധ്യ വയസ്സിലോട്ട് കടന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. വളരെ പ്രൗഢയായിട്ടുള്ള, ഒന്നാന്തരമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കും. വളരെ ഇൻ്റലിജൻ്റായിട്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയും. അങ്ങനെയൊക്കെയുള്ളൊരു കഥാപാത്രമാണ്. അല്ലാതെ നിങ്ങൾ തൂവാനത്തുമ്പികൾ കണ്ടിട്ട് അതിൽ സുമലതയാണ് ഇപ്പോഴും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ അത് അംബരീഷ് വളരെ ധനികനായ ഒരാളായിരുന്നു. ഒരുപാട് പണം ഉണ്ടാക്കുമായിരുന്നു പലതരം ബിസിനസ്സുകളൊക്കെ ചെയ്തിട്ട്. അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ഇപ്പോൾ ആ സ്വത്ത് മുഴുവൻ ഇപ്പോൾ അവർക്കാണ്. വലിയ വീട്, വലിയ കാറുകൾ, ഇതെല്ലാം അവർക്കാണ്. അവരത് മാനേജ് ചെയ്യുന്നു. അവർ പാർലമെൻറ്റിലോട്ട് മത്സരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ആ വാർത്ത വന്നപ്പോഴത്തേക്ക് കർണാടക ഇലക്ഷനിൽ നമ്മളെ എത്ര പാടുപെട്ട് ഏതൊക്കെ മണ്ഡലങ്ങളിൽ പോയി എന്ത് കഷ്ടപ്പെട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇതിനാണ് ഏറ്റവും കൂടുതൽ വായനക്കാർ. ഇത് വായിച്ചിട്ട് അങ്ങ് ഭയങ്കര അഭിപ്രായം സോഷ്യൽ മീഡിയയിലുമൊക്കെയാണ്. സുമലത, ക്ലാര എന്ന് പറഞ്ഞിട്ട് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഇതും തമ്മിലൊരു ബന്ധം ഉണ്ടാവണമെന്നില്ല. ഇത്തരം സെലിബ്രിറ്റീസിനെയൊക്കെ കുറിച്ചൊക്കെ ആണ് സ്റ്റോറി കൊടുക്കുന്നതെങ്കിൽ അതിനായിരിക്കും കൂടി. ഇന്നത്തെ കാലം അതിപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇത് 25 വർഷമായി. ഇപ്പോൾ ഞാൻ 1999 തുടങ്ങിയിട്ട് 2024 അവസാനത്തെ ഇലക്ഷൻ 13 ഇലക്ഷൻ കവർ ചെയ്തു.
ഇപ്പോഴും ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് കോട്ടയത്ത് മീറ്റിങ്ങൊക്കെ നടക്കുമ്പോഴത്തേക്ക് പുതിയ തലമുറയിൽപ്പെട്ട പിള്ളേർ പോലും എന്നെ അങ്ങോട്ട് അവിടെ ഇവിടെ ഉള്ളതൊക്കെ പറയുന്നതാണ് പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ ഒരു വെറ്ററൻ ആയി ഈ ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിൽ എന്നുള്ളത് ഒരു ഒട്ടും പ്രതീക്ഷിച്ചിട്ടുള്ളൊരു കാര്യമല്ല, എന്നാൽ അങ്ങനെ സംഭവിച്ചു. ഇനി പറയാനുള്ളത് നമ്മുടെ വിദേശ യാത്രകളെ കുറിച്ചാണ്. അപ്പോൾ വിദേശ യാത്രകളിൽ ഒരു ഫീച്ചർ എഴുതിയിട്ട്, പരമ്പര എഴുതിയിട്ട് അത് കൊടുക്കാത്ത ഒരു ഇതിനെക്കുറിച്ച് പറയാം. 2007 സിംഗപ്പൂരിൽ പോയി. ഫാരിസ് അബൂബക്കർ അന്ന് ദീപിക ചെയർമാൻ. ഫാരിസ് അബൂബക്കർ BSF മുഖ്യമന്ത്രി. അപ്പം അവിടെ ഫാരിസ് അബൂബക്കർ പലതരം വിവാദങ്ങളിലുണ്ട്. അപ്പോൾ പാർട്ടിയിൽ ഒരു വിഭാഗം അദ്ദേഹത്തിൻ്റെ കൂടെയും BS എതിർഭാഗത്തും അങ്ങനെയൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ സിംഗപ്പൂരിലൊരു കോടതി വിധി വന്നു. സെൻറ്റൻസാണ്, തടവ് ശിക്ഷ. അപ്പോൾ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യണത് നേരിട്ട് അവിടെ പോയാൽ സിംഗപ്പൂർ അങ്ങനെ ഇൻഫർമേഷനൊന്നും കിട്ടാൻ എളുപ്പമുള്ള ഒരു സ്ഥലമല്ല. അങ്ങനെ ഞാൻ പോയി. അപ്പോൾ നമുക്ക് സെക്കൻഡറി സോഴ്സുകളെ ആശ്രയിക്കണം. ഞാനവിടെ സ്ട്രെയിറ്റ് ടൈംസ് എന്ന പത്രത്തിൽ പോയി. ഫാരിസ് അബൂബക്കർ താമസിച്ചിരുന്ന സ്ഥലം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഒരുപാട് പേരെ ഇൻ്റർവ്യൂ ചെയ്തു. സ്ട്രെയിറ്റ് ടൈംസിൽ മലയാളി പ്രവർത്തകരുണ്ടായിരുന്നു. അവർ കോടതി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചൈനീസ് വംശജയായ ഒരു ജേർണലിസ്റ്റിനെ പരിചയപ്പെടുത്തി തന്നു. അവർ ഉള്ള ഡീറ്റെയിൽസ് മുഴുവൻ നമുക്ക് തന്നു. അവിടെ ശിക്ഷ വിധിച്ചിട്ടുണ്ട്, സെൻറ്റൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് പുള്ളി അവിടെ നിന്ന് കടന്നതാണ്, കേസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മനോരമയിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സിംഗപ്പൂരിൽ പോയിട്ടുണ്ട് ഈ കേസിൻ്റെ വിവരങ്ങൾ എടുക്കാനായിട്ട് എന്ന് ഫാരിസ് അബൂബക്കർ അറിഞ്ഞു കാണണം. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, തൊട്ടടുത്ത ഞാനിപ്പോൾ ഒരു ചൊവ്വാഴ്ച ബുധനാഴ്ചയോ ആയിരിക്കും പോയി, തൊട്ടടുത്ത സൺഡേയിൽ മിസ്സസ് കെ എം മാത്യുവിനെ കുറിച്ചൊരു വലിയ ഫീച്ചർ. അന്ന് മിസ്സസ് കെ എം മാത്യു ഉള്ള സമയമാണ്, വനിതാ ചീഫ് എഡിറ്ററൊക്കെ ആയിട്ട് വളരെ പ്രായമായിരിക്കുന്നത്. അവരെക്കുറിച്ചൊരു ഇതുപോലൊരു മഹതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയൊരു ഫീച്ചർ കൊടുത്തു. അത് ഒരുപാട് പടങ്ങളും ഒക്കെ വെച്ചിട്ട് ദീപികയുടെ സൺഡേ കവർ ഫീച്ചറാണ് മനോരമയുടെ ജീവടിയുടെ വൈഫിനെ കുറിച്ച്. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കും ഒരു പ്രയാസം. ഇയാൾ വലിയ അവരുടെയൊക്കെ അമ്മയാണല്ലോ, അവരുടെ അമ്മയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെയൊക്കെ വലിയ ഇതായിട്ടൊക്കെ എഴുതിയിട്ട് പിന്നെ ഉടനെ തന്നെ നമ്മൾ അയാൾ സിംഗപ്പൂരിൽ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതെങ്കിലും അത് വിചാരിച്ചിട്ടായിരിക്കും തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു അത് വേണമെന്നില്ല, എന്തായാലും സ്റ്റോറി ഫയൽ ചെയ്തു, അത് ഫയലിലിരിക്കട്ടെ, പിന്നെ എപ്പോഴെങ്കിലും ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ആ 3 പാർട്ട് പരമ്പര എഴുതി. അത് കോട്ടയത്ത് എവിടെയോ ഫയലിലുണ്ടായിരിക്കും, ഇതുവരെ അത് പ്രസിദ്ധീകരിച്ചില്ല. എന്തായാലും സിംഗപ്പൂരിൽ പോയി ഒരാഴ്ച നിൽക്കാൻ പറ്റി കേട്ടോ. അങ്ങനെ ഒരു സിംഗപ്പൂരൊക്കെ ഒന്ന് കാണാനും ഒക്കെ പറ്റി. അത് ആദ്യത്തെ യാത്രയെന്ന് പറയുന്നത് 1995 അത് ഇറാനിലോട്ടാണ്. ഇറാനിൽ പോയ മലയാളി ജേർണലിസ്റ്റുകളുണ്ടോയെന്ന് സംശയമാണ്. അപ്പോൾ അന്ന് ഗുജറാൾ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററാണ്, വിദേശകാര്യമന്ത്രി. ഗുജറാളിൻ്റെ കൂടെയുള്ള പത്രപ്രവർത്തക സംഘത്തിലാണ് പോകുന്നത്. അപ്പോൾ ഇറാനിലോട്ട് പ്ലെയിൻ ചെന്ന് ഇറങ്ങാൻ പോകുമ്പോൾ ദുബായിൽ നിന്ന് പിന്നെ എമിറേറ്റ്സിലാണ് ടെഹ്റാനിലോട്ട് പോകുന്നത്. പ്ലെയിനിൽ ഒരുപാട് പേര് ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് മദാമ്മമാരെ പോലെ ഇരിക്കുന്ന ഒത്തിരി ലേഡീസും ഒക്കെ ഇരിപ്പുണ്ട്. ഇറാനിലോട്ട് ഡിസെൻറ്റ് തുടങ്ങാൻ പോവാണ് എന്ന് അനൗൺസ് ചെയ്ത ഉടനെ പെട്ടെന്ന് ഒരുപാട് പേര് ലേഡീസ് എണീറ്റിട്ട് അവർ മുകളിലുള്ള ക്യാബിനിൽ നിന്ന് ബാഗ് എടുത്തിട്ട് അതിനകത്ത് കറുത്ത വസ്ത്രം എടുക്കുന്നു. ചഡോർ എന്നാണ് അതിന് ഇറാനിൽ പറയുന്നത്, എന്ന് വെച്ചാൽ ബുർഖ, ശിരോവസ്ത്രം എടുക്കുന്നു, ഹിജാബ് എടുക്കുന്നു. എന്നിട്ട് അവരിട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ മേളിൽ കൂടിയിട്ട് ഈ കറുത്ത വസ്ത്രവും ഇട്ട് തലയിൽ ഇതെല്ലാം ഇട്ട് അവർ ഇറാനിയൻ വനിതയായി മാറുന്നു. ഇറാനിൽ ചെന്നിറങ്ങുമ്പോൾ ഈ രൂപത്തിലാണ് ഇറങ്ങുന്നത്. അകത്തിരിക്കുന്നത് അസൽ വെസ്റ്റേൺ ഡ്രസ്സിലാണ് ഇരിക്കുന്നത്. പിന്നീട് നമ്മൾ ഇന്ത്യൻ എംബസി പോയപ്പോൾ ഇത് തന്നെ കാണേണ്ടി 2 പെൺകുട്ടികൾ അവിടെ സ്റ്റാഫായിട്ടുണ്ട്. അവർ രണ്ടുപേരും രാവിലെ ജീൻസ് ടീഷർട്ടൊക്കെ ഇട്ട് ഹൈ ഹീൽ ഷൂസും ഒക്കെ ഇട്ട് നേരെ ഇറാൻ എംബസി വന്നു. എംബസിയുടെ വാതിലടച്ച് നേരെ അവർ ചെയ്യുന്നത് ഈ കറുത്ത ഈ ബുർഖയും എന്ന് വെച്ചാൽ ചഡോർ എന്ന് പറയുന്ന അതും ശിരോവസ്ത്രമൊക്കെ അഴിച്ച് ഒരു ഹാങ്ങറിൽ തൂക്കി. എന്നിട്ട് അതിനകത്ത് നടക്കുന്ന മുഴുവൻ ഈ മോഡേൺ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് അതിനകത്ത് ഇഷ്ടംപോലെ വനിതകൾ അപ്പോൾ കാർ ഓടിച്ചൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ സൗദിയിലൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് വനിതകൾക്ക് കാർ ഓടിക്കാൻ ലൈസൻസൊക്കെ കിട്ടിയത്. പക്ഷേ ഇറാനിൽ അത് പണ്ടേ ഉണ്ടായിരുന്നു. അത് ജനങ്ങളുടെ മനസ്സിലിരിപ്പും ജനങ്ങളുടെ താല്പര്യത്തിന് നേരെ വിരുദ്ധമായിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ ഓരോ അടിച്ചേൽപ്പിക്കൽ എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു ഇറാനിൽ അന്ന് തന്നെ. പക്ഷേ ഇറാൻ ഒരു വലിയ അനുഭവമായിരുന്നു കേട്ടോ. അവിടുത്തെ
ഭക്ഷണവും അതെ. അവിടെ നമ്മൾ പുറത്തേക്കൊന്നും യാതൊന്നും കാണാൻ പറ്റത്തില്ല. ഇന്ത്യയും ഇറാനുമായിട്ട് അന്നും നല്ല സഹകരണം ഉണ്ടായിരുന്നു. ഞാനൊരു മിലിറ്ററി അറ്റാഷയുടെ വീട്ടിൽ പോയി. അപ്പോൾ ഇന്ത്യക്ക് അന്ന് റഷ്യയുടെ കിലോ ക്ലാസ് സബ്മറൈൻസ് ഉണ്ട്, ന്യൂക്ലിയർ സബ്മറൈൻസ് ഉണ്ട് ഇന്ത്യക്ക്. ഈ കിലോ ക്ലാസ് സബ്മറൈൻസ് ഇറാനും റഷ്യ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നേവൽ അറ്റാഷയാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ അവരുമായിട്ട് പ്രതിരോധ സഹകരണം ഉണ്ടെന്നുള്ളത് അതിൽ നിന്നൊക്കെ വളരെ വ്യക്തമായിരുന്നു. പിന്നെ ഏറ്റവും വലിയ വിദേശയാത്ര എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ മനോഹരമായ അനുഭവം ഉണ്ടായത് കോമൺവെൽത്ത് പ്രസ് യൂണിയൻ്റെ ഹാരി ബ്രിട്ടൻ ഫെലോഷിപ്പ് കിട്ടി. അപ്പോൾ ഈ ഫെലോഷിപ്പ് ഒരു രാജ്യത്ത് നിന്ന് ഒരാൾക്ക് മാത്രം ഒരു വർഷം കിട്ടുന്നതാണ്. അപ്പോൾ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്നാണ് 12 പേരുണ്ടായിരുന്നു. 6 ആണുങ്ങളും 6 കറുത്ത വർഗ്ഗക്കാരും മദാമ്മമാരും. ഓസ്ട്രേലിയയിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ആദ്യമായിട്ട് 2 ലേഡി ജേർണലിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്ക അപ്പാർത്തൈഡ് കാരണം അവരെ അഡ്മിറ്റ് ചെയ്യത്തില്ലായിരുന്നു ഈ ഫെലോഷിപ്പിന്. അപ്പാർത്തൈഡ് മാറി നെൽസൺ മണ്ടേല പ്രസിഡൻ്റ് ആയതിനു ശേഷമാണ് അതൊക്കെ അനുവദിച്ചത്. അത് 2 മാസമുണ്ട്. അത് കഴിഞ്ഞ് ഒരു യൂറോപ്യൻ ടൂറിനൊക്കെ പോയി. അപ്പോൾ നമ്മൾ റോയിട്ടേഴ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, പിന്നെ അങ്ങനെയുള്ള വലിയ വലിയ പത്രസ്ഥാപനങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സിലും ഓഫീസുകളിലും ഒക്കെ സന്ദർശിക്കാനും ബ്രിട്ടൻ്റെ എല്ലാ ഭാഗത്തും പോകാനും ഒക്കെ ഉള്ളൊരു ഒഫീഷ്യലായിട്ട് തന്നെ ഉള്ളൊരു വലിയ അവസരമായിരുന്നു ഈ ഹാരി ബ്രിട്ടൻ ഫെലോഷിപ്പ് അല്ലെ UK യാത്ര. പിന്നെ അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഇത് പറയേണ്ടത്, അങ്ങനെ അതൊരു വലിയ ഭാഗ്യമാണ്. ഇന്നത്തെ ജേർണലിസ്റ്റുകൾക്ക് ആർക്കും ഉണ്ടാകാത്ത ഒരു ഭാഗ്യവും കൂടിയാണ്. G8 സമ്മിറ്റ് കവർ ചെയ്യാനായിട്ട് എനിക്ക് 2008 വാഷിങ്ടണിൽ പോകാൻ പറ്റി. അപ്പോൾ അന്ന് ഈ വാഷിങ്ടണിൽ G20 സമ്മിറ്റ് എന്ന് പറയുന്നത് 2008 ഭയങ്കരമായ സാമ്പത്തിക തകർച്ച ലോകത്തുണ്ടായി. അപ്പോൾ എൻറോണിൻ്റെ തകർച്ച, ലീമാൻ ബ്രദേഴ്സിൻ്റെ തകർച്ച, വൻതോതിൽ സ്റ്റോക്ക് മാർക്കറ്റുകൾ ഇടിഞ്ഞു. അങ്ങനെ തകർന്നിരിക്കുന്ന അവസാനം ജോർജ് ബുഷ് പ്രസിഡൻസിയുടെ അവസാനം ഒബാമ എലക്റ്റഡായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ 2008 നവംബറിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ മൻമോഹൻ സിംഗാണ് പ്രൈം മിനിസ്റ്റർ. എയർ ഇന്ത്യ 1 എന്ന വിമാനത്തിലാണ് പോകുന്നത്. എയർ ഇന്ത്യ 1 747 ജംബോ ജെറ്റാണ്. മേളിൽ ടോപ്പ് ഒഫീഷ്യൽസും പ്രൈം മിനിസ്റ്ററുടെ താമസ സ്ഥലമൊക്കെ. താഴെ വീണ്ടും ഒഫീഷ്യൽസ്, സെക്യൂരിറ്റിക്കാർ, പത്രക്കാർക്കൊരു വലിയ സെക്ഷൻ തന്നെയുണ്ട്. പ്രമുഖ പത്രങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ഭൂരിപക്ഷവും ഡൽഹിയിൽ നിന്ന് ഉള്ളവരാണ്. അപ്പോൾ അത് ഓൺ ബോർഡ് പ്രസ് കോൺഫറൻസ് ഉണ്ട്. അങ്ങോട്ട് പോകുമ്പോഴും മൻമോഹൻ സിംഗ് വരും. അദ്ദേഹത്തിനൊരു കസേര പ്രത്യേകം ഒഴിച്ചിട്ടിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഫ്രാങ്ക്ഫർട്ടിൽ എത്തുന്നതിന് മുമ്പ് മൻമോഹൻ സിംഗ് വരും. ഓൺ ബോർഡ് പ്രസ് കോൺഫറൻസ് ഉണ്ട്. തിരിച്ചു വരുമ്പോഴും അതുപോലെ ഓൺ ബോർഡ് പ്രസ് കോൺഫറൻസ് ഉണ്ട്. ഇതൊക്കെ അവിടെ ഇരുന്ന് തന്നെ, പ്ലെയിനിൽ ഇരുന്ന് തന്നെ നമ്മൾ ലാപ്ടോപ്പിൽ അടിച്ച് നമ്മൾ കൊടുക്കണം. ഭയങ്കര ജോലിയാണ് കേട്ടോ. പ്രൈം മിനിസ്റ്ററുടെ കൂടെ യാത്ര ചെയ്യുന്ന എന്താ വലിയ സുഖമാണെന്നൊക്കെ വിചാരിക്കാമെങ്കിലും ജോലി കാര്യമായിട്ടുണ്ട്. അതൊരു അസുലഭമായ ഒരു അനുഭവമാണ്. അതായത് പ്രൈം മിനിസ്റ്ററുടെ കൂടെ എയർ ഇന്ത്യ 1 എന്ന് അപ്പോൾ പേരിടുന്ന ഒരു എയർ ഇന്ത്യ ജംബോ ജെറ്റിനെ എയർ ഇന്ത്യ 1 എന്ന് പേരിട്ട് കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ പോവുക. 2014 ശേഷം ഈ ഭാഗ്യം ആർക്കും ഉണ്ടായിട്ടില്ല. 2014 മോഡി വന്നു. മോഡി മീഡിയയെ കൊണ്ടുപോകില്ല. എയർ ഇന്ത്യയുടെ ജംബോ ജെറ്റിന് പകരം വേറൊരു പ്ലെയിൻ വാങ്ങി. ബോയിങ്ങിൻ്റെ തന്നെ വേറൊരു പ്ലെയിൻ വാങ്ങി. മീഡിയ അതിനകത്ത് കയറ്റില്ല. അപ്പോൾ പിന്നെ വെജിറ്റേറിയൻ ഭക്ഷണമൊക്കെ ആക്കി. അത് എന്തെങ്കിലും ആവട്ടെ. പക്ഷേ മീഡിയയെ 2014 ശേഷം വിദേശയാത്രകളിലൊന്നും കൊണ്ടുപോയിട്ടില്ല. മറ്റ് പ്രധാനമന്ത്രിമാരുടെ കാലത്ത് വിദേശയാത്രകളിൽ കൊണ്ടുപോകുമായിരുന്നു, ഓരോ പത്രവും നിയോഗിക്കുന്നതനുസരിച്ച്. അങ്ങനെ പോകാനൊരു ഭാഗ്യം, പ്രൈം മിനിസ്റ്റർ കൂടി പോകാൻ ഒരു ഭാഗ്യം ഉണ്ടായി. ഇനി ബിസിനസ്സിലേക്ക് വരാം. ഞാനിപ്പോൾ ഒരു ബിസിനസ് എഡിറ്റർ ആണല്ലോ ഇപ്പോൾ. അപ്പോൾ ബിസിനസ് എഡിറ്ററിലോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം പറയേണ്ടത്, ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ 98 വന്നപ്പോൾ ടെക്നോ പാർക്ക് വളരെ പച്ചപിടിച്ച് വരുന്നതേ ഉള്ളൂ. ഏതാനും കമ്പനികളേ ഉള്ളൂ. നമ്മുടെ RP ലാലാജിയുടെ CV സപ്പോർട്ട് സിസ്റ്റംസ്, IBS അന്നും ഉണ്ട്, VK മാത്യൂസിൻ്റെ. GA മേനോൻ എന്ന് പറയുന്ന വടക്കം പറവൂർക്കാരൻ, ഒരു വളരെ ധനാഢ്യനായ നല്ലൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ US സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന കമ്പനിയുണ്ട്. അങ്ങനെ പിന്നെ സൺടെക് എന്ന് പറയുന്ന നന്ദകുമാറിൻ്റെ സൺടെക് ഉണ്ട്. ഇത്തരം കമ്പനികളൊക്കെ ഉള്ളൂ. അപ്പോൾ ടെക്നോ പാർക്കിൻ്റെ തുടക്കം മുതൽ റിപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഉള്ള അവസരം ഉണ്ടായി. IT റിപ്പോർട്ടിംഗ് അന്നും ഇന്നും നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ കൊച്ചിയിലാണെന്നേ ഉള്ളൂ.
അപ്പോൾ ജി വിജയരാഘവനായിരുന്നു അന്ന് ടെക്നോ പാർക്കിൻ്റെ CEO. അപ്പോൾ ഇവരിൽ പലരുമായിട്ടും വളരെ അടുത്ത ആത്മബന്ധം ഉണ്ടായി. ഈ VK മാത്യൂസ് ആയാലും ശരി, RP ലാലാജി, CV സപ്പോർട്ട് സിസ്റ്റംസ്, അദ്ദേഹം നല്ല ഒന്നാന്തര ഒരു ടെക്നോളജി എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്ന് 10 വർഷത്തിൽ കൂടുതൽ അദ്ദേഹം സ്ട്രോക്ക് വന്ന് വീട്ടിൽ തന്നെ കൺഫൈൻഡ് ആയിപ്പോയി. അതൊരു വലിയൊരു ട്രാജഡിയാണത്. അപ്പോൾ അദ്ദേഹം ഒന്നാന്തര എഴുത്തുകാരനായിരുന്നു. ഇന്ന് നമുക്ക് ബ്ലൂടൂത്ത് നമ്മുടെ എല്ലാവരുടെയും മൊബൈലിലുണ്ട്. ബ്ലൂടൂത്ത് വഴി നമ്മൾ കണക്ഷനൊക്കെ നടത്തുന്നു. അന്നത്തെ കാലത്ത് ബ്ലൂടൂത്തിനെ കുറിച്ച് നീലപ്പല്ലൻ എന്ന ഒക്കെ ഒരു പേര് കൊടുത്ത് അദ്ദേഹം ഒരു ഫീച്ചർ എഴുതിയിട്ടുണ്ട്, ഒരു മനോരമ സൺഡേ മാഗസീനിൽ. പല പത്രങ്ങളിലും അദ്ദേഹം എഴുതുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വടക്കം പറവൂർക്കാരൻ GA മേനോൻ അന്നത്തെ US സോഫ്റ്റ്വെയർ അത് പിന്നെ പേര് മാറ്റി US ടെക്നോളജീസായി, പിന്നെ UST ഗ്ലോബലായി, പിന്നെ ഇപ്പോൾ UST ആയി. അങ്ങനെ 4 തവണ പേര് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹം ഒരു വലിയ ലിമോസിൻ കാറും ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നത്. വടപ്പൻ പറവൂർക്കാരൻ അത് ചന്ദേരിയ ഗ്രൂപ്പിൻ്റെയാണ് ഈ UST എന്ന് പറയുന്ന കമ്പനി. അദ്ദേഹം ഈ തിരുവനന്തപുരത്ത് വന്ന് ടെക്നോ പാർക്കിൽ ഒരു കമ്പനി തുടങ്ങി. അദ്ദേഹം തിരുവനന്തപുരത്തെ ആളുകളുമായിട്ട് വളരെ സൗഹൃദത്തിലായി. നമ്മളെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാനൊക്കെ വിളിക്കുമായിരുന്നു. പ്രധാനപ്പെട്ട പത്രലേഖകരെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് അദ്ദേഹത്തിന് കേരളത്തിലെ രാഷ്ട്രീയവും മറ്റ് വാർത്തകളും ഒക്കെ അറിയണം. ഞങ്ങൾക്ക് പോയാൽ IT-യിലെ ഏറ്റവും പുതിയ ട്രെൻഡ്സ് ഞങ്ങൾക്കറിയാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ളൊരു ബന്ധമായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ടെക്നോ പാർക്കിൻ്റെ തുടക്കം മുതൽ അല്ലെങ്കിൽ കേരളത്തിൽ IT-യുടെ വളർച്ചയുടെ തുടക്കം മുതൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൽ ബിസിനസ്സിൻ്റെയൊക്കെ തുടക്കമായിരുന്നു അത്, ബിസിനസ് റിപ്പോർട്ടിങ്ങിൻ്റെയൊക്കെ. ഞാൻ ആ കാലത്ത് ഒരുപാട് ബീറ്റുകൾ കൈകാര്യം ചെയ്തിരുന്നു. സ്റ്റേറ്റ് ഫിനാൻസ് നോക്കണം, ടെക്നോ പാർക്ക് IT നോക്കണം, ടൂറിസം നോക്കണം, ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് KSIDC ഇതൊക്കെ നോക്കണം, ചെറുകിട വ്യവസായ മേഖല നോക്കണം, പിന്നെ പൊതുമേഖല നോക്കണം, സയൻറ്റിഫിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കണം. ഇതൊക്കെ ഞാൻ അന്ന് കൈകാര്യം ചെയ്യുന്ന എൻ്റെ ബീറ്റുകളാണ് ഇതൊക്കെ. ഇന്നിപ്പോൾ ഞാൻ അവിടെ നിന്ന് ട്രാൻസ്ഫറായി പോയി, പുതിയ രീതികളൊക്കെ പുതിയ ആൾക്കാരൊക്കെ വന്നപ്പോൾ ഞാനിപ്പോൾ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ പഴയ ബീറ്റുകൾ 4 പേരാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. 4 പേർക്കായിട്ട് കൊടുത്തിരിക്കുക. ഫിനാൻസ് ഒരാൾക്ക്, IT വേറൊരാൾക്ക്, ടൂറിസം ഒരാൾക്ക്, ഈ ഇൻഡസ്ട്രീസും KSIDCയും പൊതുമേഖലയൊക്കെ ഇനിയും വേറൊരാൾക്ക്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ. നമ്മളത് ഒന്നിച്ച് നമ്മളിതൊക്കെ ചെയ്തിരുന്നു എന്ന് നമുക്ക് ഓർക്കുമ്പം തന്നെ നമുക്കിപ്പോൾ ഒരു പഴയ ഓർക്കുമ്പം അഭിമാനം തോന്നുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത് ബിസിനസ്. അത് കഴിഞ്ഞ് കൊച്ചിയിൽ ഞാൻ പോയി, കൊച്ചിയിൽ ബിസിനസ് എഡിറ്ററായി. കൊച്ചിയിൽ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എൻ്റെ ജീവിതത്തിലൊരു ഐ വിറ്റ്നസ് അക്കൗണ്ട് കൊടുക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ജേർണലിസ്റ്റ് ആയാലും ഒരു ഫോട്ടോഗ്രാഫർ ആയാലും ചിലപ്പോൾ ചില മോമെൻറ്റിൽ നമ്മൾ അവിടെ ഉള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ശിവറാം പണ്ട് ബർമ്മയിൽ നടന്ന കാര്യം റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ മോമെൻറ്റിൽ അവിടെ ഉണ്ടായിരുന്നു. അത് അറിയാനിടയായി. പട്ടാള വാഹനങ്ങൾ പോകുന്നതും അവിടുന്ന് അയച്ച അവസാനത്തെ ടെലിപ്രിൻ്റർ മെസ്സേജ് ആയിരുന്നു. അതിനുശേഷം ഒറ്റ ടെലിപ്രിൻ്റർ മെസ്സേജ് പുറത്തോട്ട് പോയിട്ടില്ല. അപ്പോൾ ചില സമയം ചിലപ്പോൾ നിയോഗം നമ്മളെ അവിടെ കൊണ്ടുവന്ന് നിർത്തും. അപ്പോൾ ഏറ്റവും നല്ല ഒരു പടം ഒരു ഫോട്ടോഗ്രാഫർക്ക് കിട്ടുന്ന അയാൾക്ക് ആ നിയോഗം ഉള്ളത് കൊണ്ടാണ്. ഞാൻ ഒരു സുഹൃത്തുക്കളുമായിട്ട് മൂകാംബികയെ പോകാനായിട്ട് കാറിൽ വരുമ്പോൾ മലപ്പുറത്ത് പൂക്കിപ്പറമ്പ് എന്ന സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് ദൂരെ ഒരു ബസ് കത്തുന്നത് കണ്ടു. ഞങ്ങൾ വിചാരിച്ച് പല ബസ്സും കത്തുമല്ലോ. ഞങ്ങൾ കാറ് കുറച്ചുകൂടെ അടുത്തപ്പോഴത്തേക്കാണ് മനസ്സിലാക്കുന്നത് മനുഷ്യരകത്തുണ്ട്. ജീവനുള്ള മനുഷ്യരകത്തിരുന്ന് വിറക് കൊള്ളി പോലെ കത്തുകയാണ്, കരിക്കട്ട പോലെ. ആളുകളിങ്ങനെ ചുറ്റിലും സ്തംഭിച്ച് നിൽക്കുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകളൊക്കെ ഇളകി വലിയ ബഹളമായി ബക്കറ്റിൽ വെള്ളം കോരി കൊണ്ടുവന്ന് ഒഴിക്കലുമൊക്കെ ആയി. അതായത് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ പ്രൈവറ്റ് ബസ് അതുവഴി വരുമ്പോൾ അതിൻ്റെ ആക്സിൽ ഒടിഞ്ഞ് തീപ്പൊരി ചിതറി പെട്രോൾ ടാങ്കിന് തീ പിടിച്ചു. അങ്ങനെയാണ് ബസ് കത്തിയത്. ബസ് കത്തിയപ്പോഴത്തേക്ക് ബസ്സിലിരുന്ന ഭൂരിപക്ഷം ആളുകൾക്കും ഇറങ്ങി ഓടാനൊന്നുള്ള അവസരം കിട്ടില്ല. അപ്പോൾ അതിനകം തന്നെ തീ പടർന്നു. 36 പേര് മരിച്ചു. ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുക, ഈ 36 പേര് അതിനകത്തിരുന്ന് കത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി ഓടിച്ചു. ഞാൻ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് വണ്ടി ഓടിച്ചു, പടമൊക്കെ എടുത്തു, കത്തുന്നതിൻ്റെ പടമൊക്കെ. അന്ന് മൊബൈലൊക്കെ ഉണ്ട്. ഞാൻ കോഴിക്കോട് ഓഫീസിൽ ചെന്നു. എന്നിട്ട് ഐ വിറ്റ്നസ് എഴുതി കൊടുത്തു. അത് അന്നത്തെ ഒരു വലിയ സംഭവമായിരുന്നു. ഒരു ജേർണലിസ്റ്റ് ഐ വിറ്റ്നസ് അക്കൗണ്ട് ഈ പൂക്കിപ്പറമ്പ് ദുരന്തത്തിൻ്റെ എൻ്റെ മാത്രമേ കാണുകയുള്ളൂ. അങ്ങനെ ഒരു ഐ വിറ്റ്നസ് അക്കൗണ്ട് ഇങ്ങനെ ഒരു വലിയ സംഭവത്തെക്കുറിച്ച് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സംഭവമാണ്. വേറൊരു കാര്യം പറയട്ടെ, പരമ്പരകൾ ഒരുപാട് എഴുതിയിട്ടുണ്ട് ഞാൻ. അത് പരമ്പരകൾക്കാണ് അവാർഡ് കിട്ടുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എഴുതിയ പരമ്പര കോട്ടയത്തെ ഡെസ്കിലുണ്ടായിരുന്നപ്പോഴത്തേക്കാണ്. അത് കേരളത്തിലെ മത്സ്യസമ്പത്ത് കുറയുന്നതിനെക്കുറിച്ചാണ്. അത് ചെകുത്താനും കടലിനും നടുക്ക് എന്നാണ്
പരമ്പരയുടെ സ്ലഗ്. അപ്പോൾ അത് നല്ല പരമ്പരയായിരുന്നു, എല്ലാവരും സ്വീകരിക്കപ്പെട്ടു. പിന്നീട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു കേരള വികസനത്തിൻ്റെ ഒരു കക്ഷിയായിട്ട് മാറുന്ന കാലം മുരടിച്ച കേരളം എന്നും പറഞ്ഞിട്ടൊരു പരമ്പര എഴുതി. ഡെവലപ്മെൻറ്റ് ജേർണലിസത്തിനുള്ള ആദ്യ സ്റ്റേറ്റ് അവാർഡ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ട് കേരളം ലോക്കൗട്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു പരമ്പര. അത് പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ല, വേറെ 1-2 പേരുടെ ഇൻപുട്സും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേർക്കും ഈ വീണ്ടും സ്റ്റേറ്റ് അവാർഡ് ഡെവലപ്മെൻറ്റ് ജേർണലിസം വികസനോന്മുഖ പത്രപ്രവർത്തനത്തിലുള്ള ആദ്യത്തെ അവാർഡ് നായനാരിൽ നിന്ന് വാങ്ങിച്ചു, രണ്ടാമത്തത് ഉമ്മൻചാണ്ടിയിൽ നിന്നും വാങ്ങിച്ചു. ഇങ്ങനെ പരമ്പരകൾ പറഞ്ഞാൽ ഒരുപാടുണ്ട്. അത് ഒരു 10-12 പരമ്പരകളെങ്കിലും മനോരമയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്തത് ഈ കോളങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. അതായത് ഞാൻ ബിസിനസ് ബൂം എന്ന കോളം എഴുതി തുടങ്ങുന്നതിന് വളരെ മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് ആദ്യം ഈ സോഷ്യൽ ട്രെൻഡ്സിനെ കുറിച്ച് എഴുതുമായിരുന്നു. അപ്പോൾ ഈ ബിസിനസ്സിലെ അല്ലെങ്കിൽ അപ്പോൾ അതെന്ന് പറയുന്നത് ഇപ്പം വൈൻ വിൽപ്പന ക്രിസ്മസ് കാലത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് കുറച്ച് ഹ്യൂമറസായിട്ട് എഴുതുന്ന കണ്ടിട്ടായിരിക്കും അന്നത്തെ നമ്മുടെ അരവിന്ദാക്ഷ സാറ്, ഇവിടുത്തെ റെസിഡൻറ്റ് എഡിറ്റർ, പറഞ്ഞൊരു കോളം തുടങ്ങണം. അങ്ങനെ അങ്ങാടി എന്ന പേരിലും ട്രെൻഡ് എന്ന പേരിലുമൊക്കെ സ്ലഗുകളിലൊക്കെ നമ്മൾ ഈ ഇവിടുത്തെ ചെറിയ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എഴുതി. അത് പോപ്പുലറായി. അത് കഴിഞ്ഞപ്പോൾ കാലവിശേഷം എന്നും പറഞ്ഞിട്ടൊരു കോളം തുടങ്ങി. ഈ കാലവിശേഷം എന്ന് പറയുന്ന കോളം തിരുവനന്തപുരത്തെ സാമൂഹ്യ ജീവിതത്തെ ഒബ്സർവ് ചെയ്തിട്ട് എഴുതുന്നതാണ്. നമ്മളൊരു വെഡ്ഡിങ് റിസപ്ഷന് പോകുന്നു, അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നു, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കാണുന്ന ആളുകളുടെ വേഷവിധാനങ്ങളും ചേഷ്ടകളും ജാടകളും ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ ഈ കാലവിശേഷം എന്ന് പറയുന്ന കോളം തനി തിരുവനന്തപുരം ഭാഷയുമൊക്കെ അതിൽ ഉപയോഗിക്കും. പലരും പറയുന്നുണ്ട് കൊല്ലം ഭാഷയാണ് ഉപയോഗിക്കുന്നതെന്നും പലരും പറയാറുണ്ട്. നമ്മൾ കൊല്ലം ഭാഷകളൊക്കെ അതിനകത്ത് വരാറുണ്ട്. അപ്പോൾ ഈ പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു കോളമായിരിക്കാം. അതിനകത്ത് ഒരാൾ ക്യാമറയിൽ വീഡിയോ എടുത്തുകൊണ്ട് പുറകോട്ട് നടന്ന് സ്വിമ്മിംഗ് പൂളിൽ പോയി വീണ്, ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുക, ബ്ലും എന്ന് പറഞ്ഞ് ഒറ്റ വീഴ്ച. അതുവരെ വലിയ സ്റ്റൈലിലൊക്കെ നിന്നിരുന്ന ആളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത്. പിന്നെ ഇപ്പോൾ ഒരു പ്രായമായ അച്ഛനോ അമ്മയ്ക്കോ 84 വയസ്സ് കഴിഞ്ഞു, ശതാഭിഷേകം എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾ വലിയ പാർട്ടിയെ ഒക്കെ നടത്തുന്നു. ഒരുപാട് ഗിഫ്റ്റ്, ചെല്ലുന്നവരെല്ലാം പൊന്നാട, മുണ്ട്, സാരി, പട്ടുസാരി ഇതൊക്കെ കൊടുക്കുന്നു. ഇതൊക്കെ ഈ അച്ഛനും അമ്മയ്ക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. മക്കളെല്ലാം അത് എടുത്തോണ്ട് പോകും, അല്ലേ? അവർക്ക് വേണ്ട അവകാശപ്പെട്ടത് തന്നെ. പക്ഷേ അതൊക്കെ നമ്മൾ ഹ്യൂമറസ് ആയിട്ട് ഈ കാലവിശേഷം കോളത്തിൽ നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കോളം ഭയങ്കര പോപ്പുലറായത് മറ്റ് എഡീഷനുകളിലൊക്കെ അത് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മൾ മാത്യൂസ് വർഗീസ്, അന്നത്തെ അസോസിയേറ്റ് എഡിറ്റർ, ബിസിനസ് പേജ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് കൊച്ചിയിൽ വെച്ചിട്ടൊരു മീറ്റിംഗ് നടത്തിയിട്ട് ഞാനുമൊക്കെ ഉണ്ടായിരുന്നു. അവസാനം പറഞ്ഞ് ഞാനൊരു കോളം എഴുതണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്ലഗ് ഒക്കെ ആലോചിച്ചിട്ടൊന്നും കിട്ടിയില്ല. അങ്ങനെയാണ് ബിസിനസ് ബൂം എന്ന് പേരിട്ട് ആ കോളം തുടങ്ങിയത്. ആ കോളം 2006 തുടങ്ങിയത്. അപ്പോൾ 20 വർഷമായിട്ട് വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്നൊരു കോളമാണിത്. അപ്പോൾ 2006 ആദ്യത്തെ, എനിക്കൊന്ന് സ്വാശ്രയ കോളേജുകളെ കുറിച്ചാണ് ആദ്യത്തെ കോളം എഴുതുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അത് വളരെ ഹ്യൂമറസായി. അപ്പോൾ ബിസിനസ്സിന് തന്നെ വളരെ ഗഹനമായ വിഷയങ്ങളൊക്കെ വരും. അത് വളരെ ലളിതമായ ശൈലിയിൽ വളരെ ഹ്യൂമറസായിട്ട് അവതരിപ്പിക്കുക എന്നൊരു ട്രെൻഡ് ഞാൻ കൊണ്ടുവന്നതെന്ന് പലരും പറയുന്നു. അതായത് ഞാനാണ് ആ ബിസിനസ്സിൻ്റെ, ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ റിവേഴ്സ് റീപ്പോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി അതൊക്കെയാണ് വലിയ ബിസിനസ് ജേർണലിസം എന്ന് അതിനെക്കുറിച്ചൊക്കെ എഴുതുന്ന സാധാരണക്കാരൊന്നും ആ ബിസിനസ് പേജ് നോക്കുക പോലും ഇല്ല. അങ്ങനെയുള്ളൊരു ഇതിൽ നിന്നൊരു വലിയ മാറ്റം ആയിരുന്നു നമ്മുടെ ഫീച്ചറുകളും മറ്റും. ഇന്നിപ്പോൾ ഞാനൊരു ഇത് എഴുതിയിട്ടുണ്ട്. അതായത് ഇൻഫോസിസ് ഇപ്പം അവരുടെ ജീവനക്കാരോട് 9.25 മണിക്കൂറിൽ കൂടുതൽ ഒരു ദിവസം ജോലി ചെയ്യേണ്ട, നിങ്ങൾ കൂടുതൽ അധ്വാനിക്കേണ്ട, നിങ്ങൾ ആരോഗ്യം നോക്കണം, വർക്ക് ലൈഫ് ബാലൻസ് വേണമെന്നൊക്കെ. അപ്പോൾ അത് ഓവറാക്കേണ്ട, ആവശ്യത്തിന് ജോലി ചെയ്താൽ മതി എന്നുള്ള രീതി. അപ്പോൾ അങ്ങനെയുള്ളൊരു ബിസിനസ് ജേർണലിസം എഴുതുന്നതിൽ ഒരു മാറ്റം അതുണ്ടായി. കാലവിശേഷം എന്ന കോളം, ബിസിനസ് ബൂം എന്ന കോളം അങ്ങനെ ഉണ്ടായതാണ്. അത് പിന്നീട് DC ബുക്സ് അത് സമാഹരിച്ച് പുസ്തകമാക്കണമെന്ന് പറഞ്ഞു. ആദ്യത്തെ ചിരി എന്ന പേരിൽ അത് പുസ്തകമാക്കി. അപ്പോൾ ആ കാലത്ത് അപ്പോൾ അതിൻ്റെ കോളത്തിൻ്റെ ഒരു രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പല വിഷയങ്ങളും അതിനകത്ത് വരും. രസകരമായ വിഷയങ്ങൾ ആണ് നമ്മൾ പലപ്പോഴും എടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇത് കണ്ടിട്ട് സൈഡ് ബിസിനസ് എന്നൊരു കോളം സമ്പാദ്യത്തിലോട്ട് എഴുതണമെന്ന് പറഞ്ഞു. അത് സൈഡ് ബിസിനസ് എന്ന കോളം എഴുതുന്നുണ്ട്. പിന്നെ ഈ കോളങ്ങൾ
വളരെ പോപ്പുലറായി. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കോളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിനിമാ രംഗത്തെ ബിസിനസ്സിനെ കുറിച്ച് ഒരു കോളം എഴുതി. അതുമാത്രം പറയാം. സിനിമയിലെ ഒരു ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേകത ലാഭം കിട്ടണമെന്ന് ആഗ്രഹം ഇല്ലാതെ അല്ലെ ലാഭം കിട്ടിയില്ലെങ്കിൽ സാരമില്ല എന്ന ആറ്റിറ്റ്യൂഡുമായിട്ട് നഷ്ടം വന്നാൽ അത് സഹിക്കാൻ റെഡിയായിട്ട് സംരംഭകർ വരുന്ന ഒരു രംഗമാണ് സിനിമ. ഓരോ വർഷവും ഇറങ്ങുന്ന സിനിമകളുടെ 80% എണ്ണത്തിൽ ആദ്യകാല പ്രൊഡ്യൂസറാണ്. ആദ്യമായിട്ട് സിനിമ നിർമ്മാതാവുന്നതാണ്. വൺ ടൈം പ്രൊഡ്യൂസർ. അയാളൊരു സിനിമ പിടിച്ചു, നഷ്ടമായി, അയാൾ അതോടെ അവസാനിപ്പിച്ച് പോയി. അയാൾ കൂടുതൽ സിനിമകളൊന്നും പിടിക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഇത് സിനിമ അത് 1980കളിലും 70കളിലും ഇങ്ങനെയായിരുന്നു, ഇപ്പോഴും ഇങ്ങനെയാണ്. അങ്ങനെ ലാഭം വേണമെന്നില്ല, അതുപോലെ ലാഭം ഉണ്ടായാൽ തന്നെ ഇല്ലെങ്കിൽ തന്നെ നഷ്ടം സഹിച്ചോളാം എന്നും പറഞ്ഞ് സംരംഭകർ വരുന്ന ഒരു രംഗമാണ് ഈ സിനിമാ രംഗം. അപ്പോൾ അത് ഒരു കോളത്തിനുള്ളൊരു വിഷയമായിരുന്നു. പിന്നെ അതുപോലെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു വലിയ ട്രെൻഡാണ്, ഒരു വിഷയത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ എങ്കിലും അതിനെക്കുറിച്ച് അത്യാവശ്യ ജ്ഞാനമൊക്കെ ഉള്ളെങ്കിലും വളരെ ആധികാരികമായിട്ടൊക്കെ, അപ്പോൾ പ്രത്യേകിച്ചും ബിസിനസ് വിഷയത്തെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായിട്ടൊക്കെ അങ്ങ് സംസാരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഓപ്പറേഷൻ സിന്ദൂർ നടന്നാൽ പിറ്റേന്ന് അതിനെക്കുറിച്ച്, മിലിറ്ററി കാര്യങ്ങളെക്കുറിച്ച്, മിസൈലിനെ കുറിച്ചൊക്കെ ആളുകൾ ആധികാരികമായിട്ട് സംസാരിച്ചു തുടങ്ങും. ഇങ്ങനെ ഒരു സംഗതിയുണ്ട്. ഇതിനൊരു സിൻഡ്രോം ആണിത്. അതിനെക്കുറിച്ചൊരു കോളമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ടുവരികയും വിദേശകാര്യം, ഇപ്പോൾ ട്രംപിൻ്റെ പോലുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ഇലോൺ മസ്കിൻ്റെയും ട്രംപിനും തമ്മിലുള്ള അടിയൊക്കെ, അങ്ങനെയുള്ള ബിസിനസ് വിഷയങ്ങളൊക്കെ നമ്മൾ മാക്രോ ബിസിനസ് വിഷയങ്ങളും, അതായത് വേൾഡ് ഫിനാൻസിൻ്റെ കാര്യങ്ങളുമൊക്കെ വളരെ ലളിതമായ രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുകയും തമാശ രൂപത്തിൽ അവതരിപ്പിക്കുകയും എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ബിസിനസ് ബൂം കോളം. അതുകൊണ്ടാണ് ഇത് പോപ്പുലറായത്. അതുകൊണ്ടാണ് 20 വർഷമായിട്ട് അത് ഓടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു സൈഡ് ബിസിനസ് എന്നൊരു കോളം തുടങ്ങി. ക്യാമറയിൽ പരസ്യത്തിൽ ഇല്ലാത്തത് എന്നും പറഞ്ഞിട്ട് പരസ്യരംഗത്തെക്കുറിച്ചൊരു കോളം എഴുതിയിരുന്നു. ഇപ്പോഴും ഇങ്ങനെ പല സൈഡിൽ നിന്നും കോളം എഴുതണം എന്നുള്ളൊരു ഡിമാൻഡ് വരാറുണ്ട്. നമ്മളിപ്പോൾ എന്തായാലും ഈ 2 കോളത്തിൽ മാത്രം ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്, ഈ ബിസിനസ് ബൂമും ഇതും മാത്രമായിട്ട്. കുടുംബം ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ അമ്മയുടെയും കാര്യം പറഞ്ഞിരുന്നു. ഭാര്യ ഡോക്ടർ കല വിയൽ, അഞ്ചലാണ് സ്വദേശം. ഇവിടെ പക്ഷേ പഠിച്ചതൊക്കെ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഇവിടുത്തെ ഓൾ ഏഞ്ചൽ സ്കൂളിലും വിമൻസ് കോളേജിലും ഒക്കെ ആയിട്ട്. ഇപ്പോൾ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിനിൽ MD ആണ്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ HOD ആണ്. അപ്പോൾ ഇങ്ങനെ പറയാനാണെങ്കിൽ കൂടുതൽ ഒക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു അവസരം, നമ്മൾ തന്നെ വാസ്തവം പറഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഈ കുറച്ച് ഫയൽസ്, പണ്ട് നമ്മൾ കട്ടിങ്സൊക്കെ എടുത്ത് സൂക്ഷിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനൊരു സമ്പ്രദായമേ ഇല്ല. പഴയ ഫയലൊക്കെ എടുത്ത് നോക്കി പലതും ഓർമ്മിച്ചെടുത്തു. അതുകൊണ്ട് അങ്ങനെ ഒന്ന് ഓർമ്മിച്ചെടുക്കാനും നമ്മുടെ ഒരു സ്മരണയുടെ ഒരു ഒറ്റയടി പാതയിൽ കൂടി നമുക്ക് തിരിഞ്ഞു നടക്കാനും ഒരവസരം ഉണ്ടായി. ഒരു സ്ട്രോൾ ത്രൂ ദി മെമ്മറി ലൈൻ എന്നൊക്കെ പറയുന്ന മാതിരി. അപ്പോൾ ഈ ഒരു പ്രസ് അക്കാഡമിയുടെ ഈ ഒരു അവസരം അങ്ങനെ നമ്മുടെ തന്നെ ഒരു പത്രപ്രവർത്തന ജീവിതത്തിലേക്ക് പുറകോട്ട് പോകാനും ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിക്കാനും ഉള്ളൊരു അവസരം കൂടിയായി. പ്രത്യേകിച്ച് അക്കാഡമിയോടും ചെയർമാൻ RS ബാബുവിനോടും പ്രത്യേക നന്ദിയോടുകൂടി നിർത്തുന്നു.